മതത്തിന്റെ മാനുഷിക മുഖം എന്നതാണ് ഇന്നും നാളെയും ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം. അതെന്തൊരു മുഖമാണ് ഉസ്താദേ എന്ന് ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. അങ്ങനെ ഒരു മുഖം, ആ ഒരു മാനുഷിക മുഖം അത് എന്താണ് എന്ന് ചർച്ച ചെയ്യണം. അതെവിടെയാണുള്ളതെന്ന് കണ്ടെത്തണം. ആ ഒരു മാനുഷിക മുഖം ഒരു വിശ്വാസിക്ക് ഇല്ല എങ്കിൽ അവന്റെ വിശ്വാസം പൂർണ്ണമല്ല എന്നതാണ് ഈ വിഷയത്തിന്റെ കാതൽ. അപ്പോ അത് എന്താണെന്ന് തിരിച്ചറിയൽ നമ്മുടെ ബാധ്യതയാണ്. വിഷയത്തിലേക്ക് പ്രവേശിക്കാൻ ആരംഭപ്പൂവായ അഷ്റഫുൽ ഖൽഖ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മനോഹരമായ വിജ്ഞാന സദസ്സ് എല്ലാവരും വളരെ ഉന്മേഷത്തോടെ അല്ലാഹുവിന്റെ ഹബീബിന്റെ ഇൽമ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആ സമയം പൊന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, സഹാബത്തെ, സ്വർഗത്തിലേക്ക് നടന്നു പോകുന്ന ഒരു മനുഷ്യനെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരട്ടെയോ? സ്വർഗത്തിലേക്ക് നടന്നു പോകുന്ന ഒരാളെ കാണിച്ചു തരട്ടെ. അയാള് സ്വർഗത്തിലാണ്. സഹാബത്തിന് വലിയ ആവേശമായി. സഹാബികൾ എല്ലാവരും മനസ്സുകൊണ്ട് ചിന്തിച്ചു, അല്ലാഹുവേ, അല്ലാഹുവിന്റെ ഹബീബിന്റെ പരിശുദ്ധ വിരൽത്തുമ്പ് നിവർന്നു വരുന്നത് എന്റെ നെഞ്ചിലേക്കായിരിക്കണേ, എന്റെ മുഖത്തേക്കായിരിക്കണേ റബ്ബേ. കാരണം നമ്മളൊക്കെ സ്വർഗം ലഭിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. ആ സ്വർഗം കിട്ടുന്നതിന് വേണ്ടി രാപകലില്ലാതെ ഇബാദത്ത് ചെയ്യുന്നവർ, ആരാധന അർപ്പിക്കുന്നവർ, അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി ഉറക്കമൊഴിഞ്ഞ് കഷ്ടപ്പെടുന്ന പ്രിയപ്പെട്ട സഹാബത്താണവർ. എന്നെയും നിങ്ങളെയും പോലെ റമദാൻ 30-ന്റെ അന്ന് കഞ്ഞിക്കലത്തിന് സലാം പറഞ്ഞിറങ്ങി പോകുന്ന ഒരു വിശ്വാസത്തിന്റെ ഉടഞ്ഞുപോയ ചൈതന്യമായിരുന്നില്ല പഴയകാലത്തുള്ള സച്ചരിതരായ സഹാബത്തിന്റെ ഉള്ളറകളിൽ തേനൂറുന്ന രീതിയിൽ ഒലിച്ചുകൊണ്ടിരുന്നത്. ഒരു പെരുന്നാളിനും ഒരു വെള്ളിയാഴ്ചയും ഒതുക്കി നിർത്തുന്ന ദീനീ ചൈതന്യം മാത്രമായിരുന്നില്ല. പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പരിശുദ്ധ സ്വർഗത്തിന്റെ സുന്ദരമായ അരുവികൾ ആസ്വദിക്കുന്നതിന് വേണ്ടി കൊതിയോടെ കാത്തിരിക്കുന്ന സഹാബത്ത്, ആരംഭപ്പൂവായ നബിതങ്ങൾ സ്വർഗത്തിലേക്ക് പോകുന്ന മനുഷ്യനെന്ന് പറഞ്ഞ് വിരൽ ചൂണ്ടുന്നയാള് ഞാനായിരിക്കണം റബ്ബേ എന്ന് പറഞ്ഞ് കാത്തിരുന്നപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് വിരൽ ചൂണ്ടിയത് ആ സദസ്സിന് പുറത്തൂടെ വീട്ടാവശ്യത്തിനുള്ള സാധനങ്ങളും വാങ്ങി ചുമന്നുകൊണ്ട് നടന്നു പോകുന്ന സാധാരണയിൽ സാധാരണക്കാരനായ ഒരു മനുഷ്യന്റെ അടുത്തേക്കാണ് വിരൽ ചൂണ്ടിയത്. അയാൾ സ്വർഗത്തിലാണ് എന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു. സഹാബത്തിനാകെ ആശങ്കയായി. കാരണം അവര് നോക്കുമ്പോ വലിയ പ്രത്യേകതകളൊന്നും ആ മനുഷ്യനില്ല. സ്വർഗത്തിലാണെന്ന് പറഞ്ഞപ്പോ സ്വർഗത്തിലേക്ക് പോകാനുള്ള എന്താണ് അയാളിലുള്ളത് എന്ന് സഹാബത്തിന് ആശങ്കയായി. ഒരു സദസ്സിൽ പറഞ്ഞെങ്കിൽ എന്താ, 3 സദസ്സിൽ ഇങ്ങനെ തന്നെ പറഞ്ഞത്. 3 സദസ്സിലും ഇതുപോലെ തന്നെ പറഞ്ഞു, അയാൾ സ്വർഗത്തിലാണ്, അയാൾ സ്വർഗത്തിലാണ്. 3 സന്ദർഭത്തിൽ ഒരു സഹാബി എഴുന്നേറ്റു. ആ സഹാബി പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങ് സ്വർഗത്തിലാണെന്ന് പറഞ്ഞ ആ ഒരു കൂട്ടുകാരന്റെ ജീവിതത്തെ കുറിച്ച് പഠിക്കാൻ എനിക്കൊരു അവസരം ഒന്ന് തരണം. അങ്ങയുടെ അനുമതിയോടുകൂടി ഞാനൊരു ചെറിയ നിരീക്ഷണം നടത്താൻ പോവാ. അങ്ങനെ ആ മനുഷ്യൻ നിരീക്ഷിക്കാൻ വേണ്ടി പോയി. നിരീക്ഷണം നടത്തി കുറെ ദിവസങ്ങൾ ഇങ്ങനെ പരിശോധന നടത്തിയപ്പോൾ ഒരു പ്രത്യേകതയുമില്ല. സാധാരണ ഒരു ആബിദായ മനുഷ്യന്റെ അതേ ജീവിതം. അപ്പൊ ഇദ്ദേഹം അടുത്തു പോയിട്ട് ചോദിച്ചു, നിങ്ങളിൽ എന്തോ ഒരു വലിയ പ്രത്യേകത. ആരംഭപ്പൂവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് കടക്കാൻ ഉതകുന്ന ഒരു സ്വഭാവ രീതി നിങ്ങളുടെ ജീവിതത്തിൽ അതെന്താണെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരണം. ഞാൻ പരിശോധിച്ചിട്ട് കാണാൻ കഴിയും. ആ മനുഷ്യൻ മുത്തായ നബിതങ്ങളുടെ മുമ്പിൽ നിന്ന് തന്റെ ജീവിതം നിരീക്ഷിക്കാൻ ഇറങ്ങി വന്ന സഹാബിയോട് പറഞ്ഞുകൊടുത്തു, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സ്വർഗത്തിലേക്ക് ആ മനുഷ്യനെ എത്തിക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു കൊടുത്ത ആ മഹത്തരമായ സ്വഭാവം ഏതാണ് എന്ന് ആ പ്രിയപ്പെട്ട കൂട്ടുകാരൻ പറഞ്ഞുകൊടുത്തു. ഇൻഷാ അല്ലാഹ് സ്വഭാവം ഏതാണെന്ന് നിങ്ങൾ ഈ വിഷയം കഴിയുമ്പോൾ നിങ്ങൾ എന്നോട് പറയും. അതാണല്ലോ ഈ വിഷയം. ശ്രദ്ധിക്കാതിരുന്നാൽ പറയാൻ പറ്റില്ല. മൊബൈലിലും നോക്കി ഇടുപ്പിലിരിക്കുന്ന വീഡിയോ തപ്പിയിരുന്നാൽ സംഭവം നടക്കൂല. വളരെ ശ്രദ്ധയോടെ ഈ സദസ്സിന്റെ അകത്ത് സമയം ചെലവഴിക്കണം, ശ്രദ്ധ തരണം, മനസ്സ് തരണം. എന്തിടിഞ്ഞു വീണാലും നമ്മൾ തിരിഞ്ഞു നോക്കൂല. ഇതിൽ ലയിച്ചിരുന്നാലേ ഈ വിഷയത്തിന് ഈ കൂട്ടുകാരൻ കൊടുത്ത മറുപടി എന്നത് നിങ്ങൾക്ക് പറയാൻ പറ്റും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഈ സഹാബിക്കുണ്ടായ സ്വഭാവമാണ് 2 ദിവസം ഞാനും നിങ്ങളും ചർച്ച ചെയ്യാൻ പോകുന്നത്. ലോകത്ത് അല്ലാഹു പടച്ച സൃഷ്ടികളിൽ ഏറ്റവും ഉത്കൃഷ്ടർ ആരാണ്? ഒരുപാട് ജീവജാലങ്ങൾ നടക്കുന്നതും ഇഴയുന്നതും പറക്കുന്നതും
ചലിക്കാത്തതും ചലിക്കുന്നതും സംസാരിക്കുന്നതും സംസാരിക്കാത്തതും ഭക്ഷണം കഴിക്കുന്നതും കഴിക്കാത്തതുമായ ഭംഗിയുള്ളതും ഭംഗിയില്ലാത്തതും അവയവങ്ങൾ പുറത്ത് കാണുന്നതും കാണാത്തതുമായ കോടാനുകോടി സൃഷ്ടിചരാചരങ്ങളെ അള്ളാഹു പടച്ചതമ്പുരാൻ ഈ ലോകത്ത് പടച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു വിഭാഗം ആരാണ് ഏറ്റവും ശ്രേഷ്ഠമായ വിഭാഗം? അറിയില്ല. ആരാണ് മോനെ? പറയടാ. നമ്മള് തന്നെ. നമ്മളെപ്പോലെ ഗ്ലാമർ അല്ലേ? നമ്മളെപ്പോലെ നമ്മുടെ ബിംബറന്നോത്തിയെ പോലെ ഗ്ലാമർ ലോകത്ത് ആർക്കുള്ള? നമ്മള് കണ്ണാടിയുടെ മുമ്പിൽ ചെന്ന് നിൽക്ക് സഹോദരങ്ങളെ. നമ്മുടെ കണ്ണിന്റെ മനോഹാരിത, നമ്മുടെ മുഖത്തിന്റെ ഭംഗിയുണ്ടല്ലോ, നമ്മുടെ ശരീരത്തിന്റെ സൗകുമാര്യത ലോകത്തിലാന പടച്ചതമ്പുരാൻ ഒരു സൃഷ്ടിചരാചരങ്ങൾക്കും കൊടുത്തിട്ടില്ല. അതും മനുഷ്യരായ നമുക്ക് മാത്രം അല്ലാഹു തന്നതാണ്. ഏറ്റവും ഉദാത്തമായ ഉത്തമമായ സൃഷ്ടി നമ്മളാണ്. ഷാഫി ഇമാം റളിയല്ലാഹു തആല അൻഹുവിന്റെ കുഞ്ഞുനാളിൽ നടന്ന ഒരു സംഭവം. ഒരു വീട്ടിൽ ഭാര്യ ഭർത്താവ് പരസ്പരം തർക്കത്തിലാണ്. ഭർത്താവ് പറഞ്ഞു, അല്ലാഹു ലോകത്ത് പടച്ചിരിക്കുന്നതിൽ ഏറ്റവും സൗന്ദര്യവും ഉത്തമരുമായ സൃഷ്ടി ഏതെന്ന് നീ എന്നോട് പറഞ്ഞു തരണം, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ ത്വലാഖ്. അങ്ങനെ പിന്നെ ആ ഭാര്യക്ക് പോകാനുള്ളത് എവിടെയാണ്? പള്ളിയിലെ ഉസ്താദിന്റെ അടുത്താണ്. നേരെ ബഹുമാനപ്പെട്ട മാലിക് ഉസ്താദിന്റെ ഹദറത്തിലേക്ക് ചെന്നു. റളിയല്ലാഹു അൻഹു അദ്ദേഹം ദറസെടുത്തുകൊണ്ടിരിക്കുകയാണ്. ചെന്ന ഉടനെ ചോദിച്ചു, പ്രിയപ്പെട്ട ഉസ്താദേ, അല്ലാഹു ലോകത്ത് പടച്ചിരിക്കുന്ന സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമരും ഉത്കൃഷ്ടരും ആരാണെന്ന് പറഞ്ഞില്ലെങ്കിൽ എന്റെ ജീവിതത്തിൽ വളരെ അപകടം സംഭവിക്കാൻ പോകും. ഉടനെ മാലിക് ഉസ്താദ് പറഞ്ഞു, എനിക്കൊന്ന് അതൊന്ന് വിചിന്തനം നടത്തി ഒരു പഠനം നടത്തി. മാലിക് ഉസ്താദ് പറഞ്ഞിരിക്കുന്നു, നോക്കണം. ഇറങ്ങി വരുമ്പോൾ ആ ക്ലാസിന് പുറത്ത് നിൽക്കുന്നവരാരാണ്? ആലിമു ഖുറൈശിൻ യംലൂ തിബാഖുൽ അർളി ഇൽമാ. ഒരു ഭൂഖണ്ഡം നിറയെ ഇൽമു കൊണ്ട് അല്ലാഹു അനുഗ്രഹിച്ച ഒരു പണ്ഡിതനുണ്ടെന്ന് ലോകത്തിന്റെ നായകൻ പറഞ്ഞ ബഹുമാനപ്പെട്ട ഇമാമുനാ ശാഫിഈ റഹിമഹുല്ലാഹ്. ശാഫിഈ ഇമാം കൊച്ചുകുട്ടിയാണ് റളിയല്ലാഹു തആല അൻഹു. ആ സഹോദരിയോട് പറയുകയാണ്, നിങ്ങൾ ഉസ്താദിനോട് ചോദിച്ച ചോദ്യത്തിന്റെ മറുപടി എന്റെ മനസ്സിന്റെ അകത്ത് അല്ലാഹു തോന്നിപ്പിച്ചു തരികയാണ്. അത് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം. ഉസ്താദ് പരിശോധന നടത്തി പറഞ്ഞു തരുന്ന മറുപടിയും ഞാൻ പറയുന്ന മറുപടിയും ഉറപ്പായും ഒന്നായിരിക്കും, സംശയമില്ല. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, والزيتون وطور سينين وهذا البلد الأمين لقد خلقنا الإنسان في أحسن تقويم. മഹത്തരമായ വസ്തുക്കളെ കൊണ്ട് സത്യം ചെയ്തുകൊണ്ട് കരുണക്കടലാര പടച്ചതമ്പുരാൻ പറയുകയാ, ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. ഒരു മനുഷ്യനെ അല്ലാഹു പടച്ചിരിക്കുന്നത്, ഒരു മനുഷ്യനെ പടച്ചതമ്പുരാൻ പടച്ചിരിക്കുന്നത് ഏറ്റവും ഉത്കൃഷ്ടമായ സൃഷ്ടിയുടെ രൂപത്തിലാണ്, ഭാവത്തിലാണ്. അതിനോട് തുല്യമായ മറ്റൊരു സൃഷ്ടിയില്ല, അതിനോട് സമമുള്ള മറ്റൊരു സൃഷ്ടിയില്ല. മനുഷ്യന്റെ തലച്ചോറ് പോലെ ലോകത്ത് സകലതും സർവ്വതും കേന്ദ്രീകരിച്ച് വെക്കാനുള്ള ഒരു യന്ത്രവും എന്റെ പ്രിയപ്പെട്ടവരെ, അത്യന്താധുനിക സജ്ജീകരണങ്ങൾ കാൽമുട്ടിൽ തട്ടിക്കളിക്കുന്ന രാജ്യങ്ങളുടെ വടിത്തട്ടിൽ മനുഷ്യന്റെ തലച്ചോറിനോളം തുല്യമായ ഇന്ന് വരെ ഒരു മനുഷ്യൻ പോലും കണ്ടുപിടിച്ചിട്ടില്ല. അങ്ങനെ മനുഷ്യന്റെ അവയവങ്ങൾ, മനുഷ്യന്റെ രോമകൂപങ്ങള്, മനുഷ്യന്റെ ചിന്തകൾ, മനുഷ്യന്റെ ശബ്ദങ്ങള്, ലോകത്തെ സകലതും എന്റെ പ്രിയപ്പെട്ടവര് അതിന്റെ കാൽക്കീഴിലാണ്, യാതൊരുവിധ സംശയവുമില്ല. ആ മനുഷ്യൻ തന്നെയാണ് ലോകത്തുള്ള പടച്ച സൃഷ്ടിചരാചരങ്ങളിൽ ഏറ്റവും ഉത്തമരെന്ന് ഉത്കൃഷ്ടരെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ. ആ മനുഷ്യനെ അങ്ങനെ ഉത്കൃഷ്ടരാക്കാൻ ഒരുപാട് സ്വഭാവ ഗുണങ്ങൾ ആ മനുഷ്യനുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മനുഷ്യന്റെ ചിരി. മനുഷ്യൻ ചിരിക്കാൻ കഴിവുള്ളവനാണ്. ലോകത്ത് ചിരിക്കാൻ അല്ലാഹു കഴിവ് കൊടുത്ത ഒരൊറ്റ വർഗം ഈ മനുഷ്യന്മാർ. വേറെ ആരെങ്കിലും ചിരിച്ചിട്ടുണ്ടോ? കോഴി ചിരിക്കൂല, ആട് ചിരിക്കൂല, പശു ചിരിക്കൂല, പട്ടി ചിരിക്കൂല, പൂച്ച ചിരിക്കൂല. ആരെങ്കിലും ചിരിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞു? ഞാനങ്ങനെ കേട്ടിട്ടില്ല, കേൾക്കാൻ പോണൂല്ലേ. ഇത് അള്ളാന്റെ ഹബീബ് വ്യക്തമാക്കിയ മനുഷ്യൻ. അതുപോലെ ചിരിക്കാനുള്ള കഴിവ് മനുഷ്യന് മാത്രം കൊടുത്തതുപോലെ വേറെ ഒരു കഴിവ് കൂടി മനുഷ്യന് മാത്രം കൊടുത്തിട്ടുണ്ട്. ചിന്തിക്കാനുള്ള കഴിവില്ല. ചിന്തിക്കാൻ ചില ജീവികളൊക്കെ ചിന്തിക്കുന്നതും ചിലപ്പോൾ നിങ്ങൾ ഉണ്ടായിരിക്കുമ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ചിലപ്പോൾ നിങ്ങൾ.
അതുപോലൊരു കഴിവ് അല്ലാഹു കൊടുത്തിട്ടുണ്ട്. ആർക്കാണ്? ഒരു ജീവിക്കും കഴിവില്ല നോക്കാൻ ഇസ്സമാ, മനുഷ്യനു മാത്രം റബ്ബ് ചെയ്ത തകറുമാ. ആകാശത്തിലേക്ക് നോക്കാനുള്ള കഴിവ്, ആകാശത്തിലേക്ക് നോക്കാനുള്ള കഴിവ് ലോകത്ത് അല്ലാഹു പടച്ച തമ്പുരാൻ ഒരു ജീവജാലങ്ങൾക്കും കൊടുത്തിട്ടില്ല. ആകാശത്തിലേക്ക് കൈ കണ്ണുകൾ ഉയർത്തി നോക്കാൻ അല്ലാഹു തൗഫീഖ് കൊടുത്തിട്ടുള്ള ഒരേ ഒരു വിഭാഗം മനുഷ്യർ മാത്രമാണ്. മനുഷ്യന് മാത്രമേ കഴിയൂ ആകാശത്തേക്ക് നോക്കാൻ. ഒരു ജീവിക്കും മുകളിലേക്ക് നോക്കി കണ്ണു തുറന്ന് നോക്കി നിൽക്കാൻ പറ്റും. എല്ലാം താഴോട്ടാണ്. അപ്പോ ആകാശത്തിലേക്ക് നോക്കാനുള്ള കഴിവ്, ചിരിക്കാനുള്ള കഴിവ്, അങ്ങനെ ധാരാളം കഴിവ് അതൊക്കെ മനുഷ്യന് മാത്രം അല്ലാഹു കൊടുത്തതാണ്. മാത്രമല്ല ഖുർആൻ പറയുന്ന വലഖദ് കറംനാ ബനി ആദം വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹരി വറസഖ്നാഹും മിനത് ത്വയ്യിബാതി വഫളൽനാഹും അലാ കസീരിൻ മിമ്മൻ ഖലഖ്നാ തഫ്ളീലാ. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയുകയാണ്, അല്ലാഹു പടച്ച തമ്പുരാൻ ആദം മക്കളെ ആദരിച്ചിരിക്കുകയാണ്. നമ്മെക്കുറിച്ചാണ് ഖുർആൻ പറയുന്നത്. സൂറത്തുൽ ഇസ്രാഇന്റെ ആയത്താണ്. വലഖദ് കറംനാ ബനീ ആദം, മനുഷ്യ മക്കളായ നമ്മെ അല്ലാഹു ആദരിച്ചിരിക്കുകയാണ്. വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹരി, അല്ലാഹു തആല കടലിലും കടൽക്കരയിലുമെല്ലാം എല്ലാം റഹ്മാനായ പടച്ച തമ്പുരാൻ നമുക്ക് വേണ്ടി ഒരുക്കി തന്നിരിക്കുകയാണ്. അല്ലാഹു എന്തെല്ലാം നമുക്ക് തന്നിരിക്കുകയാണ്. എത്ര കഴിവുകൾ, എത്ര അനുഗ്രഹങ്ങൾ, എത്ര അഭിലാഷങ്ങൾ ഒക്കെയും ഈ മനുഷ്യവർഗത്തിന് വേണ്ടി അല്ലാഹു വിധാനിച്ചു തന്നിരിക്കുന്നു. മാത്രമല്ല സൂറത്തുൽ ഇസ്രാ പറയുകയാ വഫളൽനാഹും അലാ കസീരിൻ മിമ്മൻ ഖലഖ്നാ തഫ്ളീലാ. ഈ ലോകത്ത് പടച്ചു പോയിട്ടുള്ള സകല സൃഷ്ടികളെക്കാളും സരാചരങ്ങളെക്കാളും അല്ലാഹു ഈ മനുഷ്യനെ അല്ലാഹ് പറയുന്നു നാം അവനെ ശ്രേഷ്ഠമാക്കിയിരിക്കുകയാണ്, ശ്രേഷ്ഠവാനാക്കിയിരിക്കുകയാണ് അല്ലാഹു മനുഷ്യവർഗത്തെ. ഈ മനുഷ്യവർഗത്തെ കുറിച്ച് അല്ലാഹുവിന്റെ ഹബീബ് അവസാന ഹജ്ജ്, വിടവാങ്ങൽ ഹജ്ജിൽ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഇന്ന ദിമാഅക്കും വഅംവാലക്കും ഹറാമുൻ അലൈക്കും ഇലാ തൽഖൂ റബ്ബക്കും കഹുർമതി യൗമിക്കും ഹാദാ ഫീ ശഹരിക്കും ഹാദാ ഫീ ബലദിക്കും ഹാദാ. അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് ചോദിച്ചതാ, ഈ നാടേതെന്നറിയുമോ, ഈ മാസം ഏതെന്നറിയുമോ, ഈ ദിവസം ഏതെന്നറിയുമോ? ഈ ദിവസം പോലെ, നാടുപോലെ, മാസം പോലെ, ഈ മക്ക പോലെ പരിശുദ്ധമായ പവിത്രമായ ഒന്നാണ് മാനുഷിക ബന്ധങ്ങളെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മനുഷ്യന്റെ മനസ്സ് നോവുന്നത് കഅബാലയത്തെ വേദനിപ്പിക്കുന്നതിന് തുല്യമാണ്. ഏറ്റവും ഉത്കൃഷ്ടരായി അല്ലാഹു പടച്ച മനുഷ്യവർഗം പരസ്പരം കുത്തിനോവിക്കുന്നത്, പരസ്പരം വേദനിപ്പിക്കുന്നത്, പരസ്പരം തമ്മിലടിക്കുന്നത്, ഛിന്ന ഭിന്നമായി ഈ സമുദായത്തിന്റെ പള്ളിക്കകത്ത് പോലും ചോരയൊഴുപ്പ് നടത്തുന്നത് കഹുർമതി യൗമിക്കും ഹാദാ. ഈ ദിവസം പോലെ നിങ്ങൾ ഗൗനിക്കേണ്ട കാര്യമാണ്. അല്ലാഹുവിന്റെ ഹബീബ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സമാപന ഹജ്ജിൽ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞിട്ട് പോയതാണ്. എത്രത്തോളം പരിശുദ്ധമാണ് മാനസിക ബന്ധം. ഒരു വിശ്വാസിയുടെ മനസ്സിനെ വേദനിപ്പിക്കുന്നത് കഅബാലയത്തെ നുള്ളി നോവിക്കുന്ന പോലെ തുല്യമായ ഒരു ശിക്ഷയാണ്. അതുകൊണ്ട് ഇന്ന് ഈ മുസ്ലിം സമുദായത്തിന് ഒന്നിനും ഒരു കുറവും അല്ലാഹു വരുത്തിയിട്ടില്ല. പിന്നെ എന്താണ് നമുക്ക് നഷ്ടം വന്നു പോയത്? നമുക്ക് നഷ്ടം വന്നുപോയത് എന്താണെന്നറിയുമോ? ആ നഷ്ടം വന്നുപോയതിനെ തിരിച്ചെടുക്കാനാണല്ലോ ഈ വിജയപ്പെട്ട സ്ഥലത്ത് തിരഞ്ഞെടുത്തത്. ആ നഷ്ടം വന്നുപോലെ സ്വഭാവം നമുക്ക് തിരിച്ചെടുക്കാനാണ്. തിരുവനന്തപുരം ജില്ലയുടെ കടിക്കൂട്ടം എന്ന് പറയുന്ന സ്ഥലത്ത് അപകടം സംഭവിച്ച ശരീരത്തിലൂടെ രക്തം വാർന്നൊഴുകിയിട്ട് ഒരു പ്രിയപ്പെട്ട സഹോദരൻ റോഡിൽ കിടന്ന് നിലവിളിച്ചത് നിങ്ങൾ കണ്ടു കാണും, കേട്ട് കാണും.
വഴിയേ പോകുന്ന സകലരോടും അയാൾ പറയുകയാണ്, എനിക്ക് എഴുന്നേക്കാൻ കഴിയുന്നില്ല, എന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമോ എന്ന് ചോദിച്ച് പൊട്ടിക്കരഞ്ഞപ്പോൾ എല്ലാവരും വട്ടം കൂടി നിന്നുകൊണ്ട് മൊബൈലിലൂടെ ആ ദയനീയകരമായ ചിത്രം ഇങ്ങനെ ഒപ്പിയെടുക്കുന്നതല്ലാതെ അയാളെ ഒന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ ഒരുങ്ങുന്നില്ല. പൈസ ഇല്ലാത്തത് കൊണ്ടാണോ എന്നെ കൊണ്ടുപോകാത്തതെന്ന് ചിന്തിച്ചുകൊണ്ട് ആ പ്രിയപ്പെട്ട സഹോദരൻ തന്റെ പോക്കറ്റിൽ നിന്ന് നോട്ട് കെട്ടുകൊടുത്ത് പുറത്ത് കാണിച്ചിട്ട്, കാശ് ഞാൻ തരാ, പക്ഷേ എനിക്ക് കഴിയുന്നില്ല, എന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് ആ മനുഷ്യന്റെ ശരീരം ഒന്ന് ചുമന്നുകൊണ്ട് പ്രസവിച്ച പ്രിയപ്പെട്ട ഉമ്മ തന്റെ പ്രിയപ്പെട്ട കുഞ്ഞിനെ റെയിൽവേ ട്രാക്കിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോ ആ പ്രസവിച്ച കുഞ്ഞിനെ പിന്നെ സാരിയുടെ ചാലിന്റെ ഭാഗം കൊണ്ട് കഴുത്തിൽ വരിഞ്ഞു മുറുക്കിയിട്ട് ആ ചോരക്കുഞ്ഞിനെ കൊന്നു കഴിയുന്ന ഉമ്മമാരുടെ കാലഘട്ടത്തില് ഉൾപ്പറത്തിൽ സ്നേഹിക്കാറിയാറ് പ്രിയപ്പെട്ട ഉമ്മമാരെ 90-95 വയസ്സ് പ്രായമായ ഉമ്മമാര് പട്ടിയെ വളർത്തുന്ന കുഞ്ഞകത്ത് അടച്ചിട്ടിട്ട് അവർക്ക് കൊടുക്കുന്ന ഭക്ഷണം പോലും ഭാര്യ വലിച്ചെറിഞ്ഞു കൊടുക്കുന്ന ഈ മക്കളുടെ കാലഘട്ടത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ ഈ സമുദായത്തിന് നഷ്ടപ്പെട്ടു പോയതെന്നറിയോ? കാരുണ്യവും പരസ്പര സ്നേഹവുമാണ്. അതാണല്ലോ ഒരു മാനുഷിക മുഖം. നമുക്ക് നഷ്ടപ്പെട്ടു പോയത് അതാണ്. ആ ഒരു കരുണയും പരസ്പര സ്നേഹവും ആ ഒരു സന്തോഷവും നമുക്ക് നഷ്ടപ്പെട്ടു. നമ്മളൊക്കെ സ്നേഹിക്കുന്നത് മനുഷ്യനെയല്ല, പണത്തിനെയാണ്. ഉമ്മയും ഉപ്പയും അവർക്ക് 4 മക്കളുണ്ടെങ്കിൽ ഈ ഉമ്മാക്കും ഉപ്പാക്കും ഏറ്റവും വെറുപ്പെന്താ? കാലിണക്കി കൊള്ളാത്ത മോന്റെ വെറുപ്പ്. കാശുള്ള മക്കളോട് ഉമ്മാക്കോട് എന്റെ മൂത്തമൻ വരെ ആ കസേരട്ട് കൊടുക്കണോ, വലിയ സ്നേഹം. ഒരു ജോലിയില്ല, ഒരു പാവപ്പെട്ടവനുണ്ട്, അവനോട് ഉമ്മാക്കും പാപ്പാക്കും വലിയ വെറുപ്പാണ്. അവരോട് ഉമ്മാക്കും ഉമ്മയുടെ കാര്യം പറയുന്നേ, ഉമ്മയുടെ കാര്യം. മക്കളോട് എത്ര തെറ്റ് ചെയ്താലും പുറത്തു കൊടുക്കാൻ മനസ്സുള്ള ഉമ്മ പോലും ഈ കാലഘട്ടത്തിൽ ആ ഒരു രീതി സ്വീകരിക്കുമ്പോ നഷ്ടപ്പെട്ടു പോയില്ലേ പ്രിയപ്പെട്ടവരെ? ആ സ്നേഹം പണത്തിനു വേണ്ടി, സൗന്ദര്യത്തിനു വേണ്ടി ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കും, പണത്തിനു വേണ്ടി ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കും. മാതാപിതാക്കളെ സ്നേഹിക്കുന്ന മക്കളും അങ്ങനെ തന്നെയല്ലേ? വാപ്പ മരിച്ചാൽ കരയാത്ത പ്രിയപ്പെട്ട മോളുടെ ലാപ്ടോപ്പ് കേടായാൽ ഇരുന്ന് കരയുകയാണ്. വാപ്പ മരിച്ചിട്ട് കരഞ്ഞില്ല. കുഞ്ഞിന് കളിക്കാനുള്ള ബോള് പൊട്ടുമ്പോ കുഞ്ഞ് കരയുന്നു, ഉമ്മ കിരട്ടി വീണിട്ട് കുഞ്ഞ് കരയണില്ല. സ്നേഹം ഈ രീതിയിലൂടെ ചില കാര്യങ്ങളിലേക്ക്, ചില വസ്തുക്കളിലേക്ക് സ്നേഹം മാറുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ തന്റെ സഹാബത്തിനോട് ചോദിച്ചതാ, ഇന്ന മിൻ ഇബാദില്ലാഹി ലൗനാ, ഇന്ന മിൻ ഇബാദില്ലാഹി ലൗനാ. ഒരു വിഭാഗം ജനങ്ങളുണ്ട് സഹാബത്തെ, ഒരു വിഭാഗം ജനങ്ങളുണ്ട് സഹാബത്തെ, അവർ നാളെ പരലോകത്ത് ഏറ്റവും വലിയ പ്രകാശമുള്ളവരായിരിക്കും. വഇന്ന വുജൂഹും ലനൂർ വഇന്നഹും അലാ നൂർ. അവരുടെ മുഖം മാത്രമല്ല, അവര് പോലും പ്രകാശത്തിന്റെ പ്രോജ്വല പ്രഭയായിരിക്കും സഹാബത്തെ. അവരാരായിരിക്കുമെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കഴിയുമോ എന്ന് അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുമ്പോ സഹാബത്ത് പറയുന്ന നബിയെ, അവർ അമ്പിയാക്കളാണോ? ആദമുൻ ഇദ്രീസു നൂഹുൻ ഹുദുമ സ്വലീഹു ഇബ്രാഹീമു കുല്ലും മുത്തബഅ. പ്രവാചകന്മാരാണോ നബിയെ? ഈ സമുദായത്തെ ഒരുപാട് കഷ്ടപ്പെട്ട് ഈ സമുദായത്തെ സമുദ്ധരിക്കാൻ വേണ്ടി പരിശ്രമിച്ച പ്രവാചകന്മാരാണോ നബിയെ? അല്ലാഹു റസൂൽ പറഞ്ഞു അല്ല. പരലോകത്തെ ഏറ്റവും അധികം പ്രകാശപൂരണം, പ്രകാശത്തിന്റെ പ്രഭയുമായി വരുന്ന വിഭാഗം പ്രവാചകന്മാരല്ല. അവർക്ക് പ്രകാശമുണ്ട്, ഇല്ലാന്നല്ല. പക്ഷെ ഞാൻ ഈ പറഞ്ഞ വിഭാഗം അവരല്ല. വീണ്ടും അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബത്ത് ചോദിച്ചു, നബിയേ, അവര് ശുഹദാക്കളാണോ നബിയേ? അവര് ശുഹദാക്കളാണോ റസൂലേ? അടക്കളത്തിൽ പടപൊരുതി പോരാടി എല്ലാം മറന്നുകൊണ്ട് ശരീരത്തിന്റെ രോമകൂപങ്ങൾ പോലും അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി സമർപ്പിച്ചു കൊടുത്ത് ശുഹദായിന്റെ പച്ചക്കോട്ടണിഞ്ഞുകൊണ്ട് സ്വർഗത്തിന്റെ അരുവികൾക്ക് മുകളിലൂടെ പാറിപ്പറക്കുന്ന ശുഹദാക്കളാണോ നബിയേ? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, അല്ല, അവരുമല്ല. ശുഹദാക്കൾക്ക് പ്രകാശമുണ്ട്, പക്ഷേ ഞാൻ ഈ പറഞ്ഞ വിഭാഗം ശുഹദാക്കളല്ല, അമ്പിയാക്കളല്ല. പിന്നെ ആരാ?
പിന്നെ ആരാണ്? വഇന്ന വുജൂഹും ലനൂർ, അവരുടെ മുഖം വല്ലാത്ത പ്രകാശമാണ്. വഇന്നഹും അലാ നൂർ, അവരും വല്ലാത്ത പ്രകാശത്തിലാണ്. ഇതാരാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുകയാ. തഹബൂ ബിറൂഹില്ലാഹ് അലാ ഗൈരി റുഹാമിൻ ബൈനഹും, പരസ്പരം സ്നേഹിക്കുന്നവരാണ്. ആർക്കു വേണ്ടി? പണത്തിന് വേണ്ടിയല്ല, അധികാരത്തിന് വേണ്ടിയല്ല, പ്രസ്ഥാനത്തിന് വേണ്ടിയല്ല, സംഘടനക്ക് വേണ്ടിയല്ല, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയല്ല, കസേരകൾക്ക് വേണ്ടിയല്ല, പരസ്യങ്ങൾക്ക് വേണ്ടിയല്ല, പണത്തിന് വേണ്ടിയല്ല. പിന്നെയോ ഏറ്റവും അധികം അവർ പരസ്പരം സ്നേഹിക്കുന്നത് അല്ലാഹുവിന് വേണ്ടിയിട്ട്, അള്ളാഹുവിന് വേണ്ടി പരസ്പരം. ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുന്നതും മാതാപിതാക്കൾ മക്കളെ സ്നേഹിക്കുന്നതും ഗുരുനാഥന്മാർ ശിഷ്യന്മാരെ സ്നേഹിക്കുന്നതും ഒക്കെ എല്ലാം പരസ്പരം കൂട്ടുകൂടുന്നതും കൂട്ടാവുന്നതും ഒക്കെ അള്ളാഹുവിന് വേണ്ടി പരസ്പരം സ്നേഹിക്കുന്നവരാണ്. അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി പരസ്പരം ഇഷ്ടപ്പെടുന്നവർ. ആ ഒരു വിഭാഗത്തിന് പ്രവാചകന്മാരെ പോലെ ശുഹദാക്കളെ പോലെ പ്രകാശിക്കുന്ന പരിശുദ്ധ മുഖം അള്ളാഹു പടച്ചത് നാളെ പരലോകത്ത് കൊടുക്കുമെന്ന്. അള്ളാഹു ആ ഒരു പരിശുദ്ധി ഈ നാട്ടിലുള്ള ബദരിയ സംഘത്തിന്റെ കൂടെ ചേർന്ന് നേടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അള്ളാഹുവിന് വേണ്ടി ഇഷ്ടപ്പെടുമ്പോൾ, അള്ളാഹുവിന് വേണ്ടി പരസ്പരം സ്നേഹിക്കുമ്പോൾ, നമ്മുടെ അടുത്ത് താമസിക്കുന്ന ഒരു പ്രിയ കൂട്ടുകാരൻ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അത് നിന്റെ മനസ്സിലെ ഏറ്റവും വലിയ സങ്കടമായവന് തോന്നുകയാണ്. ഫലസ്തീനിലെ പാവപ്പെട്ട മക്കള് പട്ടിണി കിടന്ന റമളാനിന്റെ രാത്രികളുണ്ടല്ലോ, ഇത്തപ്പഴം പോലും കഴിക്കാൻ കൈവെള്ളയിൽ കിട്ടാതെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇരുമ്പ് ചവയ്ക്കുന്ന പൈപ്പ് വെള്ളം കുടിച്ചുകൊണ്ട് നോമ്പ് പിടിച്ച ഫലസ്തീനിന്റെ മക്കളെ ഓർക്കാതെ സൗദി അറേബ്യയുടെ വിലപിടിപ്പുള്ള കാണിക്ക കൊണ്ട് എറണാകുളം ജില്ലയിൽ നോമ്പ് തുറന്നവനെ, നിന്റെ മനസ്സിലേക്ക് ആ നന്മ നഷ്ടപ്പെട്ടു പോയിരിക്കും. അല്ലാഹു തിരിച്ചു തരട്ടെ. നമ്മുടെ സഹോദരിമാരെ നോമ്പ് തുറക്കുന്നത് വലത്തെ കയ്യിൽ ഈത്തപ്പഴവും ഇടത്തെ കയ്യിൽ അന്നാട്ടോൺ വെച്ചിട്ടാണ്. അന്നാട്ടോൺ എന്ന് പറഞ്ഞാൽ അറിയോ? ഗ്ലാമർ കൂടാനുള്ള മരുന്നാണ്. സഹോദരി മുപ്പാപ്പമാരൊക്കെ ഉമ്മാമാക്കും വാങ്ങിക്കൊണ്ട് കൊടുക്കുന്നതാ. കഴിക്കടി വയസ്സ് 60 ആയെങ്കിലും ഒന്നുണ്ടാവുന്ന ഒരു ചുറുചെറുക്ക് ഉണ്ടാവുന്ന നോക്കട്ടെ, അന്നാട്ടോൺ കഴിക്കണം. അതിനൊക്കെ വലിയ ആവേശമാണ്. അള്ളാഹുവിനെ പോലും ചിലപ്പോ രാത്രി പിന്നെ രാവിലെ ഒക്കെ അത്താഴത്തിന്റെ സമയത്തൊക്കെ ഇതിനോടാണ് താല്പര്യം. കഷ്ടപ്പെടുന്നവരുടെ നൊമ്പരം അറിയാൻ നമ്മുടെ സുഖങ്ങൾക്ക് മറവിൽ നമുക്ക് സാധിക്കും. നമ്മുടെ പള്ളികളൊക്കെ റമദാൻ എന്ന് പറഞ്ഞാൽ എന്താ വില കൂടിയ ഭക്ഷണം 5 മണിയാകുമ്പോ പ്ലേറ്റ് നിറഞ്ഞ് നിരന്നിരിക്കും. ഒരു പ്ലേറ്റിന്റെ 4 ഭാഗത്തും പല വിധത്തിലുള്ള ഭക്ഷണങ്ങൾ ഇങ്ങനെ ആ പൂക്കുടയുടെ മൂടലിൽ അരിഞ്ഞ് വളരെ ഭംഗിയായിട്ട് ഇങ്ങനെ 4 മണിയാകുമ്പോ അതിൽ വന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. പടച്ചവനെ, ഇന്ന് എത്രക്കാ അരിയാരെ? ഇന്ന് 6:39. അതെന്താ ഈ വർഷം അങ്ങനെ നോക്കിയിരിക്കുക. പിന്നെ എല്ലാ പള്ളികളിലും സമൂഹ നോമ്പ് തുറയാണ്. സ്വാമിമാരെയും ഈ ക്രിസ്ത്യൻ അച്ഛന്മാരെ, ഇവിടെയൊക്കെ ധാരാളം ക്രിസ്ത്യൻ അച്ഛന്മാരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ വിളിച്ചുകൊണ്ട് വന്ന് 4 മണിക്കേ കൊണ്ടിരുത്തിയിട്ട് ഈ സാധനം ഇങ്ങനെ മുമ്പ് വെക്കും. അവരിങ്ങനെ ആലോചിക്കും, ഇത് വല്ലാത്ത അതാവാണ്, എന്താ ഇത് കഴിക്കത്തുമില്ല. ഇങ്ങനെ നോക്കി അതിന്റെ മുമ്പ് നോക്കിയിട്ട് പ്രസംഗിക്കണം. മുസ്ലിം സമുദായം ഈത്തപ്പഴത്തിൽ നോക്കി. അപ്പൊ അത് എനിക്ക് താല്പര്യമില്ലാത്ത കാര്യമാണ്. നമ്മള് സമൂഹത്തെ സ്നേഹിക്കുന്നവനാണ് ഞാൻ. മറ്റു മതങ്ങളെ പിന്നെ എല്ലാ കാര്യത്തിലും അവരോട് സൗഹാർദ്ദപരമായി സഹകരിക്കണം, സ്നേഹിക്കണം. പ്രത്യേകിച്ച് ഈ നാട്ടിലൊക്കെ ധാരാളം ക്രിസ്ത്യാനികളായ സഹോദരങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളിങ്ങനെ ഒരു മോഡലിന് വേണ്ടിയിട്ടാണ്. ചാനലിലൊക്കെ നല്ല കവറേജ് കിട്ടണം, പത്രത്തിന്റെ ഫ്രണ്ടിൽ വരണം, അതൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സമൂഹ നോമ്പുതറ സംഘടിപ്പിക്കുമ്പോ ആ വാങ്ങിയ ലക്ഷക്കണക്കിന് രൂപയുടെ നോമ്പുതറയുടെ ഭക്ഷണങ്ങളിൽ നിന്ന് എന്റെ പ്രിയമുള്ളവരെ, ഒരാൾ 1 രൂപ മാറ്റിവെച്ചിരുന്നെങ്കിൽ, ഒരാൾ 1000 രൂപ മാറ്റിവെച്ചിരുന്നെങ്കിൽ എത്രയോ പള്ളികൾ നമ്മുടെ കേരളത്തിന്റെ മുക്കുമൂലകളിൽ പാവപ്പെട്ട കൂലിവേലക്കാർ മാത്രം നിസ്കരിക്കാൻ ചെല്ലുന്ന എത്രയോ പള്ളികളിൽ റമളാൻ മാസത്തിന്റെ മാരിവിന്റെ സമയത്ത് കഞ്ഞി പോലുമില്ല. പ്രിയപ്പെട്ടവരെ, കഞ്ഞി കുടിക്കാൻ പോലും നിവർത്തിയില്ല. നിസ്കരിക്കാൻ വരും അവരവരുടെ വീടുകളിലേക്ക്. നിവർത്തിയില്ല. പള്ളിയിൽ കൊണ്ടുവന്നിട്ട് അങ്ങനെ കുറച്ച് ഈത്തപ്പഴം വിതരണം, അതൊന്നും നമ്മളറിയൂല. ഒക്കെ നമ്മുടെ പള്ളി കിടലോ ആയിരിക്കും. അപ്പുറത്തെ പള്ളിയെക്കാളും പെട്ടപ്പെട്ട പ്രാവശ്യം നമ്മുടെ പള്ളി തന്നെ ടോപ്പ് 27 അവന് കലക്കീര നമ്മുടെ പള്ളിക്ക് അങ്ങനെ ഒരു റെക്കോർഡ് കിട്ടാനാണ് താല്പര്യം. എന്നിട്ട് കമ്മിറ്റിക്കാർക്ക് പറയണം, നമ്മൾ കമ്മിറ്റിയിലിരുന്ന റമദാനാണ്, അടിപൊളി റമദാൻ, നിന്നെ കൊണ്ടൊന്നും പറ്റൂലടാ എന്ന് പറയും. അതിനുവേണ്ടി കുറേ കമ്മിറ്റി
സമുദായ സ്നേഹികളായ പരിപാലകർ നമ്മുടെ പള്ളികളുണ്ടെങ്കിൽ എന്തൊക്കെ അവർക്ക് ചെയ്യാൻ കഴിയുമായിരുന്നു, എന്തൊക്കെ ചെയ്യാൻ അവർക്ക് സാധിക്കുമായിരുന്നു. അതുകൊണ്ട് അല്ലാഹു പടച്ചതമ്പുരാൻ നാളെ പരലോകത്ത് മഹ്ശറാവൻ സഭയിൽ എല്ലാ മനുഷ്യരും ഒരുമിച്ചുകൂടി നിൽക്കുന്ന തലകളിലേക്ക് മണ്ണ് വാരിയിട്ടുകൊണ്ട് പൊട്ടിക്കരയുന്ന ആഖിറമില്ലേ, അവിടെ അല്ലാഹു വിളിച്ചു ചോദിക്കുകയാണ്, ഐനൽ മുതഹാബൂന ബിജലാലി, എനിക്ക് വേണ്ടി പരസ്പരം ഇഷ്ടപ്പെട്ടവരെവിടെ, എനിക്ക് വേണ്ടി പരസ്പരം സ്നേഹിച്ചവരെവിടെ, അലിയോ മൗദില്ലുഹും ഫീ ദുല്ലി, ഇന്നേ ദിവസം ഞാൻ അവർക്ക് തണല് കൊടുക്കുകയാണ്. എനിക്ക് വേണ്ടി ഇഷ്ടപ്പെട്ടവരെവിടെ, എനിക്ക് വേണ്ടി പാവപ്പെട്ടവനെ സഹായിച്ചവരെവിടെ, എനിക്ക് വേണ്ടി സാധുവാര യതീം കുട്ടിയുടെ കല്യാണത്തിന് പോയിട്ട് ഒരു 2 പവന്റെ സ്വർണ്ണാഭരണം ആരും അറിയാതെ കൈമാറിയവനെവിടെ, ക്യാൻസർ രോഗം വന്ന് മരുന്ന് വാങ്ങാൻ നിവർത്തിയില്ലാതെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആത്മഹത്യക്ക് വേണ്ടി കയറിൽ കുരുക്കിട്ടുകൊണ്ട് കഴുത്തിലേക്ക് വെക്കുമ്പോ 2 ലക്ഷം രൂപയുടെ ചെക്കുമായി അവന്റെ മുന്നിലേക്ക് ചെന്ന് സഹായിക്കാൻ മനസ്സുള്ള മനസാക്ഷിയുള്ളവനെവിടെ, പേരിന് വേണ്ടിയല്ല, പ്രശസ്തിക്ക് വേണ്ടിയല്ല, പത്രത്തിൽ വരാൻ വേണ്ടിയല്ല, പവറിന് വേണ്ടിയല്ല, ഐനൽ മുതഹാബൂന ബിജലാലി എന്ന് വിളിച്ചു ചോദിച്ചിട്ട് അല്ലാഹ് പറയുന്നു, അലിയോ മൗദില്ലുഹും ഫീ ദുല്ലി, ഇന്നേ ദിവസം നിങ്ങൾക്ക് ഞാൻ എന്റെ അർശിന്റെ തണൽ തരികയാണ്. അർശിന്റെ തണൽ അല്ലാഹ് ഇഷ്ടപ്പെട്ടവർക്ക് മാത്രം കൊടുക്കുന്നതാ. തള്ളക്കോടി കുഞ്ഞുങ്ങളെ ചിറകിനടിയിൽ ഒതുക്കി വെക്കും സ്നേഹത്തോടെ. അതുപോലെ അല്ലാഹു സ്നേഹനിധികളായ തന്റെ അടിമകളെ തന്റെ ചിറകിന്റെ താഴെ ഒതുക്കി നിർത്തുന്നതാണ് അർശിന്റെ തണൽ. رجلان في الله الكريم تحاببا بحال افتراق منه ما وصالي, അല്ലാഹുവിന് വേണ്ടി പരസ്പരം ഇഷ്ടപ്പെട്ട, പരസ്പരം സ്നേഹിച്ച കൂട്ടുകാരെവിടെ, യുവാക്കളെവിടെ, സ്നേഹിതന്മാരെവിടെ, അവരാണ് അർശിന്റെ താഴെ എത്തുന്ന വിഭാഗം. അല്ലാഹു ആ വിഭാഗത്തിൽ ഉൾപ്പെടാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് ഈ സ്നേഹം തിരിച്ചു പിടിക്കാൻ, ഈ സമുദായത്തിന് നഷ്ടപ്പെട്ടു പോലെ സ്നേഹം തിരിച്ചു പിടിക്കാൻ, കാശുള്ള ഭർത്താവ് കിട്ടിയപ്പോ സന്തോഷിച്ച പെണ്ണ്, ആ ഭർത്താവിന്റെ ഗൾഫ് ജീവിതം നഷ്ടമായി, ആ ഭർത്താവിന്റെ പണമില്ലാതാകുമ്പോ അയൽവാസിയാരെ അതിനേക്കാൾ സമ്പന്നനായ കാമുകന് ഫോണിലൂടെ മിസ് കോൾ അടിച്ച് മെസ്സേജ് അയച്ചിട്ട് സ്നേഹം പങ്കുവെക്കുന്ന പെണ്ണ്, പണം എവിടെയുണ്ടോ അവിടെ ആടാനും പാടാനും നൃത്തം ചെയ്യാനും ഒരുങ്ങിയിറങ്ങുന്ന സമുദായമേ, നമുക്ക് നഷ്ടപ്പെട്ടു പോയ സ്നേഹത്തെ തിരിച്ചു പിടിക്കാം. അപ്പോ എല്ലാ പുരോഗമനങ്ങളുമുള്ള നമ്മുടെ നാട്ടിൽ നഷ്ടപ്പെട്ടു പോയ ആ സ്നേഹത്തെ നമുക്ക് തിരിച്ചു കൊണ്ടുവരണം. ആകാശത്ത് പറവകളെ പോലെ പറക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്, പക്ഷെ ഭൂമിയിൽ ഒരു മനുഷ്യനെ പോലെ ജീവിക്കാൻ ഒരാള് സുഖമില്ലാതെ വഴിയിലിരിക്കുന്നു, ഇല്ലെങ്കിൽ ഒരാളുടെ വാഹനം വഴിയിൽ മറിഞ്ഞു ഓടയിൽ കിടക്കാണ്, ഒന്ന് എടുത്ത് റോഡിലേക്ക് വെക്കണം, എല്ലാരും ചെന്നിട്ട് മൊബൈൽ അങ്ങോട്ട് എടുത്തിട്ട് ക്ലിക്കോ ഫോട്ടോ എടുത്ത് അങ്ങനെ ഉണ്ടല്ലേ ആ സെറ്റപ്പിൽ. ഇന്നാള് കണ്ടതിന് അത്രയില്ല, ഇന്നാളത്തെ ആണെങ്കിൽ പിന്നെ തല രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുക, ഇതല്ലോ അങ്ങനെ നോക്കി ഫോട്ടോ എടുത്തുകൊണ്ട് പോകാനല്ലാതെ ഒന്ന് സഹായിക്കാനുള്ള മനസ്സ് നഷ്ടപ്പെട്ടു പോയല്ലോ പലർക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ സ്നേഹത്തിലേക്ക് തിരിച്ചു വരിക. അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചതാണല്ലോ അത്. മരുഭൂവിലൊരു വഴിയോരത്ത് മഹ്മൂദർ പോകുന്ന നേരത്ത് വിറകുമടിയുടെ ചാരത്ത് ഇരിപ്പാണ് പാപമൊരുമാമ, വെയിലിന്റെ കൊടുമയിൽ തളർന്നല്ലോ, വെള്ളം പോലും കുടിക്കുവാനില്ലല്ലോ. ഹബീബ് വിറക് കെട്ടി ചുമന്നു സ്വന്തം തലയിൽ വെച്ച് ഉമ്മയുടെ വീട്ടിലേക്ക് നടന്നുപോയി. ഉമ്മ പറഞ്ഞു, മുഹമ്മദ് എന്ന് പറഞ്ഞ ഒരു പഹൽ ഇറങ്ങിയിട്ടുണ്ട്, അവനെ നീ ഗവനിക്കല്ല മോനെ, നീ നല്ലോനാ, ഞാനാണ് ആ മുഹമ്മദ് ഉമ്മ എന്ന് പറഞ്ഞപ്പോ മറുപടി അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അന്നക റസൂലുള്ളാഹ്. ഈ മാതൃക ചവിട്ടിപ്പേച്ച സമുദായമേ, നിങ്ങൾ ചിന്തിച്ചോ, ഞാനും എന്റെ ഭർത്താവും എന്റെ മക്കളും, ഞാനും എന്റെ ഭാര്യയും എന്റെ മക്കളും, അതിനപ്പുറത്തേക്ക് ഒരു ചിന്തയുമില്ല. അയൽവാസി എത്ര പട്ടിണി കിടന്നാലും എനിക്കെന്താ, അവർ ചെയ്തതല്ലേ തെറ്റിന്റെ പേരിൽ അവർ അനുഭവിക്കുന്നതല്ലേ, അയൽവാസിയുടെ കുടുംബക്കാരെ നശിച്ചു പോയാൽ എനിക്കെന്താ, അവർക്ക് ക്യാൻസർ വന്നാൽ എനിക്കെന്താ, അവർക്ക് ട്യൂമർ വന്നാൽ എനിക്കെന്താ, എന്റെ കുടുംബമാണ് വരുന്നു പറഞ്ഞ് സ്വാർത്ഥമതികളുടെ ആ രൂപങ്ങളായി ചിന്തിച്ചു ജീവിക്കുന്നവരെ,
അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മൻ അഹബ്ബ ലില്ലാഹ് വമൻ അബ്ഗദ ലില്ലാഹ് വമൻ അഅതാ ലില്ലാഹ് ഫഖദ് ഇസ്തക്മലൽ ഈമാൻ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അല്ലാഹുവിന് വേണ്ടി ആര് പരസ്പരം ഇഷ്ടപ്പെടുന്നുവോ, അല്ലാഹുവിന് വേണ്ടി ആര് പരസ്പരം കോപിക്കുന്നുവോ, അല്ലാഹുവിന് വേണ്ടി ആര് പരസ്പരം നൽകുന്നുവോ കൊടുക്കുന്നുവോ, ഫഖദ് ഇസ്തക്മലൽ ഈമാൻ, അവർ ഈമാൻ പരിപൂർണമാക്കിയവരാണ് എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സലാത്ത് ശരിക്ക് ചെല്ലണം. ശരിയെങ്കിലും അടി കുറവുള്ളത് എറണാകുളം ജില്ലയിലാണ്, ബാക്കി എല്ലാ ജില്ലയിലും നല്ല തകർത്താടിക്കൊണ്ടിരിക്കും. എല്ലാത്തിന്റെ പേരിലും സലാത്തിന്റെ പേരിലും ശാഖാപരമായ വിഷയങ്ങളുടെ പേരിലൊക്കെ ഏറ്റവും കൂടുതൽ അടി കുറവുള്ളത് എറണാകുളം ജില്ലയിൽ. തുടങ്ങിയൊന്നൊരു ഡൗട്ടുണ്ട്, സലാത്തിന് ശക്തി കുറഞ്ഞപ്പോ അന്ന് കുറയ്ക്കരുത്. ബദരിയ സംഘം എന്നാണ് പേര്. ബദരിയ സംഘം എന്നുള്ള പേരിന്റെ പരിപാടിയും ബദർ പോലെ ആ ഭംഗിയും ആ സുഖവും ആ സുഗന്ധവും ആ പരിപാടിയും അപ്പോ ആ സ്നേഹം തിരിച്ചു പിടിക്കും. നമുക്ക് നഷ്ടപ്പെട്ടു പോയ ആ സ്നേഹം പരസ്പരം നമ്മൾ അല്ലാഹുവിന് വേണ്ടി ഇഷ്ടപ്പെടാം. ഒരാളെ സഹായിക്കുന്നത്, ഒരാളെ സംരക്ഷിക്കുന്നത്, ഒരാളെ സ്നേഹിക്കുന്നത് ഒക്കെ പടച്ചറപ്പിന് വേണ്ടിയിട്ടാവാം. അതിനൊരു മരുന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു തരുന്നു. ലാ തദ്ഖുലുൽ ജന്നത ഹത്താ തുഅ്മിനൂ, നിങ്ങൾ വിശ്വസിക്കുന്നത് വരെ നിങ്ങളാരും സ്വർഗത്തിൽ കടക്കുകയില്ല. നിങ്ങൾ എന്തൊക്കെ നന്മ ചെയ്താലും നിങ്ങൾക്ക് സ്വർഗം കിട്ടണമോ നിങ്ങൾ വിശ്വസിക്കണം. വലാ തുഅ്മിനൂ ഹത്താ തഹബ്ബൂ, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നത് വരെ നിങ്ങൾ വിശ്വാസികളാവുകയില്ല. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നത് വരെ നിങ്ങൾ വിശ്വാസികളാവുകയില്ല. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അഫലാ അദുല്ലുകും അലാ ശൈഇൻ ഇദാ ഫഅൽതു തഹാബബതും ബില്ലാഹ്, നിങ്ങൾ പരസ്പരം നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ കഴിയുന്ന, പരസ്പരം നിങ്ങൾക്ക് സ്നേഹിക്കാൻ കഴിയുന്ന ഒരു മരുന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? പരസ്പരം സ്നേഹിക്കാൻ കഴിയുന്ന ഒരു മന്ത്രം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാ, നിങ്ങൾക്ക് പരസ്പരം സ്നേഹിക്കാൻ കഴിയുന്ന ഒരു മരുന്ന് ഞാൻ തരട്ടെ? അതാണ് റസൂൽ ചോദിക്കുക. ആ മരുന്ന് നമ്മൾ സ്വീകരിച്ചാൽ നമുക്ക് പരസ്പരം മുഖത്തോട് മുഖം നോക്കി സ്നേഹിക്കാൻ കഴിയും. ആ മരുന്ന് തരികയാണ്. സഹോദരിമാരെ സ്വീകരിക്കണം. കൊട്ടഞ്ചുക്കാലി തൈലം പോലെയുള്ള മരുന്നല്ല. അള്ളാന്റെ ഹബീബ് കൊടുക്കുന്ന മരുന്നൊക്കെ അങ്ങനത്തെ മരുന്നല്ല. നബിതങ്ങൾ പറഞ്ഞു, പരസ്പരം നിങ്ങൾക്ക് സ്നേഹമുണ്ടാകാൻ ഒരു മരുന്ന് ഞാൻ തരട്ടെ. നിങ്ങൾ പരസ്പരം സലാമിനെ വ്യാപിപ്പിക്കുക, സലാമിനെ പ്രചരിപ്പിക്കുക. ഈ ഹദീസ് പറഞ്ഞപ്പോ സഹാബത്തിൽ പലരും ഒരു തൂണിന്റെ മറവിൽ പോയി നിന്നിട്ട് സലാം ഇങ്ങനെ പറയും. എന്നിട്ട് അപ്പുറത്ത് അസ്സലാമു അലൈക്കും, അങ്ങനെ സലാം പറഞ്ഞ് കളിക്കുമായി. സലാമിനെ പ്രചരിപ്പിക്കാൻ വേണ്ടി. നമ്മള് സലാം പറയോ? നമ്മള് സലാം പറയൂല. കാരണം ആദ്യം ഹജ്ജിന് പോയി ഞാനല്ലേ, അപ്പൊ അവ എന്നോട് സലാം പറയും. അസിസ്റ്റന്റ് ഉസ്താദ് വിചാരിക്കണം എന്താ, ഞാൻ അസിസ്റ്റന്റ് ഇമാമല്ലേ, മുഅദ്ദിനല്ലേ മറ്റേ ആൾ, അയാൾ ഇങ്ങോട്ട് പറയട്ടെ. ഞാനാണ് മെയിൻ ഇമാമ് വിചാരിക്കണം എന്താ, അസിസ്റ്റന്റ് അല്ലേ, അയാൾ ഇങ്ങോട്ട് പറയട്ടെ. ഞാൻ ഇവിടുത്തെ ചീഫ് ഇമാമല്ലേ, ഞാൻ ഇങ്ങോട്ട് പറയും. ഇങ്ങനത്തെ ഒരു ചിന്ത. ഞാൻ ഉസ്താദുമാരെ ഇങ്ങനെ ഉദാഹരണം പറഞ്ഞെന്തിനെന്നറിയോ? അവരിൽ പോലും അങ്ങനെ വന്നാൽ സാധാരണക്കാരായ നമ്മുടെ കാര്യം എന്താകുമെന്ന് അറിയാൻ വേണ്ടി അങ്ങനെ പറഞ്ഞു. ഇവിടെ ഉള്ളവരങ്ങനെ എന്നല്ല ഞാൻ പറഞ്ഞു. ഇവിടെ ഇപ്പൊ നമ്മൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു, ഉസ്താദിന്റെ പാത്രത്തിൽ നിന്ന് ഇറച്ചി കഴിച്ചു, അദ്ദേഹം എടുത്ത് കഴിച്ചു, അദ്ദേഹത്തിന്റെ പാത്രത്തിൽ അദ്ദേഹം കഴിച്ചു. ആ ഒരു സ്നേഹവും സഹകരണമുണ്ട്. അതാ. അപ്പൊ അതല്ലേ നമ്മുടെ ഉസ്താദുമാരെ എപ്പോഴും ഞാൻ ഉദാഹരണം പറയുന്നത്. അവരിൽ പോലും അങ്ങനെ വന്നാൽ തനി നാടൻ ആൾക്കാരായ നമ്മുടെ കാര്യം എന്താകുമെന്ന് ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ സലാമിനെ പ്രചരിപ്പിക്കണം. അനസ് റളിയല്ലാഹു തആല അൻഹു കൊച്ചുകുട്ടികളോട് എവിടെ വെച്ച് അവരെ കണ്ടാലും അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും, അങ്ങനെ ചോദിച്ചു, എന്തേ അനസേ ഈ കുട്ടികളെ കാണുമ്പോ എന്തേ ഇത്ര സലാം? അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അവര് കുഞ്ഞുമക്കളാണ്, അവരുടെ വാക്കുകൾ അല്ലാഹുവിന് വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ അവരോട് അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോൾ അവരെന്നോട് വഅലൈക്കുമുസ്സലാം എന്ന് സലാം പറയുമ്പോ നിനക്ക് അല്ലാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ അനസേ എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെ സലാം പറയുമ്പോ ആ വാക്കുകൾ അല്ലാഹു സ്വീകരിച്ചാൽ ഈ പാവിയായ അനസ് രക്ഷപ്പെടുമല്ലോ. അതിനുവേണ്ടിയാണ് കൊച്ചുകുട്ടികളോട് ഞാൻ സലാം പറയുന്നത്. എത്ര നല്ല ചിന്തയാണ്. നമ്മൾ പറയൂലല്ലോ
അപ്പൊ മദ്രസ ഹാളിലൊക്കെ മദ്രസകളിലൊക്കെ ചില തീരുമാനമുണ്ട്. ഉസ്താദുമാരെ കൊണ്ട് വരുമ്പോ മക്കളെല്ലാം എണീച്ച് അസ്സലാമു അലൈക്കും, മദ്രസ വിടാൻ നേരത്തോ മക്കളെല്ലാം എണീച്ച് അസ്സലാമു അലൈക്കും. വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് മക്കൾ ഉമ്മായോടും ഉമ്മ അസ്സലാമു അലൈക്കും, വാപ്പാ അസ്സലാമു അലൈക്കും, കാക്ക അസ്സലാമു അലൈക്കും, താത്ത അസ്സലാമു അലൈക്കും ഇങ്ങനെ പറഞ്ഞിട്ടാ പോവാ. പക്ഷെ ഈ മക്കൾക്ക് സലാം മടക്കാൻ അറിഞ്ഞൂടാ. കാരണം അവരോട് ആരും പറയാറില്ല. എല്ലാരും അവരെ കൊണ്ട് പറയിപ്പിക്കലേ ഉള്ളൂ. ഉസ്താദുമാര് പറയണം, ഞാൻ മദ്രസയിലേക്ക് വന്ന് കയറുമ്പോ നിങ്ങളെല്ലാം എഴുന്നേറ്റ് നിൽക്കുമ്പോ സലാം ഞാൻ നിങ്ങളോട് പറയാം അസ്സലാമു അലൈക്കും. പോകാൻ നേരത്തെ സലാം നിങ്ങൾ എന്നോട് പറയും. അപ്പോ ആ സലാം പറയാനും മടക്കാനും അവർ ശീലിക്കും. ആ ഒരു ശൈലി നമ്മൾ ഉണ്ടാക്കിയെടുക്കും. പിന്നെ വാപ്പ സലാം പറയുമ്പോഴല്ലേ മക്കൾക്ക് ആ ശീലി കിട്ടുള്ളൂ. വാപ്പാക്ക് ആ ശൈലി ഉണ്ടെങ്കിലല്ലേ മക്കൾക്ക് കിട്ടുള്ളൂ. വാപ്പ മരിക്കാൻ നേരത്ത് പറഞ്ഞതാ, മകനെ നോക്കിയിട്ട് വിരൽ ചൂണ്ടിയിട്ട് ഇങ്ങനെ കാണിച്ചു, വാപ്പായ വിരൽ ചൂണ്ടിയിട്ട് ഇങ്ങനെ കാണിച്ചു, വാപ്പാടെ ശരീരത്തിലേക്ക് ചൂണ്ടിയിട്ട് ഇങ്ങനെ കാണിച്ചു, മോന്റെ ശരീരത്തിലേക്ക് ചൂണ്ടിയിട്ട് ഇങ്ങനെ കാണിച്ചു. അപ്പൊ യത്തീംഖാനയുടെ സെക്രട്ടറി അവിടെ നിൽക്കായിരുന്നു. അയാൾ പറഞ്ഞാ കണ്ടടാ ഷെയ്ത്താനെ വാപ്പ പറഞ്ഞു എന്താ യത്തീംഖാനയ്ക്ക് 10,000 കൊടുക്കണമെന്ന് പറഞ്ഞു. നീ എന്താ? അപ്പൊ മോൻ പറഞ്ഞു അതൊന്നുമല്ല, അതൊക്കെ വെറുതെ വാപ്പ ജീവിച്ചിരുന്നപ്പോ കൊടുത്തില്ല, പിന്നെ മണിക്കാമോ നിങ്ങൾക്ക് 10 പൈസ കിട്ടും നിങ്ങൾ വിചാരിക്കില്ല. ഒന്നുകൂടെ പറഞ്ഞ വാപ്പ എന്താ പറഞ്ഞു? വീണ്ടും വാപ്പിച്ച് പറയാം ഇങ്ങനെ ചൂണ്ടിയിട്ട് വാപ്പാടെ ചെയ്തി കൊണ്ടിട്ട് ഇങ്ങനെ, മോന്റെ ചെയ്തി കൊണ്ട് ഇങ്ങനെ. അപ്പൊ മോൻ പറയാം അപ്പഴാ മനസ്സിലായ എന്താ അറിയോ, വാപ്പ പലിശയ്ക്ക് കൊടുത്തോണ്ടിരിക്കുന്നത് 5 രൂപയ്ക്കാണ്, മോനെ നീ 10 രൂപയ്ക്ക് കൊടുത്തോടാ നല്ല മാർക്കറ്റാണ്, നീ 10 രൂപയ്ക്ക് കൊടുത്തു നല്ല മാർക്കറ്റാണ്. കാരണം എന്തേ? ഇപ്പോഴത്തെ അവസ്ഥ വാപ്പ ചെയ്തല്ലേ മക്കൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. വാപ്പ കാണിച്ചു കൊടുക്കണ്ടേ? വാപ്പ പോയിരുന്നു ഖുർആൻ ഓതാൻ, എന്നിട്ട് വാപ്പ ഇരുന്ന് കുങ്കുമപ്പൂ കാണാ വാപ്പന്മാരോടെ ഒരുമിച്ചിട്ട്. ഇത് ഈ മോനെ എങ്ങനെ ഓതും? അപ്പൊ മോനെ ഇങ്ങനെ വരട്ടി പോയിടാന്നൊക്കെ പറഞ്ഞിട്ട് വാപ്പായി മാട മാറിയത് സ്റ്റാർസ് ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരുന്ന ഈ മകന് സമാധാനം പഠിക്കാൻ പറ്റുമോ? അപ്പൊ വാപ്പ ചെയ്യണത് മക്കൾ ചെയ്യൂ, വാപ്പ ചെയ്യണത് മക്കൾ ചെയ്യൂ, അത് മറക്കരുത്. അതാണ് പറഞ്ഞത്. സലാം പറയണം, പറയുന്ന കുടുംബമാകണം. ഭാര്യ ഭർത്താക്കന്മാര് എത്ര സ്നേഹത്തോടെ കൊട്ടിഘോഷിക്കപ്പെടുന്ന കല്യാണങ്ങളാണ്. 3-ാം മാസം കഴിയുമ്പോ പള്ളിയിൽ നോട്ടീസ് വരുന്നു, ഒരാൾക്ക് എല്ലാം പോകുന്നു. എന്താ കാരണം? സ്നേഹമില്ല, പരസ്പരം സ്നേഹമില്ല. കുടുംബ കോടതിയിൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. പ്രതിക്കൂട്ടിൽ നിന്നുകൊണ്ട് നിൽക്കുന്ന ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ട് ഭാര്യ ഇല്ലാത്ത കെട്ടുകഥകളായ ആവശ്യങ്ങൾ മുഴുവനും പറയും. ഭർത്താവും വിട്ടുകൊടുക്കണില്ല. എന്തായാലും അവള് പറഞ്ഞല്ലോ, ജനങ്ങൾ അറിയുന്നല്ലോ. തിരിച്ചു ഭാര്യക്കെതിരെ ഭർത്താവിന്റെ ഇങ്ങനെ ആഭാസ ആഘോഷങ്ങൾ നടക്കും. ഇതിനിടയിൽ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് ചിന്തിക്കാൻ മാത്രം ആരുമില്ല. എന്തുകൊണ്ടാണ് നിന്റെ മകൾക്ക് നല്ലൊരു ഭാര്യയാകാൻ കഴിയാത്തത്? നിന്റെ മകന് നല്ലൊരു ഭർത്താവാകാൻ കഴിയാത്തത്? എറണാകുളം ജില്ലയുടെ പ്രധാനപ്പെട്ട സ്ഥലത്തൊരുമിച്ച് കൂടിയ ഖദരിയ സംഘത്തിന്റെ നിറം നികവിഞ്ഞ മജ്‌ലിസിൽ ഒരുമിച്ച് കൂടിയ എന്റെ പ്രിയപ്പെട്ട വിവാഹിതരായ സഹോദരങ്ങളോട്, സഹോദരിമാരോട് ഞാനൊന്ന് ചോദിക്കട്ടെ, ഇന്ന് വരെ നിങ്ങൾക്ക് നിന്റെ ഭാര്യമാരോട് അസ്സലാമു അലൈക്കും എന്ന് പറയാ മനസ്സ് വന്നിട്ടുണ്ടോ? ഭാര്യക്ക് തിരിച്ചിക്കാനോട് സലാം പറയാ മനസ്സ് വന്നിട്ടുണ്ടോ? സലാം പറയണം. കാത് കഴിഞ്ഞ് വീട്ടിലേക്ക് ചെന്ന് ഭാര്യയോട് അസ്സലാമു അലൈക്കും പറയണം. ഭാര്യ അത്യാവശ്യത്തിന് പുറത്തിറങ്ങി ഭർത്താവിനോട് അല്ലെങ്കിൽ അസ്സലാമു അലൈക്കും, ഭർത്താവ് രാത്രി വന്നു അസ്സലാമു അലൈക്കും, ഇങ്ങനെ പറയാനുണ്ട്. ഇന്ന് നിങ്ങളുടെ ഭർത്താവ് ഗൾഫിൽ നിന്ന് വിളിക്കുമ്പോ എറണാകുളത്തെ ഈ വൈറ്റിലയുടെ പരിസരത്തുള്ള സഹോദരിമാർ വീട്ടിൽ പോയിട്ട് ഫോൺ എടുത്ത ഉടനെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറയുമ്പോ പാവപ്പെട്ട പെട്ടെന്ന് കട്ട് ചെയ്തിട്ട് നമ്പർ നോക്കുക. അല്ലാഹ് ഇത് ഏത് ശൈഖിന്റെ വീട്ടിലെ അറബിയാണ് വിളിച്ചത്? അല്ലാഹുവേ, കാരണം എന്റെ ഭാര്യക്ക് ശീലില്ലായിരുന്നല്ലോ. കല്യാണ വീടുകളിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക, 2ാമതും 3ാമതും വാങ്ങിച്ച ഒരു കൂട്ടുകാരൻ 3ാമതും ബിരിയാണി തട്ടിയിട്ട് 4ാമത്തെ ഐസ്ക്രീം കഴിച്ചു. കാറ്ററിംഗ് സർവീസുകാരൊക്കെ അവന്റെ കൊച്ചാപ്പാര മക്കള അതുകൊണ്ട് ഇഷ്ടം പോലെ കിട്ടി ചാപ്പാട് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അവനെ കണ്ടിട്ട് ചില ആൾക്കാർ പറയും അസ്സലാമു അലൈക്കും പറഞ്ഞെന്താ എനിക്ക് വേറെ അയലടാന്നാ, അല്ലാതെ അവന് അല്ലാണ്ട് രക്ഷ ഉണ്ടാവട്ടെ എന്നല്ല. അപ്പൊ കളിയാക്കാൻ വേണ്ടി സലാമിന് ഉപയോഗിക്കുന്നവരുമുണ്ട്. അങ്ങനെ ആവരുത്. സലാം പരിശുദ്ധമായ വാക്കാണ്. ദീനിന്റെ ഒത്തൊരുമയുടെ സ്നേഹത്തിന്റെ ചങ്ങലക്കണ്ണികളെ ചേർത്തു വെക്കാൻ അല്ലാഹു ലോകത്ത് തന്നതാണ് സലാം. ആ സലാമിനെ നമ്മൾ പ്രചരിപ്പിക്കണം, നമ്മൾ വ്യാപിപ്പിക്കണം. അല്ലാഹു അതിന് നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. അലി റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ എവിടെ വെച്ച് കണ്ടാലും ആദ്യം സലാം പറയുന്നത് അലി റളിയല്ലാഹു അൻഹു ആയിരുന്നു. ഒരിക്കൽ അങ്ങനെ സലാം പറയാത്തതായി കണ്ടപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പരാതി
പറഞ്ഞു, അള്ളാന്റെ ഹബീബിന്റെ അടുത്ത് എന്നോട് അലി സലാം പറയുമായിരുന്നു. ഇപ്പോഴവൻ പറയുന്നില്ല. എന്താണ് അതിന്റെ കാരണമെന്നറിയട്ടെ. അലി റളിയല്ലാഹു അൻഹുവിനോട് അള്ളാന്റെ റസൂൽ ചോദിച്ചപ്പോ ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു പറഞ്ഞ രംഗം ഇങ്ങനെ: ഇസ്ലാമിക ചരിത്രത്തിലെ കവിതകളിലൂടെ ഇൽമിന്റെ മുത്തുകളെ മുഴുവൻ ഈ സമുദായത്തിന്റെ നെഞ്ചകത്തിലേക്ക് വാരി എറിഞ്ഞുകൊടുത്ത ബഹുമാനപ്പെട്ട തഴവ മുഹമ്മദ് കുഞ്ഞ് മൗലവി നവ്വറല്ലാഹു മർഖദഹു, അല്ലാഹു ആമാന്റെ ഖബർ വിശാലമാക്കട്ടെ. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഈ രാത്രിയിൽ ഞാൻ സ്വർഗമിൽ ഒരു മന്ദിരം കണ്ടിട്ടു ചോദ്യം ചെയ്തിതാണ് അതിനുത്തരം. ആദ്യം സല പറയുന്നവർ കാണുന്ന, അതുകൊണ്ട് സിദ്ദീഖിനൊഴിഞ്ഞതു തന്നെ. നബിയേ, ഞാനൊരു സ്വപ്നം കണ്ടു നബിയേ. ആ സ്വപ്നത്തിന്റെ സ്വർഗീയ മാളിക, ആ മനോഹരമായ മാളിക കണ്ടു നബിയേ. അതാർക്കാണെന്ന് ഞാൻ ചോദിച്ചപ്പോ രണ്ടുപേര് പരസ്പരം കണ്ടുമുട്ടുമ്പോ ആരാണ് ആദ്യം സലാം പറയുന്നത് അയാൾക്കാണ് ആ സ്വർഗത്തിലേക്ക് കടക്കാനുള്ള ഭാഗ്യമെന്ന് പറഞ്ഞപ്പോ അവിടെ എന്റെ അബൂബക്കർ കടക്കട്ടെ നബിയേ, അവിടെ എന്റെ അബൂബക്കർ കടക്കട്ടെ നബിയേ. അങ്ങയെ സ്നേഹിക്കലാണ് ഏറ്റവും വലിയ ഹോബി എന്ന് പറഞ്ഞ, അങ്ങയെ നോക്കിയിരിക്കലാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ സന്തോഷമെന്ന് പറഞ്ഞ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ആ പദവി കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നാമത് സലാം പറയുന്ന രീതി ഞാൻ മാറ്റിയതാണ് നബിയേ എന്ന് ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദര, പരസ്പരം സലാം പറയുന്ന, മുസാഫഹത്ത് ചെയ്യുന്ന, പുഞ്ചിരിക്കുന്ന ആ സ്നേഹത്തിന്റെ തെളിനീരിന്റെ വെള്ളങ്ങളെ കലക്കി വിടാറ് ഈ സമുദായത്തെ നശിപ്പിക്കാനുള്ള വിശപ്പിന്റെ ചിന്തകള് മനസ്സിന്റെ അകത്ത് വളർത്തിയെടുക്കാറ് ഈ സമുദായം കൊണ്ടും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്, ജനങ്ങളിലേക്ക് പറഞ്ഞു വിട്ടുപോയ വർഗത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായത് എന്റെ സമുദായമാണെന്ന് ഖുർആൻ പറഞ്ഞ മുത്തുനബി തങ്ങളുടെ നാവിലൂടെ ലോകത്തെ പഠിപ്പിച്ച ഓ സമുദായത്തിന്റെ വക്താക്കളായ ഞാനും നിങ്ങൾ പള്ളിക്കകത്ത് കിടന്ന് തമ്മിലടിക്കാറ്, അധികാരത്തിന് വേണ്ടി ചോരത്തിളപ്പോടുകൂടി പ്രവർത്തിച്ചിട്ട് ചോരയെടുക്കാറ് ഈ സമുദായത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ റമദാൻ മാസത്തിൽ പോലും പ്രസ്ഥാനങ്ങളുടെ പേരിൽ ലഘുലേഖകളും നോട്ടീസുകളും ഇറക്കി കടിച്ചു കയറുന്ന ഒരു വിഭാഗീയത ചിന്ത നമ്മൾ മാറ്റിവെക്കണേ. വഅ്തസിമൂ ബിഹബ്ലില്ലാഹി ജമീആ, അല്ലാഹുവിന്റെ പാർശ്വത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഒരുമിച്ച് നിൽക്കാ. ഈ സമുദായത്തിന്റെ ഉമ്മ കരഞ്ഞോ അതെന്റെ ഉമ്മയാണെന്ന ചിന്ത വരാ. ഈ സമുദായത്തിന്റെ ഒരു ചെറുപ്പക്കാരന്റെ ഒരു വിഷമം വന്നാൽ അത് നാട്ടിലെ യുവാക്കളുടെ വിഷമമായി മാറാ. ഈ സമുദായത്തിന്റെ ഏതെങ്കിലും ഒരു പാവപ്പെട്ട പെൺകുട്ടിക്ക് കല്യാണത്തിന് സാമ്പത്തികമില്ലാതെ 25-35 വയസ്സെത്തുന്നത് വരെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് കഴിഞ്ഞുപോയാൽ ഈ നാട്ടിലുള്ള സമ്പന്ന വർഗത്തിന്റെ മനസ്സ് അത് ഓർത്തുകൊണ്ട് ചിന്തിച്ച് പൊട്ടിക്കരയുന്ന വിശ്വാസത്തിന്റെ ചൈതന്യം നമുക്ക് കിട്ടാനോ ഈ പരിപാടി എന്റെ പ്രിയപ്പെട്ടവരെ സംഘടിപ്പിച്ചിരിക്കുന്നത്. അല്ലാഹു അങ്ങനെ ഒരുമിച്ച് നിൽക്കാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതാ, യാ ബുനയ്യ ഇൻ ഖദർത തുസ്ബിഹ വ തുംസിയ വലൈസ ഫീ ഖൽബിക ഇശ്ശുൽ ലിഅഹദി വഫഅൽ വദാലിക മിൻ സുന്നത്തി. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അല്ലയോ അനസേ റളിയല്ലാഹു അൻഹു, ഇൻ ഖദർത തുസ്ബിഹ വ തുംസിയ വലൈസ ഫീ ഖൽബിക ഇശ്ശുൽ ലിഅഹദി, ആരോടും വെറുപ്പില്ലാത്ത ഒരു പ്രഭാതം, ഒരു പ്രദോഷം, ആരോടും വെറുപ്പില്ല. നേരം വെളുക്കുമ്പോ തന്നെ ഇന്നവന്റെ വണ്ടി കുഴി ചാടിക്കണം, ഇന്നവന് പാര വെക്കണം. റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരാണ് ലോകത്തെ ഏറ്റവും വലിയ പാരൻ അല പാരിഹി. ഇവൻ കച്ചവടം പറഞ്ഞുറപ്പിക്കും, മറ്റോ വന്ന് തട്ടിക്കളയും. അങ്ങനെ അപ്പൊ അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിക്കണം. റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരെ കുറ്റം പറഞ്ഞതല്ല, ഇനി പാര വെക്കുന്നവരെ മനഃപൂർവ്വം കുറ്റം പറഞ്ഞതാണ്. നമ്മൾ അങ്ങനെ വെച്ചിട്ട് ഒരാളെ കൊന്നിട്ടല്ലേ ലോകത്ത് കച്ചവടം നടത്തേണ്ടത്. അങ്ങനെ ആലോചിച്ചിട്ടൊക്കെ ചെയ്യേണ്ട കാര്യം. എല്ലാ കച്ചവടവും അങ്ങനെ തന്നെയാണ്. ഒരാൾ പുതിയ കട തുടങ്ങുമ്പോൾ ഈ കട നടത്തിക്കൊണ്ടിരിക്കണം, പറയാം അല്ലാഹു എന്റെ വെള്ളക്കടിച്ച എന്താ ഉദ്ഘാടനം, സുരേഷ് ഗോപിയെ കൊണ്ടുവന്ന് ഉദ്ഘാടനം നടത്തി, ഇനി എന്റെ കടയിൽ ആരും വരില്ല. അങ്ങനെ ചിന്തിച്ച് മനസ്സുരുകുന്നവരാവരുത്. അല്ലാഹു തആല വിധിച്ചത് നമുക്ക് കിട്ടും. നമ്മൾ ആശങ്കപ്പെടേണ്ട കാര്യമില്ലല്ലോ, അതിന് നമ്മൾ ആശങ്കപ്പെടേണ്ട. അതുകൊണ്ട് പരസ്പരം പാരകൾ വിൽക്കുന്ന പ്രഭാതമാകരുത് നമ്മുടെ പ്രഭാതം. നാളെ ആവട്ടെ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ചിന്തിച്ച് കിടന്നുറങ്ങി വൈരാഗ്യത്തോടെ കണ്ണു തുറക്കുന്നവരാകരുത്. പ്രഭാതവും പ്രദോഷവും ആരോടും വെറുപ്പില്ലാത്ത ഒരു പ്രഭാതവും പ്രദോഷവും നിനക്ക് വന്നാൽ
അതെന്റെ ചര്യയാണ്, നീ അത് പ്രവർത്തിച്ചു കൊള്ളുക എന്ന് ഹബീബായ അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്തു. പിന്നെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ, അർറഹീമു യർഹമുഹുർ റഹ്മാൻ. ഈ ദുനിയാവിൽ അങ്ങനെ ഒരു മനുഷ്യ സ്നേഹമുള്ള, കരുണയുള്ള, കാരുണ്യമുള്ളവർക്ക് മാത്രമേ അല്ലാഹു കരുണ ചെയ്യുള്ളൂ. ഇർഹമൂ മൻ ഫിൽ അർളി യർഹമുകും മൻ ഫിസ് സമാ. ഈ ഭൂമിയുടെ തൊലിക്കുപുറത്തുള്ളവരോട് നിങ്ങൾ കരുണ കാണിച്ചാൽ ആഖിറത്തിൽ, ആ പരലോകത്തിൽ നിങ്ങൾക്ക് രക്ഷ കിട്ടുമെന്ന് മാത്രമല്ല, യർഹമുക്കും മൻ ഫിസ് സമാ, ആകാശത്തിലുള്ളവർ നിങ്ങളോട് കരുണ കാണിക്കും. അതായത് അല്ലാഹുവിന്റെ മാലാഖമാർ നിങ്ങളോട് കരുണ കാണിക്കും. ഭൂമിയിലുള്ളവർ നിങ്ങളോട് കരുണ കാണിച്ചാൽ ആകാശത്തിലുള്ളവർ നിങ്ങളോട് കരുണ കാണിക്കും. കറുത്തു മെലിഞ്ഞവനായ ബിലാൽ മുഅദ്ദി റളിയല്ലാഹു അൻഹുവിനെ അതിന് അടിയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്നേഹിച്ചത്. ഉമയ്യത്തിന്റെ മുമ്പ് കിടന്ന് പിടഞ്ഞുപോയ ബിലാൽ, ശരീരം കറുത്തുപോയ ബിലാലിന്റെ ശരീരത്തിന്റെ ആ കറുപ്പിലേക്ക് രക്തത്തിന്റെ നിറം ഒഴുക്കിവിട്ട ഉമയ്യത്തിന്റെ ശക്തമായ പ്രഹരത്തിന് താഴെ കിടന്ന് പിടഞ്ഞുപോയ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ എനിക്ക് വേണം എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. ബിലാലിനെ ഞാൻ മോചിപ്പിക്കാൻ പോവുകയാണ്. ഉമയ്യത്ത് പറഞ്ഞു, അബൂബക്കറേ, എന്തിനാണ് ഈ ബിലാലിനെ നിനക്ക്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ ബിലാലിനെ എനിക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഉമയ്യത്ത് പറഞ്ഞു, ബിലാലിന്റെ ശരീരത്തിന് ഒരു ഉപയോഗവുമില്ല അബൂബക്കറേ, ബിലാലിന്റെ ശരീരത്തിന് ഒരു ഉപയോഗവുമില്ല. അവന്റെ ശരീരം ഇടിച്ചിടിച്ചിടിച്ചിടിച്ച് പഞ്ഞിക്ക് പോലെ ആക്കി വെച്ചിരിക്കുകയാണ്. ഇനിയും ഈ ബിലാലിനെ നിനക്ക് എന്തിനാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അന്നത്തെ അറേബ്യയിൽ ഏറ്റവും അധികം വിലപിടിപ്പുള്ള 60 അടിമകളുടെ കാശ് കൊടുത്തിട്ട് ബിലാൽ എന്ന കറുത്ത ചെക്കനെ വാങ്ങി മോചിപ്പിക്കുകയാണ്. അത് വാങ്ങുമ്പോ അറേബ്യൻ രാജ്യത്തെ ചില ജനങ്ങൾ പറഞ്ഞതെന്തെന്നറിയുമോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ എന്തോ രഹസ്യങ്ങൾ ബിലാലിനറിയാം. അതുകൊണ്ടാണ് ബിലാൽ മരിക്കുന്നതിന് മുമ്പ് ഒരു ഉപയോഗവുമില്ലാത്ത ശരീരത്തെ മോചിപ്പിച്ചതെന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞതെന്തെന്നറിയോ? വമാ ലിഅഹദി ഇൻദഹു മിൻ നിഅമതിൻ തുജ്സാ ഇല്ലാ ഇബ്തിഗാ വജ്ഹു റബ്ബിഹിൽ അഅ്ലാ വലസൗഫ യർളാ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല ബിലാലിനെ മോചിപ്പിച്ചത് കയ്യടി കിട്ടാനുള്ള സർട്ടിഫിക്കറ്റിന് വേണ്ടിയല്ല, അല്ലാഹു പടച്ചതമ്പുരാന് വേണ്ടി ഒരു കുടക്കീഴ സ്നേഹം തന്റെ ബിലാലിന് പകർന്നു കൊടുത്തപ്പോ കറുത്തവരെന്ന് നോക്കാറ്, അടിമയെന്ന് നോക്കാറ്, ശരീരം മോശമായവരെന്ന് നോക്കാറ്, വലസൗഫ യർളാ, അല്ലാഹുവിന്റെ പൊരുത്തം മനസ്സിന്റെ അകത്ത് കരുതിയിട്ടാണ് ഇസ്ലാമിന്റെ ഒന്നാമത്തെ ഖലീഫയായി മാറിയ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബിലാലിന് ഒരു മനോഹരമായ ജീവിതത്തിന്റെ വഴി തെളിച്ചു കൊടുത്തതെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ആ പരസ്പര സ്നേഹത്തിന്റെ കരയാണ്, ആ പരസ്പരം സ്നേഹത്തിന്റെ മാധുര്യമാണ് ഈ സമുദായത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയത്. സ്പർദ്ധയുടെ പേരിൽ, അഹങ്കാരത്തിന്റെ പേരിൽ, പണക്കൊടുപ്പിന്റെ പേരിൽ, ആഡംബരത്തിന്റെ പേരിൽ അയൽവാസിയുടെ നമ്പരം മറക്കാൻ മനസ്സ് കാണിക്കുന്ന സമുദായമേ, അക്രിം ജാറക വലൗ കാന കാഫിറാ. നിന്റെ അടുത്ത് താമസിക്കുന്നത് അവിശ്വാസിയാണെങ്കിൽ അവരാദരിക്കണമെന്ന് ലോകത്തോട് പറഞ്ഞു നബിയേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അടുത്ത് താമസിക്കുന്നത് അവിശ്വാസിയാണെങ്കിലും അവരെ ബഹുമാനിക്കണം എന്ന് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ. കൈചൂണ്ടി മുക്ക് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ആലപ്പുഴ ജില്ലയിൽ. അവിടെ ആയിരുന്നു 2 ദിവസത്തിന് മുമ്പ് വേണം. അവിടെ ഒരു സഹോദരൻ, ഞാൻ ഭക്ഷണം കഴിക്കാൻ പോയ വീട്ടിലെ എല്ലാ ഭക്ഷണമൊക്കെ എടുത്ത് റെഡിയാക്കി വെക്കുന്നു, ആ ശേഖന്റെ തരുന്നു, പിടിച്ചിരുത്തുന്നു, ഒക്കെ ചെയ്യുന്നു. പേരെന്താന്ന് ചോദിച്ചപ്പോ പറയാം, ജോസഫ് മാത്യു എന്നാ പറഞ്ഞു. അപ്പോ അവിടുത്തെ ആ കൂട്ടുകാരുടെ കൂടെ നിന്ന് പള്ളിയുടെ കാര്യങ്ങളൊക്കെ സഹകരിക്കാൻ ഒരു മനസ്സ്, പിന്നെ അങ്ങനെ ഒരു മനോജ്, പിന്നെ ജോയി, ഇങ്ങനെയൊക്കെയുള്ള കുറെ സുഹൃത്തുക്കൾ അവിടെ കണ്ടു. എല്ലാവരും അങ്ങനെ. സനൽ എന്ന് പറയുന്ന ശരീരത്തിന് ഏറെ ഓപ്പറേഷനൊക്കെ നേരിടേണ്ടി വന്നിട്ടുള്ള മെലിഞ്ഞുണങ്ങിയ ഒരു കൂട്ടുകാരൻ, കറുത്തിരിണ്ടവൻ സനൽ എന്നോട് വന്നിട്ട് അസ്സലാമു അലൈക്കും എന്ന് വന്ന് പറഞ്ഞു. അപ്പൊ ഹൈന്ദവർ നമ്മളോട് സലാം പറയുമ്പോൾ നമ്മൾ എന്താ തിരിച്ചു പറയേണ്ടത്? എന്താ പറയേണ്ടത്? വഅലൈക്കും എന്ന് പറയണം. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്നല്ല.
എന്തേ എങ്ങനെ പറയാൻ കാരണം ചില അവിശ്വാസികൾ മുസ്ലിങ്ങളെ നാശത്തിന് വേണ്ടി അസ്സാമു അലൈക്കും എന്ന് പറയും. നിന്റെ മേൽ നാശം ഉണ്ടാകട്ടെ എന്നാണ് എന്റെ അർത്ഥം. അസ്സാമു അലൈക്കും, നിന്റെ മേൽ നാശം ഉണ്ടാകട്ടെ. അപ്പൊ നമ്മൾ പറയും വഅലൈക്കും അസ്സലാം, എന്റെ മേൽ നാശവും നിന്റെ മേൽ രക്ഷയും ഉണ്ടാകട്ടെ. അതെന്ത് പരിപാടി? അതുകൊണ്ട് വഅലൈക്കും എന്ന് പറഞ്ഞാൽ മതി. എന്താ, എന്റെ മേൽ നീ എന്തുണ്ടാകണമെന്ന് ആഗ്രഹിച്ചോ അത് ആദ്യം നിന്റെ മേൽ ഉണ്ടാവട്ടെ. അപ്പോ ആ സഹോദരങ്ങൾ ഇങ്ങനെ വളരെ സൗഹാർദ്ദത്തോടുകൂടി കഴിയുന്നുണ്ട്. അവരെ നശിപ്പിക്കാൻ, അവരെ ഇല്ലാതാക്കാൻ, അവരെ കാണുമ്പോൾ ഇങ്ങനെ ചൊറിച്ചിട്ട് വരാൻ, അതൊന്നും നമുക്ക് ഈ പ്രത്യേകിച്ച് നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഈ എറണാകുളം ഭാഗത്തൊക്കെ ഈ ഗ്രാമാന്തരങ്ങളിൽ ഒരുപാട് പേര് പള്ളിയിലേക്ക് മാലിവിന് വേണ്ടി പോയപ്പോ ഞാൻ കണ്ടതാ. ധാരാളം ഹൈന്ദവരുണ്ട്. പിന്നെ ആചാര്യം പറഞ്ഞത് പിന്നെ ക്രിസ്ത്യാനികളുടെ വീട്, ഹിന്ദുക്കളുടെ വീട്, നമ്മുടെ വീട് ഇങ്ങനെ വളരെ സൗഹാർദ്ദമായി കഴിയുന്ന ഒരു നാടാണ്. അതുകൊണ്ട് തന്നെ സ്നേഹം അങ്ങനെ അള്ളാന്റെ ഹബീബ് പറഞ്ഞത് എങ്ങനെയാ? അയൽവക്കത്തെ കൊച്ചു കുട്ടികൾ ഉത്സാഹത്തോടവർ മാവിൻ ചോട്ടിൽ കളി വീണ്ടുണ്ടാക്കുന്നു. പൂവാലണ്ണാർ കണ്ണ മാമ്പഴം തരൂ എണ്ടുൽ പൂവാളു കൊതിയോടെ വിളിച്ചു പാടിയിടുന്നു. ഉതിരും മധുരങ്ങൾ ഓടിച്ചെന്നെടുക്കേണ്ടു ഉയരും കോലാഹല മംഗളധ്യാനത്തോടെ വാക്കുകൾ കൂട്ടി ചൊല്ലാൻ വയ്യാത്ത കിടാങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ. വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ മഹത്തരമായ ഒരു കവിതയാണ്. ഒരു മാവിന്റെ ചോട്ടിൽ മാമ്പഴം മറക്കാൻ ഒരുമിച്ച് കൂടുന്ന ജാതി മത ഭേദമന്യുള്ള മക്കളെ കുറിച്ചാണ് ആ പറയുന്നത്. നല്ല കവിതകളാണെന്നൊക്കെ. ഇന്നിപ്പോ എല്ലാ കവിതകളും തുണിയില്ലാത്ത കവിതകളായി മാറി. മാപ്പിള കവിതകളാണെങ്കിലും സിനിമ ആ കവിതകളാണെങ്കിലും അല്ലാത്ത കുഞ്ഞു മക്കളൊക്കെ ഏശ്വരി പോകുമ്പോഴും മദ്രസ പോകുമ്പോൾ കശ്യതിച്ച് പാടുന്ന പാട്ടില്ല, ഞാൻ വീടില്ല. ഇത് ഇവിടുന്ന് കിട്ടിയ അള്ളാഹു ഇത് തന്നെ. മദ്രസയിൽ പോയിരുന്നാലും ഇത് തന്നെ. ഉസ്താദ് വിചാരിക്കും ആരെ വിടൂല നടത്തി പറയണേ, ആരെയും വിടൂല. ഇത് തന്നെ ഇപ്പോഴത്തെ വൈദ്യ കവിത. ഇതൊക്കെ മാറ്റണം. നമ്മുടെ മക്കൾ ഇതിൽ ഇങ്ങനെ ലയിച്ചു പോയല്ലോ. അപ്പോ അയൽവാസികൾ ഒരുമിച്ച് കൂടുന്ന ഒരു കിനാവ് കണ്ടുപോലെ വൈലോപ്പിള്ളി ശ്രീധരമേനോൻ മനോഹരമായ മാമ്പഴം എന്ന കവിത ഉണ്ടായത് എവിടെയാണ്? എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ ഓർക്കേണ്ടത് ആ സ്നേഹത്തെയാണ്. ചിന്തകന്മാർ കൊതിച്ചുപോയ കേരളത്തിന്റെ മണ്ണിനെ മലരാക്കി മാറ്റുന്ന മഹത്തരമായ സ്നേഹമുണ്ടല്ലോ. ആ സ്നേഹമെന്ന് നമുക്ക് നഷ്ടപ്പെട്ടു പോയല്ലോ. പണം തന്ന കൂട്ടുകാരന് തിരിച്ചു പണം കൊടുക്കാതിരിക്കാൻ വീട്ടിൽ വിളിച്ചു കൊണ്ടുവന്ന് മദ്യത്തിലൂടെ വിഷം കലർത്തിയിട്ട് കൊടുത്തിട്ട് അരിഞ്ഞരിഞ്ഞരിഞ്ഞ് കഴുത്തുവെട്ടി കൈവെട്ടി കാലുവെട്ടിയിട്ട് കവറിന്റെ കത്താക്കി കുഴിച്ചു മൂടുന്ന ആ ഒരു ദുർഗുണം എവിടുന്നോ ഈ സമുദായത്തിന് വന്നു കിട്ടിയത് പ്രിയപ്പെട്ടവരെ. 2.5 വയസ്സോ 3.5 വയസ്സോ ഉള്ള കുഞ്ഞിന്റെ കഴുത്തിൽ കിടക്കുന്ന, കയ്യിൽ കിടക്കുന്ന, കാതിൽ കിടക്കുന്ന ആഭരണങ്ങൾ വലിച്ചൂരിയെടുക്കുമ്പോ ആ കുഞ്ഞ് പൊട്ടിക്കരഞ്ഞു പോയപ്പോ ആ കരച്ചിന് പുറത്ത് കേൾക്കാതിരിക്കാൻ തുണി കുത്തി വാക്യകത്ത് കയറ്റിയിട്ട് ലോകത്തൊരു തെറ്റും ചെയ്യാതെ ജീവിച്ച അരിമ പൈതലിന്റെ കണ്ണ് ഈ ലോകത്തിനൊന്ന് തുരന്നെടുത്തുകൊണ്ട് നശിപ്പിച്ചു കളന്ന ഈ വർഗമാരെ സ്നേഹിക്കാനാ പ്രിയപ്പെട്ടവരെ പഠിക്കുന്നത്. പരസ്പരം കലഹിക്കാനും അടികൂടാനും മത്സരിക്കാനും മറ്റുള്ളവരുടെ നെഞ്ചത്ത് കയറി വിപ്ലവം നടത്താനുമല്ലാതെ ഈ സമുദായത്തിന്റെ സ്നേഹത്തിന്റെ പറുദീസയെ നശിപ്പിച്ചു കളയുന്ന അവസ്ഥ നമുക്ക് വേണ്ട. അതുകൊണ്ട് അതിലേക്ക് നമുക്ക് തിരിച്ചു പോകണം. ആരെയും സ്നേഹിക്കാൻ പറ്റുന്ന ഒരു മനസ്സ് അൽഹംദുലില്ലാഹ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ആ മനസ്സ് ആരും സ്നേഹിക്കാതെ അടിച്ചിടിച്ചുകൊണ്ടിരുന്ന ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിന് അല്ലാഹു പഠിപ്പിച്ചു കൊടുത്തു സയ്യിദ് എന്ന് വിളിക്കാൻ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു. കറുത്തവനാണ് എല്ലാവരും അവഗണിച്ചു. ആര് വന്ന് ബിലാലിനെ പിന്നെ വിളിച്ചാലും യാ സയ്യിദി ബിലാൽ, എന്റെ നേതാവാണ് ബിലാൽ. കറുത്ത ബിലാലിനെ വെളുത്ത മനസ്സുണ്ടെന്ന് ലോകത്ത് പഠിപ്പിച്ചു കൊടുത്തത് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ടല്ലേ നബിതങ്ങൾ ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോൾ റൗളാ ശരീഫിന്റെ മുമ്പിലേക്ക് ചെന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ബിലാൽ മുഅദ്ദി റളിയല്ലാഹു അൻഹു യാത്ര ചോദിച്ചത് വേവുന്ന മനസ്സിന്റെ താപമേറ്റനവധി പൂവും കീനാവുകളും കൊഴിഞ്ഞു പോയി. വേവുന്ന മനസ്സിന്റെ താപമേറ്റനവധി പൂവും കീനാ
രാവുകളും കൊഴിഞ്ഞു പോയി. നബിയില്ല ലോകത്തെ ഓർത്ത് ഞാനെന്ത് ചെയ്യുമെന്നാർത്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പൊന്നാര നബി തങ്ങളുടെ മുമ്പിൽ നിന്ന് ഹൃദയം ഇളക്കി വെച്ചുകൊണ്ട് നിലവിളിച്ചിട്ട് ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞതാ, എനിക്ക് സ്നേഹം പഠിപ്പിച്ച നബിയെ, എന്നെ സ്നേഹിക്കണമെന്ന് ഈ സമുദായത്തെ പഠിപ്പിച്ച നബിയെ, ഇത് കഴിയാ ബിലാൽ ആദിയിൽ കഅബത്തിൽ ഉള്ളിയ ഈ കഅബാലയത്തിന്റെ മുകളിൽ കയറി കറുത്തവനാണ് എന്നോട് ബാങ്ക് വിളിക്കണം എന്ന് പറഞ്ഞ അല്ലാഹുവിന്റെ ഹബീബ് അങ്ങ് കിടക്കുന്ന മണ്ണില് അങ്ങ് ജീവനോടെ എഴുന്നേറ്റ് വരാത്ത ഈ മണ്ണിൽ ഇനി ബിലാലിന് വിലയില്ല നബിയേ, ഇവിടെ നിൽക്കാൻ ഈ ബിലാലിന് കഴിയില്ല നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് സലാം പറഞ്ഞ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് മദീനയോട് വിട ചോദിച്ചു പോയെങ്കിൽ ആ സ്നേഹം ലോകത്തോട് വാരിയെറിഞ്ഞു തന്ന പൊന്നാര നബി തങ്ങൾ ഇന്നും കിടന്നുറങ്ങുന്നത് മദീനയുടെ മുന്നിലാണ്. ലോകത്തെ ഏറ്റവും വലിയ സൗന്ദര്യമുള്ള സ്ഥലമേതെന്ന് എന്നോട് ആരെങ്കിലും ചോദിച്ചാൽ എറണാകുളത്തുള്ളവര് താജ്മഹലും കുത്തുബ് മിനാറും വികാലാണ്ടും ഗോൾഡൻ വാലിയും ഒക്കെ നിങ്ങൾ പറഞ്ഞു കൊടുക്കുമെങ്കിൽ എനിക്ക് പറയാനുള്ള ഒരേ ഒരു സ്ഥലം എവിടെയാ? അതല്ലാഹുവിന്റെ ഹബീബിന്റെ ശരീരം കിടക്കുന്ന മസ്ജിദുൻ നബിയെ ഉൾക്കൊള്ളുന്ന മദീനയാണ്. എന്ത് ഭംഗിയാണ്, എന്ത് രസമാണ്, എന്ത് സുഖമാണ്. അല്ലാഹുവേ, ഈ സദസ്സിൽ വന്ന ഞങ്ങൾക്കല്ലോ ആ പുണ്യഭൂമിയിൽ കാല് വെക്കാതെ മരണം തരല്ല അല്ലാഹ്. ആ റസൂലുള്ളാഹിയുടെ മണവറയുടെ വാതിൽ പോയി പൊട്ടിക്കരഞ്ഞ് സലാം പറയാ, ഇവിടെ ഒരുമിച്ച് കൂടിയ സമുദായത്തിന്റെ സ്നേഹമുള്ള മോമിനീങ്ങൾക്ക് നീ തൗഫീഖ് കൊടുക്കണേ തമ്പുരാനേ. ആ സ്നേഹനായകൻ ഇന്നും അവിടെ കിടക്കാം. സ്നേഹം മുഴുവൻ തിരിച്ചു കൊണ്ടുപോയില്ല, ഒക്കെ തന്നിട്ടാ പോയത്. നമ്മളതിനെ പണത്തിന്റെ നിറച്ചാർത്ത് കൊടുക്കാൻ ഒരിക്കലും മനസ്സ് വെക്കരുത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പരസ്പരം സ്നേഹം വരുമ്പോ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ തോന്നും, എന്തൊക്കെ ചെയ്യാൻ തോന്നും. ഒരാവശ്യം ഒരാൾക്ക് വന്നു, ഒരാൾ സുഖമില്ലാതെ വന്നു. ഏറ്റവും അധികം അത് തന്നെ പറയാം, ഇന്ന് ഏറെയും രോഗികളാണ്. ഒരാൾ സുഖമില്ലാതായി പോയി കാണാൻ അള്ളാഹ് നാളെ പരലോകത്ത് ചോദിക്കുമെന്ന ഞാൻ രോഗിയായിട്ട് എന്തുകൊണ്ട് നിങ്ങൾ എന്നെ വന്ന് കണ്ടില്ല? അപ്പൊ ജനങ്ങൾ പറയും, അന്ത റബ്ബിൽ ആലമീൻ, നീ ഇങ്ങനെ രോഗിയാകും റബ്ബേ, നീ സർവാധിനാഥനല്ലേ. ആ സമയത്ത് അല്ലാഹ് പറയും, ചളിക്കവട്ടം പള്ളിയിലേക്ക് നിസ്കരിക്കാൻ നീ നടന്നു പോകുമ്പോ കുപ്പായൊക്കെ ഇട്ട് ദാടിയൊക്കെ തടവി 1000 മുത്തിന്റെ തസ്ബീഹും കൊണ്ട് നീ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ആ പള്ളിയുടെ പരിസരത്ത് രോഗിയായി തളർന്നു കിടക്കുന്ന, മൂത്രം പോകാതെ ശരീരത്തിന്റെ ബുദ്ധിമുട്ട് അസഹ്യമായി വേദനിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ തളർന്ന് പൊട്ടിക്കരന്നുകൊണ്ട് ആ പള്ളിയുടെ പരിസരത്ത് കഴിയുന്ന ചെറ്റക്കൂരയുടെ അകത്ത് കിടന്ന ഒരാളെ കാണാൻ നീ പോയില്ലല്ലോ. അതിന്റെ മുമ്പിലൂടെ നിക്കറും ചൊല്ലി പറഞ്ഞ് നടന്നു പോയപ്പോ ആ കിടക്കുന്ന മനുഷ്യൻ ഒന്ന് കയറി നോക്കാൻ നിനക്ക് തോന്നിയില്ലല്ലോ. അല്ലാഹ് പറയുകയാ, നിനക്കങ്ങനെ കഴിഞ്ഞിരുന്നെങ്കിൽ ആ വീടിന്റെ വാതിലിൽ മുട്ടിയിട്ടുപ്പാ സുഖം തന്നെയല്ലേ എന്ന് നിനക്ക് ചോദിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ലവജത്തനീ ഇൻദഹു, അവിടെ എന്നെ നിനക്ക് കാണാമായിരുന്നു എന്ന് അല്ലാഹ് പറഞ്ഞു. മുസല്ലബൊക്കെ നോക്കി ആയ കാണാൻ വേണ്ടി. താത്തമാര് നിസ്കരിക്കുന്ന കുപ്പായം ഉണ്ടല്ലോ, പറയാതിരിക്കാൻ വയ്യ. വർഷത്തിൽ ഒരിക്കലെങ്കിലും എന്റെ പൊന്നാര താത്ത അതിനൊന്ന് കഴുകണം. റബ്ബേ, പോയിട്ടൊന്ന് നോക്കണം. നിസ്കാര കുപ്പായം കരമ്പേനടിച്ച് കറുമുറാന്ന് നിസ്കരിക്കുന്ന റൂമിൽ ഇങ്ങനെ ഒരു സൈഡിലിട്ടിരിക്കും. നിസ്കാരത്തിന് സമയമാകുമ്പോ നല്ല വസ്ത്രം കൊണ്ട് മാറ്റി ഇതെടുത്ത് അങ്ങോട്ട് ഇടും. മലക്ക് പോയിട്ട് ശൈത്താൻ വരെ അടുത്ത് വരില്ല. എല്ലാരും ഇറങ്ങിക്കൂടാ. അതാ നിസ്കാരം. പിന്നെ 2 സോക്സ് ഉണ്ട്. അല്ലോ, അതൊന്ന് മണപ്പിച്ചാൽ അസാഹിൽ അടുത്ത മാസം വരുന്നതിന് മുമ്പ് ഈ മാസമേ മരിച്ചങ്ങാണ്. സോക്സ് ഇതൊക്കെ കഴുകണം. മറ്റ 74 മക്കയെന്ന് കൊണ്ടുവന്നത് ആ ബറക്കത്ത് പോകുന്നു പറഞ്ഞ് കഴിവാതിരിക്കല്ലേ? കഴിയെങ്കിലേ ബറക്കത്ത് വരും. കഴുകണം, ഇതൊക്കെ കഴുകണം. പിന്നെ സഹോദരി, ഇപ്പൊ റമളാൻ കഴിഞ്ഞതായതുകൊണ്ട് ഇപ്പൊ ഇച്ചിരി വൃത്തിയൊക്കെ നിസ്കാര കുപ്പായത്തിന് കാണും. റമളാൻ കഴിഞ്ഞ് അടുത്ത റമളാന് മുമ്പാണ് ഇനി അടുത്ത കഴിവല്. ഇത് കഴിവണം നമ്മള്. ഇതൊക്കെ നമ്മൾ വൃത്തിയാക്കണം. നമ്മള് ഇശാര കല്യാണത്തിന് മഞ്ഞ ചുരിദാർ, റംലാന കല്യാണത്തിന് ചുവന്ന ചുരിദാർ, അതിന് മാത്രം ഇങ്ങനെ മാറ്റം വന്നാൽ മതിയോ? നിസ്കാരക്കുപ്പായത്തിന് ഒരു വൃത്തിയും വെടുപ്പും ഒക്കെ വേണം. അപ്പോ
സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കുക, നമ്മുടെ ജീവിതത്തിലേക്ക് സുഖമില്ലാതെ കിടക്കുന്നവരെ പോയി ഒന്ന് കാണാൻ. ഭംഗിയായി ഒരുങ്ങി നടന്നതുകൊണ്ട് അർത്ഥമായില്ല. ധാരാളം കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു. ഞാൻ 7 ഹജ്ജ് ചെയ്തു. ഹജറുൽ അസ്വദിൽ ഞാൻ പോയി കെട്ടിപ്പിടിച്ചു മണിക്കൂറുകളോളം ഇരുന്നു എന്നൊക്കെ പറയാൻ വലിയ കഴിവാണ്. പക്ഷേ എന്റെ വീടിന്റെ അടുത്ത് കിടക്കുന്ന രോഗിയെ ഒന്ന് കാണാൻ ഇന്ന് വരെ നിനക്ക് കഴിഞ്ഞിട്ടുണ്ടോ? പിന്നെ ചില സഹോദരിമാർ കൂടിയ ഹോസ്പിറ്റലിൽ മാത്രമേ പോകുള്ളൂ. ഒരുങ്ങി ഇറങ്ങി ബേഗൊക്കെ ഇങ്ങനെ വെച്ച് മൊബൈലൊക്കെ ചെയ്ത് വെച്ച് എവിടെ നാത്തൂനെ അമൃതയിൽ അടിക്കുവാണ്. അമൃതയിലായതുകൊണ്ട് പോവാ. ഹോമിയോയിലോ പഞ്ചായത്ത് ഹോസ്പിറ്റലിൽ കിടക്കണവരെ കാണാൻ ആളില്ല. അന്നും അതിലേക്കൊന്നും കടക്കാൻ രസകരമായ സംഭവങ്ങളൊക്കെ ഉണ്ട്. അന്ന് പറഞ്ഞ നമ്മുടെ വിഷയം തീരുക. അതുകൊണ്ട് നമ്മളൊന്ന് പോയി കാണും, രോഗികളെ കാണും. അല്ലാഹുവിന്റെ ഹബീബിന്റെ മനസ്സിൽ നിന്ന് ഉയർത്തുവന്ന ഏറ്റവും നല്ല പ്രാർത്ഥന എന്താ പ്രിയപ്പെട്ടവരെ? അല്ലാഹുമ്മ അഹീനി മിസ്കീനാ, എന്നെ ഒരു പാവപ്പെട്ടവനായി ജീവിപ്പിക്കണേ റബ്ബേ. ഏറ്റവും പാവപ്പെട്ടവരായി നമ്മുടെ നാടുകൾ ജീവിക്കുന്നത് ഈ തലയിൽ കെട്ടുകെട്ടിയ ഉസ്താദുമാരല്ലേ, മുത്തഅല്ലിമീങ്ങളല്ലേ. വടക്കു ഭാഗത്ത് നിന്ന് റമളാൻ മാസത്തിൽ ഈ തെക്കു ഭാഗമായ എറണാകുളം, തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലേക്ക് ആയിരക്കണക്കിന് മുത്തഅല്ലിമീങ്ങളല്ലേ കടന്നു വരുന്നത്. അവര് വന്നിട്ട് പറയാറുണ്ടല്ലോ, 3 പെങ്ങളാ 4 പെങ്ങളാ, കിതാബ് വാങ്ങാ കാശില്ല, കുടുംബം പട്ടിണിയാണ്. ഈ 27-ാം രാവിലെ തിരുവനന്തപുരത്ത് നിന്ന് മലപ്പുറത്ത് തിരിച്ചു പോയിട്ട് പെരുന്നാളിൽ നിന്ന് ഉമ്മാക്ക് സാരി വാങ്ങി കൊടുക്കാൻ, ഉപ്പാക്ക് മുണ്ട് വാങ്ങി കൊടുക്കേണ്ടത് ഞാൻ ചെന്നിട്ടാണെന്ന് പറയുന്ന പൊട്ടിക്കരയുന്ന എത്രയോ മുത്തഅല്ലിമീങ്ങളുണ്ടെന്നറിയോ? അവര് സങ്കടപ്പെടണ്ട, അവര് വേദനിക്കണ്ട. ജനങ്ങളുടെ വായിലിരിക്കുന്ന ആക്ഷേപങ്ങൾ മുഴുവനും ഏറ്റുവാങ്ങിയിട്ട് ഈ സമുദായത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഇഖ്ലാസോടുകൂടി പ്രവർത്തിച്ച എന്റെ ഉസ്താദുമാരെ, നാളെയുടെ സമ്പന്നര് നിങ്ങളായിരിക്കും. കോടിപതികളായി നിങ്ങൾക്ക് മുന്നിലൂടെ അഹങ്കാരത്തോടെ നടന്നു പോയ വർഗത്തിന്റെ മുന്നില്, അള്ളാന്റെ മുന്നില് ഏറ്റവും വലിയ പണക്കാരായി നമുക്ക് മാറാം. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് കഷ്ടപ്പെടുന്നവരുണ്ട്, ഒരുപാട് വേദനിക്കുന്നവരുണ്ട്, ഒരുപാട് പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്, മക്കളെ കെട്ടിക്കാൻ നിവർത്തിയില്ലാതെ പൊറുതിമുട്ടുന്നവരുണ്ട്. അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രവിക്കുന്നവര്, പണമുള്ളവരെ പണമില്ലാത്തവരെ, വിഭാഗീയതയെ അറുത്തു മുറിച്ചു കളയുന്ന ഒരു മനുഷ്യ സ്നേഹം നമ്മുടെ ഹൃദയത്തിലേക്ക് വരിക. അത് പണ്ഡിതന്മാർക്കുണ്ടാവുക, അത് പള്ളി പരിപാലകർക്കുണ്ടാവുക, അത് സംഘടന നേതാക്കന്മാർക്കുണ്ടാവുക. അതിലൂടെ ഈ സമുദായത്തിന്റെ അടർന്നു വീഴുന്ന കണ്ണുനീർ തുള്ളികളെ കൈക്കുമ്പിൾ ഏറ്റുവാങ്ങിയിട്ട് നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് വിരിച്ചു തന്ന സ്നേഹത്തിന്റെ മെത്തയിൽ കിടന്നുറങ്ങാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. രോഗികളെ കാണുക, അവരെ സഹായിക്കുക. ഒരാളൊരു രോഗിയെ കാണാൻ വേണ്ടി ഇറങ്ങിയാൽ 70,000 മലക്കുകൾ ആ സെക്കൻഡിൽ അവന്റെ ഓരോ ചോട്ടടിക്കും അവന് വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന്. ഹോസ്പിറ്റലിൽ പോയിട്ട് ചിലത് കാണാൻ പോകും. 4 മണിക്ക് കെട്ടും കിഴിയൊക്കെ 8 മണിക്ക് കോളേജ് പാസ് എടുക്കാതെ കയറണം. 4 മണിക്കാണല്ലോ, 2 രൂപയാണെന്നാലും പാസ് എടുത്ത് കയറൂല, കാത്തിരിക്കും. ഇടിച്ചു കയറി അകത്ത് പോയി രോഗിയുടെ ചുറ്റും പോയത് നീ അറിഞ്ഞാടി ഐഷാക്ക് ഇതേപോലെ അസുഖം 3 ടീം. അപ്പൊ ഈ കിടക്കണ ആള് വിചാരിക്കും അള്ളാഹു ഇവിടെ കൊല്ലാൻ വന്നാണോ, 1 കിലോ ഏത്തപ്പഴം വാങ്ങിച്ചിട്ട് ഈ പല്ല ക്രൂരത ഇത് ആര് കയറ്റി വിട്ടത്? എന്നിട്ട് വട്ടം കൂടി എന്നിട്ട് പട്ടുറുമാലിന്റെ കഥയും ഹരിചന്ദനത്തിന്റെ കഥയും പറഞ്ഞ അവിടെ ഇരിക്കും. എവള് പറയും ഇത് ഇറങ്ങിപ്പോയെന്ന് കിടപ്പേ, ചെവി തല കേൾക്കാൻ വയ്യ. രോഗിയല്ലേ, രോഗിയുടെ അടുത്ത് അവർക്ക് ഇഷ്ടമുള്ളവർ മാത്രം ഇച്ചിരി നേരം ഇരിക്കുക, കൂടുതൽ നേരം ഇരിക്കാനും പാടില്ല. അങ്ങനെയാണല്ലോ രീതി. രോഗിയുടെ അടുത്ത് പോയിട്ട് നമ്മൾ നമ്മുടെ വിശേഷങ്ങൾ പറഞ്ഞു, രോഗി വിചാരിക്കും ഇയാളൊന്നും എഴുന്നേറ്റ് പോയിരുന്നെങ്കിൽ, എന്നാലും നമ്മൾ പോകില്ല. എന്നിട്ട് രോഗിയുടെ അടുത്തിരിക്കുന്ന ഫ്ലാസ്കിൽ നിന്ന് കഞ്ചാവ് ഒഴിച്ച് നമ്മൾ കുടിച്ചു, പിന്നെ എന്തുകൊണ്ട് വിശേഷം ഇങ്ങനെ കിടക്കാൻ. അപ്പൊ അതിനൊരു മര്യാദ, ആ ഒരു ശൈലിയൊക്കെ നമ്മൾ ഉണ്ടാക്കണം. അപ്പൊ രോഗികളെ കാണുക, അതുപോലെ തന്നെ സഹായിക്കാൻ ആവശ്യമെന്ന് കണ്ടാൽ നമ്മളെ കൊണ്ട് കഴിയുന്ന തരത്തിലുള്ള സഹായം നമ്മൾ ചെയ്തു കൊടുക്കുക. ഏതൊക്കെ രീതിയിൽ നമുക്ക് സഹായിക്കാം പ്രിയപ്പെട്ടവരെ, ഏതൊക്കെ തരത്തിൽ നമുക്ക് ആരെയെല്ലാം സഹായിക്കാം. ഏറ്റവും അധികം ഇന്ന് നമുക്ക് സഹായിക്കാൻ കഴിയുന്നത് രോഗികളായി നമ്മുടെ വീടുകളിൽ, നമ്മുടെ പള്ളികളിൽ വരുമല്ലോ ചികിത്സിക്കാൻ കാശില്ലാതെ ഡോക്ടറുടെ ബില്ലെഴുതിയ ആ തുണ്ടും അതുപോലെ ചികിത്സയുടെ തുണ്ടുകളും കയ്യിൽ വെച്ചുകൊണ്ട് ഗുളികയുടെ പേരുകളും കയ്യിൽ വെച്ചുകൊണ്ട് വരുന്നവരുണ്ടല്ലോ. എത്രയോ പേരുണ്ട്. മറ്റുള്ളവരെ സഹായിക്കുക എന്നത് എന്നും നമുക്കൊരു മുതൽക്കൂട്ട് തന്നെ. പരസ്പരം സ്നേഹത്തിന്റെയും തഖ്വയുടെയും ഗുണത്തിന്റെയും ഭാഗത്തിൽ നമ്മൾ പരസ്പരം സഹായിക്കുക, ഒരിക്കലും ശത്രുതയുണ്ടാക്കാൻ.
മറ്റൊരാളെ ഇല്ലാതാക്കാൻ അങ്ങനെയുള്ള ഒരു ചിന്തയിലേക്ക് നമ്മുടെ സഹായങ്ങൾ എത്തരുത്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. പൊന്നാര നബി തങ്ങളുടെ കാലഘട്ടം മനോഹരമായ ചരിത്രത്തിലേക്ക് വരാൻ സഹോദരിമാർക്ക് ചരിത്രങ്ങളൊക്കെ ഏറെ ഇഷ്ടമാണല്ലോ. മനോഹരമായ ചരിത്രമാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ മനോഹരമായ പള്ളിയുടെ സദസ്സ്. ഒരു സാധുവാര മനുഷ്യൻ എവിടെയുണ്ട്? മുത്തു നബി തങ്ങളോട് പറഞ്ഞതെന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ ഹബീബ് വിശക്കുകയാണ്. ഇന്നത്തെ രാത്രിയിൽ മുസാഫിറാണ് ഞാൻ, എനിക്ക് വേറെ പോകാനിടമില്ല നബിയെ. അതുകൊണ്ട് ഇന്ന് രാത്രി ഇവിടെ തങ്ങണം, എനിക്ക് ഭക്ഷണം എവിടെന്നെങ്കിലും സംഘടിപ്പിച്ചു തരുമോ റസൂലേ? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോട് പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ സ്വർഗം തരാൻ പോവാ, ഞാൻ പറയുന്ന ഈ കാര്യം നിങ്ങൾ ഏറ്റെടുക്കണം. അല്ലാഹുവിന്റെ ഹബീബ് അങ്ങനെ തന്നെയാണ് സഹാബത്തിനോട് ഓരോ കാര്യവും പറഞ്ഞു. ആദ്യം അവർക്ക് താല്പര്യം ഉണ്ടാക്കി കൊടുക്കും, എന്നിട്ട് അവരിൽ നിന്ന് സ്വതക്കകൾ വാങ്ങും. അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു അൻസാരിയായ പാവപ്പെട്ട സഹാബിയ, ദരിദ്രനാണ്, വീട്ടിലാകെ കഷ്ടപ്പാടാ. എഴുന്നേറ്റ് പറഞ്ഞു, നബിയെ ഞാനുണ്ട് നബിയെ. ആരും എഴുന്നേൽക്കുന്നതിന് മുമ്പ് എഴുന്നേറ്റത്. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഇന്നൊരു മുസാഫിർ എവിടെയുണ്ട്, അദ്ദേഹത്തെ വീട്ടിൽ കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കണം. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് ചെയ്താൽ അള്ളാഹു നിങ്ങളെ അതിഥിയായി സ്വർഗത്തിൽ സ്വീകരിക്കും. ആ സഹാബി പറഞ്ഞു, നബിയെ ഞാനൊന്ന് വീട് വരെ പോയി വരട്ടെ. വീട് വരെ ഒന്ന് പോയിട്ട് ഇപ്പൊ വരാം. പോയി വീട്ടിലേക്ക് ചെന്ന പ്രിയപ്പെട്ട അൻസാരിയായ സഹാബി ഭാര്യയോട് പറഞ്ഞു, പെണ്ണെ, അല്ലാഹുവിന്റെ റസൂലിന്റെ പള്ളിയിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പള്ളിയിൽ ഒരു സഹോദരൻ വന്നിട്ടുണ്ട് പെണ്ണെ. ഇന്ന് നമ്മുടെ വീട്ടിൽ ഭക്ഷണം കൊടുക്കാൻ നമുക്ക് കഴിയുമോ പെണ്ണെ? ആ പെണ്ണ് കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നു, നിങ്ങൾ എന്താ പറയുന്നത് പ്രിയപ്പെട്ടവരെ? ഈ വീട്ടിലെ കാര്യങ്ങളൊന്നും അറിയാത്ത പോലെ നിങ്ങൾ സംസാരിക്കല്ലേ. ഏറ്റവും ഉത്തമരെന്ന് ഉത്കൃഷ്ടരെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ. ആ മനുഷ്യനെ അങ്ങനെ ഉത്കൃഷ്ടരാക്കാൻ ഒരുപാട് സ്വഭാവ ഗുണങ്ങൾ ആ മനുഷ്യനുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മനുഷ്യന്റെ ചിരി. മനുഷ്യൻ ചിരിക്കാൻ കഴിവുള്ളവനാണ്. ലോകത്ത് ചിരിക്കാൻ അല്ലാഹു കഴിവ് കൊടുത്ത ഒരൊറ്റ വർഗം ഈ മനുഷ്യൻ മാത്രം. വേറെ ആരെങ്കിലും ചിരിച്ചിട്ടുണ്ടോ? കോഴി ചിരിക്കൂല, ആട് ചിരിക്കൂല, പശു ചിരിക്കൂല, പട്ടി ചിരിക്കൂല, പൂച്ച ചിരിക്കൂല. ആരെങ്കിലും ചിരിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞു? ഞാനങ്ങനെ കേട്ടിട്ടില്ല, കേൾക്കാൻ പോണൂല്ല. ഇത് അള്ളാന്റെ ഹബീബ് വ്യക്തമാക്കിയ മനുഷ്യൻ. അതുപോലെ ചിരിക്കാനുള്ള കഴിവ് മനുഷ്യന് മാത്രം കൊടുത്തതുപോലെ വേറെ ഒരു കഴിവ് കൂടി മനുഷ്യന് മാത്രം കൊടുത്തിട്ടുണ്ട്. ചിന്തിക്കാനുള്ള കഴിവില്ല. ചിന്തിക്കാൻ ചില ജീവികളൊക്കെ ചിന്തിക്കുന്നതും ചിലപ്പോൾ നിങ്ങൾ ഉണ്ടായിരിക്കുമ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ചിലപ്പോൾ നിങ്ങൾ അതുപോലെ ഒരു കഴിവ് അല്ലാഹു കൊടുത്തിട്ടുണ്ട്. ആർക്കാണ്? ഒരു ജീവിക്കും കഴിവില്ല നോക്കാൻ മനുഷ്യനു മാത്രം റബ്ബ് ചെയ്ത തകറുമാ. ആകാശത്തിലേക്ക് നോക്കാനുള്ള കഴിവ്, ആകാശത്തിലേക്ക് നോക്കാനുള്ള കഴിവ് ലോകത്ത് അല്ലാഹു പടച്ച തമ്പുരാൻ ഒരു ജീവജാലങ്ങൾക്കും കൊടുത്തിട്ടില്ല. ആകാശത്തിലേക്ക് കൈ കണ്ണുകൾ ഉയർത്തി നോക്കാൻ അല്ലാഹു തൗഫീഖ് കൊടുത്തിട്ടുള്ള ഒരേ ഒരു വിഭാഗം മനുഷ്യർ മാത്രമാണ്. മനുഷ്യന് മാത്രമേ കഴിയൂ ആകാശത്തേക്ക് നോക്കുന്നു. ഒരു ജീവിക്കും മുകളിലേക്ക് നോക്കി കണ്ണു തുറന്നു നോക്കി നിൽക്കാൻ പറ്റും. എല്ലാം താഴോട്ടാണ്. അപ്പോ ആകാശത്തിലേക്ക് നോക്കാനുള്ള കഴിവ്, ചിരിക്കാനുള്ള കഴിവ്, അങ്ങനെ ധാരാളം കഴിവ് അതൊക്കെ മനുഷ്യന് മാത്രം അല്ലാഹു കൊടുത്തതാണ്. മാത്രമല്ല ഖുർആൻ പറയുന്ന വലഖദ് കറംനാ ബനി ആദം വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹരി വറസഖ്നാഹും മിനത് ത്വയ്യിബാതി വഫളൽനാഹും അലാ കസീരിൻ മിമ്മൻ ഖലഖ്നാ തഫ്ളീലാ. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയുകയാണ്, അല്ലാഹു പടച്ച തമ്പുരാൻ ആദം മക്കളെ ആദരിച്ചിരിക്കുകയാണ്. നമ്മെക്കുറിച്ചാണ് ഖുർആൻ പറയുന്നത്. സൂറത്തുൽ ഇസ്രാഇന്റെ ആയത്താണ്. വലഖദ് കറംനാ ബനീ ആദം, മനുഷ്യ മക്കളായ നമ്മെ അല്ലാഹു ആദരിച്ചിരിക്കുകയാണ്. വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹരി, അല്ലാഹു തആല കടലിലും കടൽക്കരയിലുമെല്ലാം എല്ലാം റഹ്മാനായ പടച്ച തമ്പുരാൻ നമുക്ക് വേണ്ടി ഒരുക്കി തന്നിരിക്കുകയാണ്. അല്ലാഹു എന്തെല്ലാം നമുക്ക് തന്നിരിക്കുകയാണ്. എത്ര കഴിവുകൾ, എത്ര അനുഗ്രഹങ്ങൾ, എത്ര അഭിലാഷങ്ങൾ ഒക്കെയും ഈ മനുഷ്യവർഗത്തിന് വേണ്ടി അല്ലാഹു വിധാനിച്ചു തന്നിരിക്കുന്നു. മാത്രമല്ല സൂറത്തുൽ ഇസ്രാ പറയുകയാ, വഫളൽനാഹും അലാ കസീരിൻ
മിമ്മൻ ഖലഖ്നാ തഫ്ളീലാ. ഈ ലോകത്ത് പടച്ചു പോയിട്ടുള്ള സകല സൃഷ്ടികളെക്കാളും സരാചരങ്ങളെക്കാളും അല്ലാഹു ഈ മനുഷ്യനെ അല്ലാഹ് പറയുന്നു നാം അവനെ ശ്രേഷ്ഠമാക്കിയിരിക്കുകയാണ്, ശ്രേഷ്ഠവാനാക്കിയിരിക്കുകയാണ് അല്ലാഹു മനുഷ്യവർഗത്തെ. ഈ മനുഷ്യവർഗത്തെ കുറിച്ച് അല്ലാഹുവിന്റെ ഹബീബ് അവസാന ഹജ്ജ് വിടവാങ്ങൽ ഹജ്ജിൽ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഇന്ന ദിമാഅക്കും വഅംവാലക്കും ഹറാമുൻ അലൈക്കും ഇലാ തൽഖൂ റബ്ബക്കും കഹുർമതി യൗമിക്കും ഹാദാ ഫീ ശഹരിക്കും ഹാദാ ഫീ ബലദിക്കും ഹാദാ. അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് ചോദിച്ചതാ, ഈ നാടേതെന്നറിയുമോ, ഈ മാസമേതെന്നറിയുമോ, ഈ ദിവസമേതെന്നറിയുമോ? ഈ ദിവസം പോലെ, നാടുപോലെ, മാസം പോലെ, ഈ മക്ക പോലെ പരിശുദ്ധമായ പവിത്രമായ ഒന്നാണ് മാനുഷിക ബന്ധങ്ങളെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മനുഷ്യന്റെ മനസ്സ് നോവുന്നത് കഅബാലയത്തെ വേദനിപ്പിക്കുന്നതിന് തുല്യമാണ്. ഏറ്റവും ഉത്കൃഷ്ടരായി അല്ലാഹു പടച്ച മനുഷ്യവർഗം പരസ്പരം കുത്തിനോവിക്കുന്നത്, പരസ്പരം വേദനിപ്പിക്കുന്നത്, പരസ്പരം തമ്മിലടിക്കുന്നത് ഛിന്ന ഭിന്നമായി ഈ സമുദായത്തിന്റെ പള്ളിക്കകത്ത് പോലെ ചോരയൊഴുപ്പ് നടത്തുന്നത് കഹുർമതി യൗമിക്കും ഹാദാ. ഈ ദിവസം പോലെ നിങ്ങൾ ഗൗനിക്കേണ്ട കാര്യമാണ്. അല്ലാഹുവിന്റെ ഹബീബ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സമാപന ഹജ്ജിൽ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞിട്ട് പോയതാണ്. എത്രത്തോളം പരിശുദ്ധമാണ് മാനുഷിക ബന്ധം. ഒരു വിശ്വാസിയുടെ മനസ്സിനെ വേദനിപ്പിക്കുന്നത് കഅബാലയത്തെ നുള്ളി നോവിക്കുന്ന പോലെ തുല്യമായ ഒരു ശിക്ഷയാണ്. അതുകൊണ്ട് ഇന്ന് ഈ മുസ്ലിം സമുദായത്തിന് ഒന്നിനും ഒരു കുറവും അല്ലാഹു വരുത്തിയിട്ടില്ല. പിന്നെ എന്താണ് നമുക്ക് നഷ്ടം വന്നു പോയത്? നമുക്ക് നഷ്ടം വന്നുപോയത് എന്താണെന്നറിയുമോ? ആ നഷ്ടം വന്നുപോയതിനെ തിരിച്ചെടുക്കാനാണല്ലോ ഈ വിഷയത്തിലെ പരിചയപ്പെട്ട സ്ഥലത്ത് ഞാൻ തിരഞ്ഞെടുത്തത്. ആ നഷ്ടം വന്നുപോലെ സ്വഭാവം നമുക്ക് തിരിച്ചെടുക്കാനാണ്. തിരുവനന്തപുരം ജില്ലയുടെ കഴുക്കൂട്ടം എന്ന് പറയുന്ന സ്ഥലത്ത് അപകടം സംഭവിച്ച ശരീരത്തിലൂടെ രക്തം വാർന്നൊഴുകിയിട്ട് ഒരു പ്രിയപ്പെട്ട സഹോദരൻ റോഡിൽ കിടന്ന് നിലവിളിച്ചത് നിങ്ങൾ കണ്ടു കാണും, കേട്ട് കാണും. വഴിയേ പോകുന്ന സകലരോടും അയാൾ പറയുകയാണ്, എനിക്ക് എഴുന്നേക്കാൻ കഴിയുന്നില്ല, എന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമോ എന്ന് ചോദിച്ച് പൊട്ടിക്കരഞ്ഞപ്പോൾ എല്ലാവരും വട്ടം കൂടി നിന്നുകൊണ്ട് മൊബൈലിലൂടെ ആ ദയനീയകരമായ ചിത്രം ഇങ്ങനെ ഒപ്പിയെടുക്കുന്നതല്ലാതെ അയാളെ ഒന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ ഒരുങ്ങുന്നില്ല. പൈസ ഇല്ലാത്തത് കൊണ്ടാണോ എന്നെ കൊണ്ടുപോകാത്തതെന്ന് ചിന്തിച്ചുകൊണ്ട് ആ പ്രിയപ്പെട്ട സഹോദരൻ തന്റെ പോക്കറ്റിൽ നിന്ന് നോട്ട് കെട്ട് കൊടുത്ത് പുറത്ത് കാണിച്ചിട്ട് കാശ് ഞാൻ തരാ, പക്ഷേ എനിക്ക് കഴിയുന്നില്ല, എന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് ആ മനുഷ്യന്റെ ശരീരം ചുമന്നു കൊണ്ട് പ്രിയപ്പെട്ട ഉമ്മ തന്റെ പ്രിയപ്പെട്ട കുഞ്ഞിനെ റെയിൽവേ ട്രാക്കിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോ ആ പ്രസവിച്ച കുഞ്ഞിനെ പിന്നെ സാരിയുടെ ചാലിന്റെ ഭാഗം കൊണ്ട് കഴുത്തിൽ വരിഞ്ഞു മുറുക്കിയിട്ട് ആ ചോരക്കുഞ്ഞിനെ കൊന്നു കഴിയുന്ന ഉമ്മമാരുടെ കാലഘട്ടത്തില് ഉൾപ്പുറത്തിൽ സ്നേഹിക്കാറിയാണ് പ്രിയപ്പെട്ട ഉമ്മമാരെ 90-95 വയസ്സ് പ്രായമായ ഉമ്മമാർ പട്ടി വളർത്തുന്ന കുഞ്ഞകത്ത് അടച്ചിട്ടിട്ട് അവർക്ക് കൊടുക്കുന്ന ഭക്ഷണം പോലും ഭാര്യ വലിച്ചെറിഞ്ഞു കൊടുക്കുന്ന ഈ മക്കളുടെ കാലഘട്ടത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ ഈ സമുദായത്തിന് നഷ്ടപ്പെട്ടു പോയെന്നറിയോ? കാരുണ്യവും പരസ്പര സ്നേഹവുമാണ്. അതാണല്ലോ ഒരു മാനുഷിക മുഖം. നമുക്ക് നഷ്ടപ്പെട്ടു പോയത് അതാണ്. ആ ഒരു കരുണയും പരസ്പര സ്നേഹവും ആ ഒരു സന്തോഷവും നമുക്ക് നഷ്ടപ്പെട്ടു. നമ്മളൊക്കെ സ്നേഹിക്കുന്നത് മനുഷ്യനെയല്ല, പണത്തിനെയാണ്. ഉമ്മയും ഉപ്പയും അവർക്ക് 4 മക്കളുണ്ടെങ്കിൽ ഈ ഉമ്മാക്കും ഉപ്പാക്കും ഏറ്റവും വെറുപ്പെന്താ? കാലിണക്കി കൊള്ളാത്ത മോന്റോടെ വെറുപ്പ്. കാശുള്ള മക്കളോട് ഉമ്മാക്കോട് എന്റെ മൂത്തമം വരിക കസേരട്ട് കൊടുക്കണോ അല്ലെ സ്നേഹം. ഒരു ജോലിയില്ല, ഒരു പാവപ്പെട്ടവനുണ്ട്, അവനോട് ഉമ്മാക്കും പാപ്പാക്കും വലിയ വെറുപ്പാണ്. അവരോട് ഉമ്മാക്കും ഉമ്മയുടെ കാര്യമാണ് പറയുന്നത്, ഉമ്മയുടെ കാര്യം. മക്കളോട് എത്ര തെറ്റ് ചെയ്താലും പുറത്തു കൊടുക്കാൻ മനസ്സുള്ള ഉമ്മ പോലും ഈ കാലഘട്ടത്തിൽ ആ ഒരു രീതി സ്വീകരിക്കുമ്പോ നഷ്ടപ്പെട്ടു പോയില്ലേ പ്രിയപ്പെട്ടവരെ? ആ സ്നേഹം പണത്തിനു വേണ്ടി, സൗന്ദര്യത്തിനു വേണ്ടി ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കും, പണത്തിനു വേണ്ടി ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കും. മാതാപിതാക്കളെ സ്നേഹിക്കുന്ന മക്കളും അങ്ങനെ തന്നെയല്ലേ? വാപ്പ മരിച്ചാൽ കരയാത്ത പ്രിയപ്പെട്ട മോളുടെ ലാപ്ടോപ്പ് കേടായാലിരുന്ന് കരയുകയാണ്. വാപ്പ മരിച്ചിട്ട് കരഞ്ഞില്ല. കുഞ്ഞിന് കളിക്കാനുള്ള ബോള് പൊട്ടുമ്പോ കുഞ്ഞ് കരയുന്നു, ഉമ്മ കിണറ്റി വീണിട്ട് കുഞ്ഞ് കരയണില്ല.
സ്നേഹം ഈ രീതിയിലൂടെ ചില കാര്യങ്ങളിലേക്ക്, ചില വസ്തുക്കളിലേക്ക് സ്നേഹം മാറുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ തന്റെ സഹാബത്തിനോട് ചോദിച്ചതാ, ഇന്ന മിൻ ഇബാദില്ലാഹി ലൗനാ, ഇന്ന മിൻ ഇബാദില്ലാഹി ലൗനാ, ഒരു വിഭാഗം ജനങ്ങളുണ്ട് സഹാബത്തെ, ഒരു വിഭാഗം ജനങ്ങളുണ്ട് സഹാബത്തെ, അവര് നാളെ പരലോകത്ത് ഏറ്റവും വലിയ പ്രകാശമുള്ളവരായിരിക്കും. വഇന്ന വുജൂഹഹും ലനൂർ വഇന്നഹും അലാ നൂർ. അവരുടെ മുഖം മാത്രമല്ല, അവര് പോലും പ്രകാശത്തിന്റെ പ്രോജ്വല പ്രഭയായിരിക്കും സഹാബത്തെ. അവരാരായിരിക്കുമെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കഴിയുമോ എന്ന് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുമ്പോ സഹാബത്ത് പറയുന്നു, നബിയെ, അവർ അമ്പിയാക്കളാണോ? ആദമുൻ ഇദ്രീസുൻ ഹുദുമൽ സ്വലിഹു ഇബ്രാഹീമു കുല്ലും മുത്തബ. പ്രവാചകന്മാരാണോ നബിയെ? ഈ സമുദായത്തെ ഒരുപാട് ത്വരാക്കിയെല്ലാം പോകുന്നു. എന്താ കാരണം? സ്നേഹമില്ല, പരസ്പരം സ്നേഹമില്ല. കുടുംബ കോടതിയിൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. പ്രതിക്കൂട്ടിൽ നിന്നുകൊണ്ട് നിൽക്കുന്ന ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ട് ഭാര്യ ഇല്ലാത്ത കെട്ടുകഥകളായ ആവശ്യങ്ങൾ മുഴുവനും പറയും. ഭർത്താവും വിട്ടുകൊടുക്കണില്ല. എന്തായാലും അവൾ പറഞ്ഞല്ലോ, ജനങ്ങൾ അറിയുന്നല്ലോ. തിരിച്ചു ഭാര്യക്കെതിരെ ഭർത്താവിന്റെ ഇങ്ങനെ ആഭാസ ആഘോഷങ്ങൾ നടക്കും. ഇതിനിടയിൽ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് ചിന്തിക്കാൻ മാത്രം ആരുമില്ല. എന്തുകൊണ്ടാണ് നിന്റെ മകൾക്ക് നല്ലൊരു ഭാര്യയാകാൻ കഴിയാത്തത്? നിന്റെ മകന് നല്ലൊരു ഭർത്താവാകാൻ കഴിയാത്തത്? എറണാകുളം ജില്ലയുടെ പ്രധാനപ്പെട്ട സ്ഥലത്തൊരുമിച്ചുകൂടിയ ഖദരിയ സംഘത്തിന്റെ നിറം നികവിഞ്ഞ മജ്‌ലിസിൽ ഒരുമിച്ചുകൂടിയ എന്റെ പ്രിയപ്പെട്ട വിവാഹിതരായ സഹോദരങ്ങളോട്, സഹോദരിമാരോട് ഞാനൊന്ന് ചോദിക്കട്ടെ, ഇന്ന് വരെ നിങ്ങൾക്ക് നിന്റെ ഭാര്യമാരോട് അസ്സലാമു അലൈക്കും എന്ന് പറയാ മനസ്സ് വന്നിട്ടുണ്ടോ? ഭാര്യക്ക് തിരിച്ചിക്കാനോട് സലാം പറയാ മനസ്സ് വന്നിട്ടുണ്ടോ? സലാം പറയണം. അത് കഴിഞ്ഞ് വീട്ടിലേക്ക് ചെന്ന് ഭാര്യയോട് അസ്സലാമു അലൈക്കും പറയണം. ഭാര്യ അത്യാവശ്യത്തിന് പുറത്തിറങ്ങി ഭർത്താവിനോട് അല്ലെങ്കിൽ അസ്സലാമു അലൈക്കും, ഭർത്താവ് രാത്രി വന്നു അസ്സലാമു അലൈക്കും, ഇങ്ങനെ പറയാനുണ്ട്. ഇന്ന് നിങ്ങളുടെ ഭർത്താവ് ഗൾഫിൽ നിന്ന് വിളിക്കുമ്പോ എറണാകുളത്തെ ഈ വൈറ്റിലയുടെ പരിസരത്തുള്ള സഹോദരിമാർ വീട്ടിൽ പോയിട്ട് ഫോൺ എടുത്ത ഉടനെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറയുമ്പോ പാവപ്പെട്ട പെട്ടെന്ന് കട്ട് ചെയ്തിട്ട് നമ്പർ നോക്കും. അല്ലാഹ്, ഇത് ഏത് ശേഖന്റെ വീട്ടിലാ റബ്ബേ ഞാൻ വിളിച്ചത്? അല്ലാഹുവേ, കാരണം എന്റെ ഭാര്യക്ക് ശീലില്ലായിരുന്നല്ലോ. കല്യാണ വീടുകളിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക രണ്ടാമതും മൂന്നാമതും വാങ്ങിച്ച ഒരു കൂട്ടുകാരൻ, മൂന്നാമതും ബിരിയാണി തട്ടിയിട്ട് നാലാമത്തെ ഐസ്ക്രീം കഴിച്ചു. കാറ്ററിംഗ് സർവീസുകാരൊക്കെ അവന്റെ ചാപ്പാര മക്കള അതുകൊണ്ട് ഇഷ്ടംപോലെ കിട്ടി ചാപ്പാട് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അവനെ കണ്ടിട്ട് ചില ആൾക്കാർ പറയും അസ്സലാമു അലൈക്കും പറഞ്ഞെന്താ എനിക്ക് വേറെ അയലടാന്നാ, അല്ലാതെ അവന് അങ്ങാണ്ട് രക്ഷ ഉണ്ടാവട്ടെ എന്നല്ല. അപ്പൊ കളിയാക്കാൻ വേണ്ടി സലാമിന് ഉപയോഗിക്കുന്നവരുമുണ്ട്. അങ്ങനെ ആവരുത്. സലാം പരിശുദ്ധമായ വാക്കാണ്. ദീനിന്റെ ഒത്തൊരുമയുടെ സ്നേഹത്തിന്റെ ചങ്ങലക്കണ്ണികളെ ചേർത്തു വെക്കാൻ അല്ലാഹു ലോകത്ത് തന്നതാണ് സലാം. ആ സലാമിനെ നമ്മൾ പ്രചരിപ്പിക്കണം, നമ്മൾ വ്യാപിപ്പിക്കണം. അല്ലാഹു അതിന് നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. അലി റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ എവിടെ വെച്ച് കണ്ടാലും ആദ്യം സലാം പറയുന്നത് അലി റളിയല്ലാഹു അൻഹു ആയിരുന്നു. ഒരിക്കൽ അങ്ങനെ സലാം പറയാത്തതായി കണ്ടപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പരാതി പറഞ്ഞു. അല്ലാഹുവിന്റെ ഹബീബിന്റെ അടുത്ത് എന്നോട് അലി സലാം പറയുമായിരുന്നു, ഇപ്പോഴവൻ പറയുന്നില്ല. എന്താണ് നിന്റെ കാരണമെന്നറിയട്ടെ? അലി റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചപ്പോ ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു പറഞ്ഞ രംഗം ഇങ്ങനെ: ഇസ്ലാമിക ചരിത്രത്തിലെ കവിതകളിലൂടെ ഇൽമിന്റെ മുത്തുകളെ മുഴുവൻ ഈ സമുദായത്തിന്റെ നെഞ്ചകത്തിലേക്ക് വാരി എറിഞ്ഞുകൊടുത്ത ബഹുമാനപ്പെട്ട തഴവ മുഹമ്മദ് കുഞ്ഞ് മൗലവി നവ്വറല്ലാഹു മർഖദഹു, അല്ലാഹു ആമാന്റെ ഖബർ വിശാലമാക്കട്ടെ. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഈ രാത്രിയിൽ ഞാൻ സ്വർഗമിൽ ഒരു മന്ദിരം കണ്ടിട്ടു ചോദ്യം ചെയ്തിതാണ് അതിനുത്തരം. ആദ്യം സല പറയുന്നവർ കാണുന്ന, അതുകൊണ്ട് സിദ്ദീഖിനൊഴിഞ്ഞതു തന്നെ. നബിയേ, ഞാനൊരു സ്വപ്നം കണ്ടു നബിയേ. ആ സ്വപ്നത്തിന്റെ സ്വർഗീയ മാളിക, ആ മനോഹരമായ മാളിക കണ്ടു നബിയേ. അതാർക്കാണെന്ന് ഞാൻ ചോദിച്ചപ്പോ രണ്ടുപേര് പരസ്പരം കണ്ടുമുട്ടുമ്പോ ആരാണ് ആദ്യം സലാം പറയുന്നത് അയാൾക്കാണ് ആ സ്വർഗത്തിലേക്ക് കടക്കാനുള്ള ഭാഗ്യമെന്ന് പറഞ്ഞപ്പോ അവിടെ എന്റെ അബൂബക്കർ കടക്കട്ടെ നബിയേ, അവിടെ എന്റെ അബൂബക്കർ കടക്കട്ടെ നബിയേ.
അങ്ങയെ സ്നേഹിക്കലാണ് ഏറ്റവും വലിയ ഹോബി എന്ന് പറഞ്ഞ, അങ്ങയെ നോക്കിയിരിക്കലാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ സന്തോഷമെന്ന് പറഞ്ഞ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ആ പദവി കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നാമത് സലാം പറയുന്ന രീതി ഞാൻ മാറ്റിയതാണ് നബിയേ എന്ന് ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദര, പരസ്പരം സലാം പറയുന്ന, മുസാഫഹത്ത് ചെയ്യുന്ന, പുഞ്ചിരിക്കുന്ന ആ സ്നേഹത്തിന്റെ തെളിനീരിന്റെ വെള്ളങ്ങളെ കലക്കി വിടാറ് ഈ സമുദായത്തെ നശിപ്പിക്കാനുള്ള വിശപ്പിന്റെ ചിന്തകൾ മനസ്സിന്റെ അകത്ത് വളർത്തിയെടുക്കാറ് ഈ സമുദായം കൊണ്ടും ജനങ്ങളിലേക്ക് പറഞ്ഞു വിട്ടുപോയ വർഗത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായത് എന്റെ സമുദായമാണെന്ന് ഖുർആൻ പറഞ്ഞ മുത്തുനബി തങ്ങളുടെ നാവിലൂടെ ലോകത്തെ പഠിപ്പിച്ച ഓ സമുദായത്തിന്റെ വക്താക്കളായ ഞാനും നിങ്ങൾ പള്ളിക്കകത്ത് കിടന്ന് തമ്മിലടിക്കാറ്, അധികാരത്തിന് വേണ്ടി ചോരത്തിളപ്പോടുകൂടി പ്രവർത്തിച്ചിട്ട് ചോരയെടുക്കാറ് ഈ സമുദായത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ റമദാൻ മാസത്തിൽ പോലും പ്രസ്ഥാനങ്ങളുടെ പേരിൽ ലഘുലേഖകളും നോട്ടീസുകളും ഇറക്കി കടിച്ചു കയറുന്ന ഒരു വിഭാഗീയത ചിന്ത നമ്മൾ മാറ്റിവെക്കണേ. വഅ്തസിമൂ ബിഹബ്ലില്ലാഹി ജമീആ, അല്ലാഹുവിന്റെ പാർശ്വത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഒരുമിച്ച് നിൽക്കാ. ഈ സമുദായത്തിന്റെ ഉമ്മ കരഞ്ഞോ അതെന്റെ ഉമ്മയാണെന്ന ചിന്ത വരാ. ഈ സമുദായത്തിന്റെ ഒരു ചെറുപ്പക്കാരനൊരു വിഷമം വന്നാൽ അത് നാട്ടിലെ യുവാക്കളുടെ വിഷമമായി മാറാ. ഈ സമുദായത്തിന്റെ ഏതെങ്കിലും ഒരു പാവപ്പെട്ട പെൺകുട്ടിക്ക് കല്യാണത്തിന് സാമ്പത്തികമില്ലാതെ 25-35 വയസ്സെത്തുന്നത് വരെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് കഴിഞ്ഞുപോയാൽ ഈ നാട്ടിലുള്ള സമ്പന്നവർഗത്തിന്റെ മനസ്സ് അത് ഓർത്തുകൊണ്ട് ചിന്തിച്ച് പൊട്ടിക്കരയുന്ന വിശ്വാസത്തിന്റെ ചൈതന്യം നമുക്ക് കിട്ടാനോ ഈ പരിപാടി എന്റെ പ്രിയപ്പെട്ടവരെ സംഘടിപ്പിച്ചിരിക്കുന്നത്. അല്ലാഹു അങ്ങനെ ഒരുമിച്ച് നിൽക്കാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. അനസ് റളിയല്ലാഹു അൻഹു അല്ലാഹു പറഞ്ഞതാ, യാ ബുനയ്യ ഇൻ ഖദർത തുസ്ബിഹ വ തുംസിയ വലൈസ ഫീ ഖൽബിക ഇശ്ശുൽ ലിഅഹദി വഫഅൽ വദാലിക മിൻ സുന്നത്തി. അല്ലാഹു റസൂൽ പറഞ്ഞു, അല്ലയോ അനസേ റളിയല്ലാഹു അൻഹു, ഇൻ ഖദർത തുസ്ബിഹ വ തുംസിയ വലൈസ ഫീ ഖൽബിക ഇശ്ശുൽ ലിഅഹദി, ആരോടും വെറുപ്പില്ലാത്ത ഒരു പ്രഭാതം, ഒരു പ്രദോഷം, ആരോടും വെറുപ്പില്ല. നേരം വെളുക്കുമ്പോ തന്നെ ഇന്നവന്റെ വണ്ടി കുഴി ചാടിക്കണം, ഇന്നവന് പാര വെക്കണം. റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരാണ് ലോകത്തെ ഏറ്റവും വലിയ പാരൻ അല പാരിഹി. ഇവൻ കച്ചവടം പറഞ്ഞുറപ്പിക്കും, മറ്റോ വന്ന് തട്ടിക്കളയും. അങ്ങനെ അപ്പൊ അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിക്കണം. റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരെ കുറ്റം പറഞ്ഞതല്ല, ഇനി പാര വെക്കുന്നവരെ മനഃപൂർവ്വം കുറ്റം പറഞ്ഞത്. നമ്മൾ അങ്ങനെ വെച്ചിട്ട് ഒരാളെ കൊന്നിട്ടല്ലേ ലോകത്ത് കച്ചവടം നടത്തേണ്ടത്. അങ്ങനെ ആലോചിച്ചിട്ടൊക്കെ ചെയ്യേണ്ട കാര്യം. എല്ലാ കച്ചവടവും അങ്ങനെ തന്നെയാണ്. ഒരാൾ പുതിയ കട തുടങ്ങുമ്പോൾ ഈ കട നടത്തിക്കൊണ്ടിരിക്കണം, പറയാം അല്ലാഹു എന്റെ വള്ളക്കടിച്ച എന്താ ഉദ്ഘാടനം, സുരേഷ് ഗോപിയെ കൊണ്ടുവന്ന് ഉദ്ഘാടനം നടത്തി, ഇനി എന്റെ കടയിൽ ആരും വരില്ല. അങ്ങനെ ചിന്തിച്ച് മനസ്സുരുകുന്നവരാവരുത്. അല്ലാഹു തആല വിധിച്ചത് നമുക്ക് കിട്ടും. നമ്മൾ ആശങ്കപ്പെടേണ്ട കാര്യമില്ലല്ലോ, അതിന് നമ്മൾ ആശങ്കപ്പെടേണ്ട. അതുകൊണ്ട് പരസ്പരം പാരകൾ വിൽക്കുന്ന പ്രഭാതമാകരുത് നമ്മുടെ പ്രഭാതം. നാളെ ആവട്ടെ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ചിന്തിച്ച് കിടന്നുറങ്ങി വൈരാഗ്യത്തോടെ കണ്ണു തുറക്കുന്നവരാകരുത്. പ്രഭാതവും പ്രദോഷവും ആരോടും വെറുപ്പില്ലാത്ത ഒരു പ്രഭാതവും പ്രദോഷവും നിനക്ക് വന്നാൽ അതെന്റെ ചര്യയാണ്, നീ അത് പ്രവർത്തിച്ചു കൊള്ളുക എന്ന് ഹബീബായ അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്തു. പിന്നെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ, അർറഹീമു യർഹമുഹുർ റഹ്മാൻ. ഈ ദുനിയാവിൽ അങ്ങനെ ഒരു മനുഷ്യ സ്നേഹമുള്ള, കരുണയുള്ള, കാരുണ്യമുള്ളവർക്ക് മാത്രമേ അല്ലാഹു കരുണ ചെയ്യുള്ളൂ. ഇർഹമൂ മൻ ഫിൽ അർളി യർഹമുകും മൻ ഫിസ് സമാ. ഈ ഭൂമിയുടെ തൊലിക്കുപുറത്തുള്ളവരോട് നിങ്ങൾ കരുണ കാണിച്ചാൽ ആഖിറത്തിൽ, ആ പരലോകത്തിൽ നിങ്ങൾക്ക് രക്ഷ കിട്ടുമെന്ന് മാത്രമല്ല, യർഹമുകും മൻ ഫിസ് സമാ, ആകാശത്തിലുള്ളവർ നിങ്ങളോട് കരുണ കാണിക്കും. അതായത് അല്ലാഹുവിന്റെ മാലാഖമാർ നിങ്ങളോട് കരുണ കാണിക്കും. ഭൂമിയിലുള്ളവർ നിങ്ങളോട് കരുണ കാണിച്ചാൽ ആകാശത്തിലുള്ളവർ നിങ്ങളോട് കരുണ കാണിക്കും. കറുത്തു മെലിഞ്ഞവനായ ബിലാൽ മുഅദ്ദി റളിയല്ലാഹു അൻഹുവിനെ അതിനു വേണ്ടിയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്നേഹിച്ചത്. ഉമയ്യത്തിന്റെ മുമ്പ് കിടന്ന് പിടഞ്ഞുപോയ ബിലാൽ, ശരീരം കറുത്തുപോയ ബിലാലിന്റെ ശരീരത്തിന്റെ ആ കറുപ്പിലേക്ക് രക്തത്തിന്റെ നിറം ഒഴുക്കിവിട്ട ഉമയ്യത്തിന്റെ ശക്തമായ പ്രഹരത്തിന് താഴെ കിടന്ന് പിടഞ്ഞുപോയ
ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ എനിക്ക് വേണം എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. ബിലാലിനെ ഞാൻ മോചിപ്പിക്കാൻ പോവുകയാണ്. ഉമയ്യത്ത് പറഞ്ഞു, അബൂബക്കറെ എന്തിനാണ് ഈ ബിലാലിനെ നിനക്ക്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ ബിലാലിനെ എനിക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഉമയ്യത്ത് പറഞ്ഞു, ബിലാലിന്റെ ശരീരത്തിന് ഒരുപാട് കഷ്ടപ്പെട്ട് ഈ സമുദായത്തെ സമുദ്ധരിക്കാൻ വേണ്ടി പരിശ്രമിച്ച പ്രവാചകന്മാരാണോ നബിയെ? അല്ലാഹു റസൂൽ പറഞ്ഞു, അല്ല. പരലോകത്തെ ഏറ്റവും അധികം പ്രകാശപൂരണം പ്രകാശത്തിന്റെ പ്രഭയുമായി വരുന്ന വിഭാഗം പ്രവാചകന്മാരല്ല. അവർക്ക് പ്രകാശമുണ്ടില്ല എന്നല്ല, പക്ഷെ ഞാൻ ഈ പറഞ്ഞ വിഭാഗം അവരല്ല. വീണ്ടും അള്ളാന്റെ റസൂലിനോട് സഹാബത്ത് ചോദിച്ചു, നബിയേ അവര് ശുഹദാക്കളാണോ നബിയേ? അവര് ശുഹദാക്കളാണോ റസൂലേ? അടക്കളത്തിൽ പടപൊരുതി പോരാടി എല്ലാം മറന്നുകൊണ്ട് ശരീരത്തിന്റെ രോമകൂപങ്ങൾ പോലും അള്ളാന്റെ ദീനിന് വേണ്ടി സമർപ്പിച്ചു കൊടുത്ത് ശുഹദായിന്റെ പച്ചക്കോട്ടടിഞ്ഞുകൊണ്ട് സ്വർഗത്തിന്റെ അരുവികൾക്ക് മുകളിലൂടെ പാറിപ്പറക്കുന്ന ശുഹദാക്കളാണോ നബിയേ? അള്ളാന്റെ ഹബീബ് പറഞ്ഞു, അല്ല, അവരുമല്ല. ശുഹദാക്കൾക്ക് പ്രകാശമുണ്ട്, പക്ഷേ ഞാൻ ഈ പറഞ്ഞ വിഭാഗം ശുഹദാക്കളല്ല, അമ്പിയാക്കളല്ല. പിന്നെ ആരാണ്? അവരുടെ മുഖം വല്ലാത്ത പ്രകാശമാണ്. അവരും വല്ലാത്ത പ്രകാശത്തിലാണ്. ഇതാരാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുകയാ. തഹാബൂ ബിറൂഹില്ലാ അലാ ഗൈരി റുഹാമിൻ ബൈനഹും. പരസ്പരം സ്നേഹിക്കുന്നവരാണ്. ആർക്കു വേണ്ടി? പണത്തിന് വേണ്ടിയല്ല, അധികാരത്തിന് വേണ്ടിയല്ല, പ്രസ്ഥാനത്തിന് വേണ്ടിയല്ല, സംഘടനയ്ക്ക് വേണ്ടിയല്ല, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയല്ല, കസേരകൾക്ക് വേണ്ടിയല്ല, പരസ്യങ്ങൾക്ക് വേണ്ടിയല്ല, പണത്തിന് വേണ്ടിയല്ല. പിന്നെയോ ഏറ്റവും അധികം അവര് പരസ്പരം സ്നേഹിക്കുന്നത് ബിറൂഹില്ലാ അല്ലാഹുവിന് വേണ്ടിയിട്ട്, അള്ളാഹുവിന് വേണ്ടി. ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുന്നതും മാതാപിതാക്കൾ മക്കളെ സ്നേഹിക്കുന്നതും ഗുരുനാഥന്മാർ ശിഷ്യന്മാരെ സ്നേഹിക്കുന്നതും ഒക്കെ എല്ലാം പരസ്പരം കൂട്ടുകൂടുന്നതും കൂട്ടാവുന്നതും ഒക്കെ അള്ളാഹുവിന് വേണ്ടി പരസ്പരം സ്നേഹിക്കുന്നവരാണ്. അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി പരസ്പരം ഇഷ്ടപ്പെടുന്നവർ. ആ ഒരു വിഭാഗത്തിന് പ്രവാചകന്മാരെ പോലെ ശുഹദാക്കളെ പോലെ പ്രകാശിക്കുന്ന പരിശുദ്ധ മുഖം അള്ളാഹു പടച്ചത് നാളെ പരലോകത്ത് കൊടുക്കുമെന്ന്. അള്ളാഹു ആ ഒരു പരിശുദ്ധി ഈ നാട്ടിലുള്ള ബദരിയ സംഘത്തിന്റെ കൂടെ ചേർന്ന് നേടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അള്ളാഹുവിന് വേണ്ടി ഇഷ്ടപ്പെടുമ്പോൾ, അള്ളാഹുവിന് വേണ്ടി പരസ്പരം സ്നേഹിക്കുമ്പോൾ, നമ്മുടെ അടുത്ത് താമസിക്കുന്ന ഒരു പ്രിയ കൂട്ടുകാരൻ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അത് നിന്റെ മനസ്സിലെ ഏറ്റവും വലിയ സങ്കടമായവന് തോന്നുകയാണ്. ഫലസ്തീനിലെ പാവപ്പെട്ട മക്കള് പട്ടിണി കിടന്ന റമളാനിന്റെ രാത്രികളുണ്ടല്ലോ, ഇത്തപ്പഴം പോലും കഴിക്കാൻ കൈവെള്ളയിൽ കിട്ടാതെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇരുമ്പ് ചവയ്ക്കുന്ന പൈപ്പ് വെള്ളം കുടിച്ചുകൊണ്ട് നോമ്പ് പിടിച്ച ഫലസ്തീനിന്റെ മക്കളെ ഓർക്കാതെ സൗദി അറേബ്യയുടെ വിലപിടിപ്പുള്ള കാണിക്ക കൊണ്ട് എറണാകുളം ജില്ലയിൽ നോമ്പ് തുറന്നവനെ, നിന്റെ മനസ്സിലേക്ക് ആ നന്മ നഷ്ടപ്പെട്ടു പോയിരിക്കും. അല്ലാഹു തിരിച്ചു തരട്ടെ. നമ്മുടെ സഹോദരിമാരെ നോമ്പ് തുറക്കുന്നത് വലത്തെ കയ്യിൽ ഈത്തപ്പഴോ ഇടത്തെ കയ്യിൽ അന്നാട്ടോട് വെച്ചിട്ടാണ്. അന്നാട്ടോട് എന്ന് പറഞ്ഞാൽ അറിയോ? ഗ്ലാമർ കൂടാനുള്ള മരുന്നാണ്. സഹോദരി മുപ്പാപ്പമാരൊക്കെ ഉമ്മാമാക്കും വാങ്ങിക്കൊണ്ട് കൊടുക്കുന്നതാ. കഴിക്കടി വയസ്സറുപതായെങ്കിലും ഒന്നുണ്ടാവുന്ന ഒരു ചുറുചുറുക്കുണ്ടാവുന്ന നോക്കട്ടെ, അന്നാട്ടോൺ കഴിക്കണം. അതിനൊക്കെ വലിയ ആവേശമാണ്. പോലും ചിലപ്പോ രാത്രി പിന്നെ രാവിലെയൊക്കെ അത്താഴത്തിന്റെ സമയത്തൊക്കെ ഇതിനോടാണ് താല്പര്യം. കഷ്ടപ്പെടുന്നവരുടെ മുമ്പരം അറിയാം. നമ്മുടെ സുഖങ്ങൾക്ക് മറവിൽ നമുക്ക് സാധിക്കും. നമ്മുടെ പള്ളികളൊക്കെ റമദാൻ എന്ന് പറഞ്ഞാൽ എന്താ വില കൂടിയ ഭക്ഷണം 5 മണിയാകുമ്പോ പ്ലേറ്റ് നിറഞ്ഞ് നിരന്നിരിക്കും. ഒരു പ്ലേറ്റിന്റെ 4 ഭാഗത്തും പല വിധത്തിലുള്ള ഭക്ഷണങ്ങൾ ഇങ്ങനെ ആ പൂക്കുടയുടെ മോഡലിൽ അരിഞ്ഞ് വളരെ ഭംഗിയായിട്ട് ഇങ്ങനെ 4 മണിയാകുമ്പോ അതിൽ വന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. പടച്ചവനെ, ഇന്ന് എത്രക്കാ അരിയാരെ? ഇന്ന് 6:39. അതെന്താ ഈ വർഷം അങ്ങനെ നോക്കിയിരിക്കുക. പിന്നെ എല്ലാ പള്ളികളിലും സമൂഹ നോമ്പ് തുറയാണ്. സ്വാമിമാരെയും ഈ ക്രിസ്ത്യൻ അച്ഛന്മാരെ, ഇവിടെയൊക്കെ ധാരാളം ക്രിസ്ത്യൻ അച്ഛന്മാരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ വിളിച്ചുകൊണ്ടൊന്ന് 4 മണിക്കേ കൊണ്ടിരുത്തിയിട്ട് ഈ സാധനം ഇങ്ങനെ മുമ്പ് വെക്കും. അവരിങ്ങനെ ആലോചിക്കും, ഇത് വല്ലാത്ത അതാവാണ്, എന്താ ഇത് കഴിക്കത്തുമില്ല. ഇങ്ങനെ നോക്കി അതിന്റെ മുമ്പ് നോക്കിയിട്ട് പ്രസംഗിക്കണം. മുസ്ലിം സമുദായം ഈത്തപ്പഴത്തിൽ നോക്കി. അപ്പൊ ഇത്
അത് എനിക്ക് താല്പര്യമില്ലാത്ത കാര്യമാണ്. നമ്മള് സമൂഹത്തെ സ്നേഹിക്കുന്നവനാണ് ഞാൻ. മറ്റു മതങ്ങളെ പിന്നെ എല്ലാ കാര്യത്തിലും അവരോട് സൗഹാർദ്ദപരമായി സഹകരിക്കണം, സ്നേഹിക്കണം. പ്രത്യേകിച്ച് ഈ നാട്ടിലൊക്കെ ധാരാളം ക്രിസ്ത്യാനികളായ സഹോദരങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളിങ്ങനെ ഒരു മോഡലിന് വേണ്ടിയിട്ടാണ് ചാനലിലൊക്കെ നല്ല കവറേജ് കിട്ടണം, പത്രത്തിന്റെ ഫ്രണ്ടിൽ വരണം, അതൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സമൂഹ നോമ്പുതറ സംഘടിപ്പിക്കുമ്പോ ആ വാങ്ങിയ ലക്ഷക്കണക്കിന് രൂപയുടെ നോമ്പുതറയുടെ ഭക്ഷണങ്ങളിൽ നിന്ന് എന്റെ പ്രിയമുള്ളവരെ ഒരാൾ 1 രൂപ മാറ്റിവെച്ചിരുന്നെങ്കിൽ, ഒരാൾ 1000 രൂപ മാറ്റിവെച്ചിരുന്നെങ്കിൽ എത്രയോ പള്ളികൾ നമ്മുടെ കേരളത്തിന്റെ മുക്കുമൂലകളിൽ പാവപ്പെട്ട കൂലിവേലക്കാർ മാത്രം നിസ്കരിക്കാൻ ചെല്ലുന്ന എത്രയോ പള്ളികളിൽ റമദാൻ മാസത്തിന്റെ മാരിവിന്റെ സമയത്ത് കഞ്ഞി പോലുമില്ല പ്രിയപ്പെട്ടവരെ. കഞ്ഞി കുടിക്കാൻ പോലും നിവർത്തിയില്ല. നിസ്കരിക്കാൻ വരും അവരവരുടെ വീടുകളിലേക്ക് നിവർത്തിയില്ല. പള്ളിയിൽ കൊണ്ടുവന്നിട്ട് അങ്ങനെ കുറച്ച് ഈട്ടിപ്പഴം വിതരണം, അതൊന്നും നമ്മളറിയൂല. നമുക്ക് നമ്മുടെ പള്ളി കിടലോ ആയിരിക്കും, അപ്പുറത്തെ പള്ളിയെക്കാരും പെട്ടപ്പെട്ട പ്രാവശ്യം നമ്മുടെ പള്ളി തന്നെ ടോപ്പ് 27 അവന് കലക്കീര നമ്മുടെ പള്ളിക്ക് എപ്പോഴും അങ്ങനെ ഒരു റെക്കോർഡ് കിട്ടാനാണ് താല്പര്യം. എന്നിട്ട് കമ്മിറ്റിക്കാർക്ക് പറയണം, നമ്മള് കമ്മിറ്റി ഇരുന്നത് റമദാനാണ്, അടിപൊളി റമദാൻ, നിന്നെ കൊണ്ടൊന്നും പറ്റൂലടാ എന്ന് പറയും. അതിനുവേണ്ടി കുറേ കമ്മിറ്റി സമുദായ സ്നേഹികളായ പരിപാലകർ നമ്മുടെ പള്ളികളുണ്ടെങ്കിൽ എന്തൊക്കെ അവർക്ക് ചെയ്യാൻ കഴിയുമായിരുന്നു, എന്തൊക്കെ ചെയ്യാൻ അവർക്ക് സാധിക്കുമായിരുന്നു. അതുകൊണ്ട് അല്ലാഹു പടച്ചതമ്പുരാൻ നാളെ പരലോകത്ത് മഹ്ശറാവൻ സഭയിൽ എല്ലാ മനുഷ്യരും ഒരുമിച്ചുകൂടി നിൽക്കുന്ന തലകളിലേക്ക് മണ്ണ് വാരിയിട്ടുകൊണ്ട് പൊട്ടിക്കരയുന്ന ആഖിറമില്ലേ, അവിടെ അല്ലാഹു വിളിച്ചു ചോദിക്കുകയാണ്, ഐനൽ മുതഹാബൂന ബിസലാലി, എനിക്ക് വേണ്ടി പരസ്പരം ഇഷ്ടപ്പെട്ടവരെവിടെ, എനിക്ക് വേണ്ടി പരസ്പരം സ്നേഹിച്ചവരെവിടെ, അലിയോ മൗദില്ലുഹും ഫീ ദുല്ലി, ഇന്നേ ദിവസം ഞാൻ അവർക്ക് തണല് കൊടുക്കുകയാണ്. എനിക്ക് വേണ്ടി ഇഷ്ടപ്പെട്ടവരെവിടെ, എനിക്ക് വേണ്ടി പാവപ്പെട്ടവനെ സഹായിച്ചവരെവിടെ, എനിക്ക് വേണ്ടി സാധുവാര യത്തീം കുട്ടിയുടെ കല്യാണത്തിന് പോയിട്ട് ഒരു 2 പവന്റെ സ്വർണ്ണാഭരണം ആരും അറിയാതെ കൈമാറിയവനെവിടെ, ക്യാൻസർ രോഗം വന്ന് മരുന്ന് വാങ്ങാൻ നിവർത്തിയില്ലാതെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആത്മഹത്യക്ക് വേണ്ടി കയറിൽ കുരുക്കിട്ടുകൊണ്ട് കഴുത്തിലേക്ക് വെക്കുമ്പോ 2 ലക്ഷം രൂപയുടെ ചെക്കുമായി അവന്റെ മുന്നിലേക്ക് ചെന്ന് സഹായിക്കാൻ മനസ്സുള്ള മനസാക്ഷിയുള്ളവനെവിടെ, പേരിന് വേണ്ടിയല്ല, പ്രശസ്തിക്ക് വേണ്ടിയല്ല, പത്രത്തിൽ വരാൻ വേണ്ടിയല്ല, പവറിന് വേണ്ടിയല്ല, ഐനൽ മുതഹാബൂന ബിസലാലി എന്ന് വിളിച്ചു ചോദിച്ചിട്ട് അല്ലാഹു പറയുന്നു, അലിയോ മൗദില്ലുഹും ഫീ ദുല്ലി, ഇന്നേ ദിവസം നിങ്ങൾക്ക് ഞാൻ എന്റെ അർശിന്റെ തണൽ തരികയാണ്. അർശിന്റെ തണൽ അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് മാത്രം കൊടുക്കുന്നതാ. തള്ളക്കോടി കുഞ്ഞുങ്ങളെ ചിറകിനടിയിൽ ഒതുക്കി വെക്കും സ്നേഹത്തോടെ. അതുപോലെ അല്ലാഹു സ്നേഹനിധികളായ തന്റെ അടിമകളെ തന്റെ ചിറകിന് താഴെ ഒതുക്കി നിർത്തുന്നതാണ് അർശിന്റെ തണൽ. റജുലാനി ഫില്ലാഹിൽ കരീമി തഹബബാ ബിഹാലി ഇഫ്തിറാഖിൻ മിൻഹു മാ വവിസാലി, അല്ലാഹുവിന് വേണ്ടി പരസ്പരം ഇഷ്ടപ്പെട്ട, പരസ്പരം സ്നേഹിച്ച കൂട്ടുകാരെവിടെ, യുവാക്കളെവിടെ, സ്നേഹിതന്മാരെവിടെ, അവരാണ് അർശിന്റെ താഴെ എത്തുന്ന വിഭാഗം. അല്ലാഹു ആ വിഭാഗത്തിൽ ഉൾപ്പെടാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് ഈ സ്നേഹം തിരിച്ചു പിടിക്കാൻ, ഈ സമുദായത്തിന് നഷ്ടപ്പെട്ടു പോലെ സ്നേഹം തിരിച്ചു പിടിക്കാൻ, കാശുള്ള ഭർത്താവ് കിട്ടിയപ്പോ സന്തോഷിച്ച പെണ്ണ്, ആ ഭർത്താവിന്റെ ഗൾഫ് ജീവിതം നഷ്ടമായി, ആ ഭർത്താവിന്റെ പണമില്ലാതാകുമ്പോ അയൽവാസിയാര അതിനേക്കാൾ സമ്പന്നനായ കാമുകന് ഫോണിലൂടെ മിസ് കോൾ അടിച്ച് മെസ്സേജ് അയച്ചിട്ട് സ്നേഹം പങ്കുവെക്കുന്ന പെണ്ണ്, പണം എവിടെയുണ്ടോ അവിടെ ആടാനും പാടാനും നൃത്തം ചെയ്യാനും ഒരുങ്ങിയിറങ്ങുന്ന സമുദായമേ, നമുക്ക് നഷ്ടപ്പെട്ടു പോയ സ്നേഹത്തെ തിരിച്ചു പിടിക്കാം. അപ്പോ എല്ലാ പുരോഗമനങ്ങളുമുള്ള നമ്മുടെ നാട്ടിൽ നഷ്ടപ്പെട്ടു പോയ ആ സ്നേഹത്തെ നമുക്ക് തിരിച്ചു കൊണ്ടുവരണം. ആകാശത്ത് പറവകളെ പോലെ പറക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്. പക്ഷെ ഭൂമിയിൽ ഒരു മനുഷ്യനെ പോലെ ജീവിക്കാൻ ഒരാള് സുഖമില്ലാതെ വഴിയിലിരിക്കുന്നു, ഇല്ലെങ്കിൽ ഒരാളുടെ വാഹനം വഴിയിൽ മറിഞ്ഞു ഓടയിൽ കിടക്കാണ്, ഒന്ന് എടുത്ത് റോഡിലേക്ക് വെക്കണം, എല്ലാരും ചെന്നിട്ട് മൊബൈൽ അങ്ങോട്ട് എടുത്തിട്ട് ക്ലിക്കോ ഫോട്ടോ എടുത്ത് അങ്ങനെ ഉണ്ടല്ലേ ആ സെറ്റപ്പിൽ. ഇന്നാള് കണ്ടതിന് അത്ര ആയില്ല, ഇന്നാളത്തെ ആണെങ്കിൽ പിന്നെ തല രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുക, ഇതല്ലോ അങ്ങനെ നോക്കി ഫോട്ടോ എടുത്തുകൊണ്ട് പോകാനല്ലാതെ
ഒന്ന് സഹായിക്കാനുള്ള മനസ്സ് നഷ്ടപ്പെട്ടു പോയല്ലോ പലർക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ സ്നേഹത്തിലേക്ക് തിരിച്ചു വരിക. അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചതാണല്ലോ അത്. മരുഭൂവിലൊരു വഴിയോരത്ത് മഹ്മൂദർ പോകുന്ന നേരത്ത് വിറകുമടിയുടെ ചാരത്ത് ഇരിപ്പാണ് പാപമൊരുമാമ. വെയിലിന്റെ കൊടുമയിൽ തളർന്നല്ലോ, വെള്ളം പോലും കുടിക്കുവാനില്ലല്ലോ. ഹബീബ് വിറക് കെട്ടി ചുമന്നു സ്വന്തം തലയിൽ വെച്ച് ഉമ്മയുടെ വീട്ടിലേക്ക് നടന്നുപോയി. ഉമ്മ പറഞ്ഞു, മുഹമ്മദ് എന്ന് പറഞ്ഞ ഒരു പഹര ഇറങ്ങിയിട്ടുണ്ട്, അവനെ നീ ഗവനിക്കല്ല മോനെ, നീ നല്ലോനാ. ഞാനാണ് ആ മുഹമ്മദ് ഉമ്മ എന്ന് പറഞ്ഞപ്പോ മറുപടി അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹ്. ഈ മാതൃക ചവിട്ടിപ്പേച്ച സമുദായമേ, നിങ്ങൾ ചിന്തിച്ചോ. ഞാനും എന്റെ ഭർത്താവും എന്റെ മക്കളും, ഞാനും എന്റെ ഭാര്യയും എന്റെ മക്കളും, അതിനപ്പുറത്തേക്കൊരു ചിന്തയുമില്ല. അയൽവാസി എത്ര പട്ടിണി കിടന്നാലും എനിക്കെന്താ? അവർ ചെയ്തതല്ലേ തെറ്റിന്റെ പേരിൽ അവർ അനുഭവിക്കുന്നതല്ലേ? അയൽവാസിയുടെ കുടുംബക്കാരെ നശിച്ചു പോയാൽ എനിക്കെന്താ? അവർക്ക് ക്യാൻസർ വന്നാൽ എനിക്കെന്താ? അവർക്ക് ട്യൂമർ വന്നാൽ എനിക്കെന്താ? എന്റെ കുടുംബമാണ് വരുന്നു പറഞ്ഞ് സ്വാർത്ഥമതികളുടെ ആ രൂപങ്ങളായി ചിന്തിച്ചു ജീവിക്കുന്നവര് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മൻ അഹബ്ബ ലില്ലാഹ് വമൻ അബ്ഗദ ലില്ലാഹ് വമൻ അഅതാ ലില്ലാഹ് ഫഖദ് ഇസ്തക്മലൽ ഈമാൻ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, അല്ലാഹുവിന് വേണ്ടി ആര് പരസ്പരം ഇഷ്ടപ്പെടുന്നുവോ, അല്ലാഹുവിന് വേണ്ടി ആര് പരസ്പരം കോപിക്കുന്നുവോ, അല്ലാഹുവിന് വേണ്ടി ആര് പരസ്പരം നൽകുന്നുവോ കൊടുക്കുന്നുവോ, ഫഖദ് ഇസ്തക്മലൽ ഈമാൻ, അവർ ഈമാൻ പരിപൂർണമാക്കിയവരാണ് എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സലാത്ത് ശരിക്കും ചെല്ലാം. ശരിയെങ്കിലും അടി കുറവുള്ളത് എറണാകുളം ജില്ലയിലാണ്, ബാക്കി എല്ലാ ജില്ലയിലും നല്ല തകർത്ത് പാടിക്കൊണ്ടിരിക്കും. എല്ലാത്തിന്റെ പേരിലും സലാത്തിന്റെ പേരിലും ശാഖാപരമായ വിഷയങ്ങളുടെ പേരിലും ഒക്കെ ഏറ്റവും കൂടുതൽ അടി കുറവുള്ളത് എറണാകുളം ജില്ലയിൽ. തുടങ്ങി വന്നൊരു ഡൗട്ടുണ്ട്, സലാത്തിന് ശക്തി കുറഞ്ഞപ്പോ അന്ന് കുറയ്ക്കരുത്. ബദരിയ സംഘം എന്നാണ് പേര്. ബദരിയ സംഘം എന്നുള്ള പേരിന്റെ പരിപാടിയും ബദർ പോലെ ആ ഭംഗിയും ആ സുഖവും ആ സുഗന്ധവും ആ പരിപാടിയും അപ്പോ ആ സ്നേഹം തിരിച്ചുപിടിക്കും. നമുക്ക് നഷ്ടപ്പെട്ടു പോയ ആ സ്നേഹം പരസ്പരം നമ്മൾ അല്ലാഹുവിന് വേണ്ടി ഇഷ്ടപ്പെടാം. ഒരാളെ സഹായിക്കുന്നത്, ഒരാളെ സംരക്ഷിക്കുന്നത്, ഒരാളെ സ്നേഹിക്കുന്നത് ഒക്കെ പടച്ചറബിന് വേണ്ടിയിട്ടാവാം. അതിനൊരു മരുന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു തരുന്നുണ്ട്. ലാ തദ്ഖുലുൽ ജന്നത ഹത്താ തുഅ്മിനൂ. നിങ്ങൾ വിശ്വസിക്കുന്നത് വരെ നിങ്ങളാരും സ്വർഗത്തിൽ കടക്കുകയില്ല. നിങ്ങൾ എന്തൊക്കെ നന്മ ചെയ്താലും നിങ്ങൾക്ക് സ്വർഗം കിട്ടണമോ നിങ്ങൾ വിശ്വസിക്കണം. വലാ തുഅ്മിനൂ ഹത്താ തഹബ്ബൂ. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നത് വരെ നിങ്ങൾ വിശ്വാസികളാവുകയില്ല. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നത് വരെ നിങ്ങൾ വിശ്വാസികളാവുകയില്ല. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അഫലാ അദുല്ലുകും അലാ ശൈഇൻ ഇദാ ഫഅൽതു തഹാബബതും ബില്ലാഹ്. നിങ്ങൾ പരസ്പരം നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ കഴിയുന്ന, പരസ്പരം നിങ്ങൾക്ക് സ്നേഹിക്കാൻ കഴിയുന്ന ഒരു മരുന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? പരസ്പരം സ്നേഹിക്കാൻ കഴിയുന്ന ഒരു മന്ത്രം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുകയാ, നിങ്ങൾക്ക് പരസ്പരം സ്നേഹിക്കാൻ കഴിയുന്ന ഒരു മരുന്ന് ഞാൻ തരട്ടെ? അതാണ് റസൂൽ ചോദിക്കുക. ആ മരുന്ന് നമ്മൾ സ്വീകരിച്ചാൽ നമുക്ക് പരസ്പരം മുഖത്തോട് മുഖം നോക്കി സ്നേഹിക്കാൻ കഴിയും. ആ മരുന്ന് തരികയാണ്. സഹോദരിമാരെ സ്വീകരിക്കണം. കൊട്ടഞ്ചുക്കാലി തൈലം പോലെയുള്ള മരുന്നല്ല. അള്ളാന്റെ ഹബീബ് കൊടുക്കുന്ന മരുന്നൊക്കെ അങ്ങനത്തെ മരുന്നല്ല. നബിതങ്ങൾ പറഞ്ഞു, പരസ്പരം നിങ്ങൾക്ക് സ്നേഹമുണ്ടാകാൻ ഒരു മരുന്ന് ഞാൻ തരട്ടെ. നിങ്ങൾ പരസ്പരം സലാമിനെ വ്യാപിപ്പിക്കുക, സലാമിനെ പ്രചരിപ്പിക്കുക. ഈ ഹദീസ് പറഞ്ഞപ്പോ സഹാബത്തിൽ പലരും ഒരു തൂണിന്റെ മറവിൽ പോയി നിന്നിട്ട് സലാം ഇങ്ങനെ പറയും. എന്നിട്ട് അപ്പുറത്ത് അസ്സലാമു അലൈക്കും, അങ്ങനെ സലാം പറഞ്ഞ് കളിക്കുമായിരുന്നു. സലാമിനെ പ്രചരിപ്പിക്കാൻ വേണ്ടി. നമ്മള് സലാം പറയോ? നമ്മള് സലാം പറയൂല. കാരണം ആദ്യം ഹജ്ജിന് പോയി ഞാനല്ലേ, അപ്പൊ അവ എന്നോട് സലാം പറയും. അസിസ്റ്റന്റ് ഉസ്താദ് വിചാരിക്കണം എന്താ, ഞാൻ അസിസ്റ്റന്റ് ഇമാമല്ലേ, മുഅദ്ദിനല്ലേ മറ്റേ ആൾ, അയാൾ ഇങ്ങോട്ട് പറയട്ടെ, ഞാൻ
മെയിൻ ഇമാമ് വിചാരിക്കണം എന്താ അസിസ്റ്റന്റ് അല്ലേ, അയാൾ ഇങ്ങോട്ട് പറയട്ടെ ഞാൻ ഇവിടുത്തെ ചീഫ് ഇമാമല്ലേ, ഞാൻ ഇങ്ങോട്ട് പറയും. ഇങ്ങനത്തെ ഒരു ചിന്ത ഞാൻ ഉസ്താദുമാരെ ഇങ്ങനെ ഉദാഹരണം പറഞ്ഞെന്തിനെന്നറിയോ, അവരിൽ പോലും അങ്ങനെ വന്നാൽ സാധാരണക്കാരായ നമ്മുടെ കാര്യം എന്താകുമെന്ന് അറിയാൻ വേണ്ടി അങ്ങനെ പറഞ്ഞു. ഇവിടെ ഉള്ളവരങ്ങനെന്നല്ല ഞാൻ പറഞ്ഞു. ഇവിടെ ഇപ്പൊ നമ്മൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു, ഉസ്താദിന്റെ പാത്രത്തിൽ നിറത്തി കഴിച്ചു, അദ്ദേഹത്തെ കഴിച്ചു, അദ്ദേഹത്തിന്റെ പാത്രത്തിൽ അദ്ദേഹത്തെ കഴിച്ചു, ആ ഒരു സ്നേഹവും സഹകരണമുണ്ട്. അതാ അപ്പൊ അതല്ലേ നമ്മുടെ ഉസ്താദുമാരെ എപ്പോഴും ഞാൻ ഉദാഹരണം പറയുന്നത്, അവരിൽ പോലും അങ്ങനെ വന്നാൽ തനി നാടൻ ആൾക്കാരായ നമ്മുടെ കാര്യം എന്താകുമെന്ന് ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ സലാമിനെ പ്രചരിപ്പിക്കണം. അനസ് റളിയല്ലാഹു തആല അൻഹു കൊച്ചുകുട്ടികളോട് എവിടെ വെച്ച് അവരെ കണ്ടാലും അസ്സലാമു അലൈക്കും അസ്സലാമു അലൈക്കും അങ്ങനെ ചോദിച്ചു, എന്തേ അനസേ ഈ കുട്ടികളെ കാണുമ്പോ എന്തേ ഇത്ര സലാം? അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അവര് കുഞ്ഞുമക്കളാണ്, അവരുടെ വാക്കുകൾ അല്ലാഹുവിന് വലിയ ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ അവരോട് അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോൾ അവരെന്നോട് വഅലൈക്കുമുസ്സലാം എന്ന് സലാം പറയുമ്പോ നിനക്ക് അല്ലാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ അനസേ എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെ സലാം പറയുമ്പോ ആ വാക്കുകൾ അല്ലാഹു സ്വീകരിച്ചാൽ ഈ പാവിയായ അനസ് രക്ഷപ്പെടുമല്ലോ. അതിനുവേണ്ടിയാണ് കൊച്ചുകുട്ടികളോട് ഞാൻ സലാം പറയുന്നത്. എത്ര നല്ല ചിന്തയാണ്. നമ്മൾ പറയൂലല്ലോ. ഇപ്പൊ മദ്രസ ഹാളിലൊക്കെ മദ്രസകളിലൊക്കെ ചില തീരുമാനമുണ്ട്. ഉസ്താദുമാരെ കൊണ്ട് വരുമ്പോ മക്കളെല്ലാം എണ്ണിച്ച് അസ്സലാമു അലൈക്കും, മദ്രസ വിടാൻ നേരത്തോ മക്കളെല്ലാം എണീച്ച് അസ്സലാമു അലൈക്കും. വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് മക്കൾ ഉമ്മായോടും ഉമ്മ അസ്സലാമു അലൈക്കും, വാപ്പ അസ്സലാമു അലൈക്കും, കാക്ക അസ്സലാമു അലൈക്കും, താത്ത അസ്സലാമു അലൈക്കും ഇങ്ങനെ പറഞ്ഞിട്ടാ പോവാ. പക്ഷെ ഈ മക്കൾക്ക് സലാം മടക്കാൻ അറിഞ്ഞൂടാ. കാരണം അവരോട് ആരും പറയാറില്ല. എല്ലാരും അവരെ കൊണ്ട് പറയിപ്പിക്കലേ ഉള്ളൂ. ഉസ്താദുമാര് പറയണം, ഞാൻ മദ്രസയിലേക്ക് വന്നു കയറുമ്പോ നിങ്ങളെല്ലാം എഴുന്നേറ്റ് നിൽക്കുമ്പോ സലാം ഞാൻ നിങ്ങളോട് പറയാം അസ്സലാമു അലൈക്കും. പോകാൻ നേരത്ത് സലാം നിങ്ങൾ എന്നോട് പറയും. അപ്പോ ആ സലാം പറയാനും മടക്കാനും അവർ ശീലിക്കും. ആ ഒരു ശൈലി നമ്മൾ ഉണ്ടാക്കിയെടുക്കും. പിന്നെ വാപ്പ സലാം പറയുമ്പോഴല്ലേ മക്കൾക്ക് ആ ശീലി കിട്ടുള്ളൂ. വാപ്പാക്ക് ആ ശൈലി ഉണ്ടെങ്കിലല്ലേ മക്കൾക്ക് കിട്ടുള്ളൂ. വാപ്പ മരിക്കാൻ നേരത്ത് പറഞ്ഞതാ, മകനെ നോക്കിയിട്ട് വിരൽ ചൂണ്ടിയിട്ട് ഇങ്ങനെ കാണിച്ചു, വാപ്പായ വിരൽ ചൂണ്ടിയിട്ട് ഇങ്ങനെ കാണിച്ചു, വാപ്പാടെ ശരീരത്തിലേക്ക് ചൂണ്ടിയിട്ട് ഇങ്ങനെ കാണിച്ചു, മോന്റെ ശരീരത്തിലേക്ക് ചൂണ്ടിയിട്ട് ഇങ്ങനെ കാണിച്ചു. അപ്പൊ യത്തീംഖാനയുടെ സെക്രട്ടറി അവിടെ നിൽക്കായിരുന്നു. അയാൾ പറഞ്ഞാ കണ്ടടാ ഷെയ്ത്താനെ വാപ്പ പറഞ്ഞു. എന്താ ആ യത്തീംഖാനക്ക് 10,000 രൂപ കൊടുക്കണമെന്ന് പറഞ്ഞു. നീ എന്താ? അപ്പൊ മോൻ പറഞ്ഞു, അതൊന്നുമല്ല, അതൊക്കെ വെറുതെ വാപ്പ ജീവിച്ചിരുന്നപ്പോ കൊടുത്തില്ല, പിന്നെ മണിക്കാമോ നിങ്ങൾക്ക് 10 പൈസ കേട്ടോ നിങ്ങൾ വിചാരിക്കില്ല. ഒന്നുകൂടെ പറഞ്ഞേ വാപ്പ എന്താ പറഞ്ഞു. വീണ്ടും വാപ്പിച്ച് പറയാം ഇങ്ങനെ ചൂണ്ടിയിട്ട് വാപ്പാടെ ചെയ്തി കൊണ്ടിട്ട് ഇങ്ങനെ, മോന്റെ ചെയ്തി കൊണ്ട് ഇങ്ങനെ. അപ്പൊ മോൻ പറയാം, അപ്പഴാ മനസ്സിലായ എന്താ അറിയോ, വാപ്പ പലിശയ്ക്ക് കൊടുത്തോണ്ടിരിക്കുന്നത് 5 രൂപയ്ക്കാണ്, മോനെ നീ 10 രൂപയ്ക്ക് കൊടുത്തോടാ, നല്ല മാർക്കറ്റാണ്. നീ 10 രൂപയ്ക്ക് കൊടുത്തു, നല്ല മാർക്കറ്റ്. കാരണം എന്തേ? ഇപ്പോഴത്തെ അവസ്ഥ വാപ്പ ചെയ്തല്ലേ മക്കൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. വാപ്പ കാണിച്ചു കൊടുക്കണ്ടേ? വാപ്പ പോയിരുന്നു എന്നിട്ട് വാപ്പ ഇരുന്ന് കുങ്കുമപ്പൂ കാണാ വാപ്പന്മാരോടെ ഒരുമിച്ച്. ഇത് ഈ മോനെ എങ്ങനെ ഓതും? അപ്പൊ മോനെ ഇങ്ങനെ വരട്ടി പോയിടോന്നൊക്കെ പറഞ്ഞിട്ട് വാപ്പായും മാഡം മാറിയത് സ്റ്റാർസ് ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരുന്ന ഈ മകന് സമാധാനം പഠിക്കാൻ പറ്റുമോ? അപ്പൊ വാപ്പ ചെയ്യണത് മക്കൾ ചെയ്യൂ, വാപ്പ ചെയ്യണത് മക്കൾ ചെയ്യൂ, അത് മറക്കരുത്. അതാണ് പറഞ്ഞത്. സലാം പറയണം, പറയുന്ന കുടുംബമാകണം. ഭാര്യ ഭർത്താക്കന്മാര് എത്ര സ്നേഹത്തോടെ കൊട്ടിഘോഷിക്കപ്പെടുന്ന കല്യാണങ്ങളാണ്. 3-ാം മാസം കഴിയുമ്പോ പള്ളിയിൽ നോട്ടീസ് വരുന്നു. മതത്തിന്റെ മാനുഷിക മുഖം എന്നതാണ് ഇന്നും നാളെയും ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം. അതെന്തൊരു മുഖമാണ് ഉസ്താദേ എന്ന് ചിലപ്പോ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. അങ്ങനെ ഒരു മുഖം, ആ ഒരു മാനുഷിക മുഖം അത് എന്താണ് എന്ന് ചർച്ച ചെയ്യണം. അതെവിടെയാണുള്ളതെന്ന് കണ്ടെത്തണം. ആ ഒരു മാനുഷിക മുഖം ഒരു വിശ്വാസിക്ക് ഇല്ല എങ്കിൽ അവന്റെ വിശ്വാസം പൂർണ്ണമല്ല എന്നതാണ് ഈ വിഷയത്തിന്റെ കാതൽ. അപ്പോ അത് എന്താണെന്ന് തിരിച്ചറിയൽ നമ്മുടെ ബാധ്യതയാണ്. വിഷയത്തിലേക്ക് പ്രവേശിക്കാൻ ആരംഭപ്പൂവായ അഷ്റഫുൽ ഖൽഖ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മനോഹരമായ വിജ്ഞാന സദസ്സ് എല്ലാവരും വളരെ ഉന്മേഷത്തോടെ അല്ലാഹുവിന്റെ ഹബീബിന്റെ ഇൽമു കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആ സമയം പൊന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, സഹാബത്തെ, സ്വർഗത്തിലേക്ക് നടന്നു പോകുന്ന ഒരു മനുഷ്യനെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരട്ടെയോ? സ്വർഗത്തിലേക്ക് നടന്നു പോകുന്ന ഒരാളെ കാണിച്ചു തരട്ടെ. അയാൾ സ്വർഗത്തിലാണ്. സഹാബത്തിന് വലിയ ആവേശമായി. സഹാബികൾ എല്ലാവരും മനസ്സുകൊണ്ട് ചിന്തിച്ചു, അല്ലാഹുവേ,
അള്ളാഹുവിന്റെ ഹബീബിന്റെ പരിശുദ്ധ വിരൽത്തുമ്പ് നിവർന്നു വരുന്നത് എന്റെ നെഞ്ചിലേക്കായിരിക്കണേ, എന്റെ മുഖത്തേക്കായിരിക്കണേ റബ്ബേ. കാരണം നമ്മളൊക്കെ സ്വർഗം ലഭിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. ആ സ്വർഗം കിട്ടുന്നതിന് വേണ്ടി രാപകലില്ലാതെ ഇബാദത്ത് ചെയ്യുന്നവർ, ആരാധന അർപ്പിക്കുന്നവർ, അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ഉറക്കമൊഴിഞ്ഞ് കഷ്ടപ്പെടുന്ന പ്രിയപ്പെട്ട സഹാബത്താണവർ. എന്നെയും നിങ്ങളെയും പോലെ റമദാൻ 30-ന്റെ അന്ന് കഞ്ഞിക്കലത്തിന് സലാം പറഞ്ഞിറങ്ങി പോകുന്ന ഒരു വിശ്വാസത്തിന്റെ ഉടഞ്ഞുപോയ ചൈതന്യമായിരുന്നില്ല പഴയകാലത്തുള്ള സച്ചരിതരായ സഹാബത്തിന്റെ ഉള്ളറകളിൽ തേനൂറുന്ന രീതിയിൽ ഒലിച്ചുകൊണ്ടിരുന്നത്. ഒരു പെരുന്നാളിനും ഒരു വെള്ളിയാഴ്ചയും ഒതുക്കി നിർത്തുന്ന ദീനീ ചൈതന്യം മാത്രമായിരുന്നില്ല. പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പരിശുദ്ധ സ്വർഗത്തിന്റെ സുന്ദരമായ അരുവികൾ ആസ്വദിക്കുന്നതിന് വേണ്ടി കൊതിയോടെ കാത്തിരിക്കുന്ന സഹാബത്ത്, ആരംഭപ്പുവായ നിബിതങ്ങൾ സ്വർഗത്തിലേക്ക് പോകുന്ന മനുഷ്യനെന്ന് പറഞ്ഞ് വിരൽ ചൂണ്ടുന്നയാള് ഞാനായിരിക്കണം റബ്ബേ എന്ന് പറഞ്ഞ് കാത്തിരുന്നപ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് വിരൽ ചൂണ്ടിയത് ആ സദസ്സിന് പുറത്തൂടെ വീട്ടാവശ്യത്തിനുള്ള സാധനങ്ങളും വാങ്ങി ചുമന്നുകൊണ്ട് നടന്നു പോകുന്ന സാധാരണയിൽ സാധാരണക്കാരനായ ഒരു മനുഷ്യന്റെ അടുത്തേക്കാണ് വിരൽ ചൂണ്ടിയത്. അയാൾ സ്വർഗത്തിലാണ് എന്ന് അള്ളാന്റെ ഹബീബ് പറഞ്ഞു. സഹാബത്തിനാകെ ആശങ്കയായി. കാരണം അവര് നോക്കുമ്പോ വലിയ പ്രത്യേകതകളൊന്നും ആ മനുഷ്യനില്ല. സ്വർഗത്തിലാണെന്ന് പറഞ്ഞപ്പോ സ്വർഗത്തിലേക്ക് പോകാനുള്ള എന്താണ് അയാളിലുള്ളത് എന്ന് സഹാബത്തിന് ആശങ്കയായി. ഒരു സദസ്സിൽ പറഞ്ഞെങ്കിൽ എന്താ, 3 സദസ്സിലാണ് ഇങ്ങനെ തന്നെ പറഞ്ഞത്. 3 സദസ്സിലും ഇതുപോലെ തന്നെ പറഞ്ഞു അയാള് സ്വർഗത്തിലാണ്, അയാള് സ്വർഗത്തിലാണ്. 3 സന്ദർഭത്തിൽ ഒരു സഹാബി എഴുന്നേറ്റു. ആ സഹാബി പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങ് സ്വർഗത്തിലാണെന്ന് പറഞ്ഞ ആ ഒരു കൂട്ടുകാരന്റെ ജീവിതത്തെ കുറിച്ച് പഠിക്കാൻ എനിക്കൊരു അവസരം ഒന്ന് തരണം. അങ്ങയുടെ അനുമതിയോടുകൂടി ഞാനൊരു ചെറിയ നിരീക്ഷണം നടത്താൻ പോവാണ്. അങ്ങനെ ആ മനുഷ്യൻ നിരീക്ഷിക്കാൻ വേണ്ടി പോയി. നിരീക്ഷണം നടത്തി കുറെ ദിവസങ്ങൾ ഇങ്ങനെ പരിശോധന നടത്തിയപ്പോൾ ഒരു പ്രത്യേകതയുമില്ല. സാധാരണ ഒരു ആബിദായ മനുഷ്യന്റെ അതേ ജീവിതം. അപ്പൊ ഇദ്ദേഹം അടുത്തു പോയിട്ട് ചോദിച്ചു, നിങ്ങളിൽ എന്തോ ഒരു വലിയ പ്രത്യേകത. ആരംഭപ്പുവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് കടക്കാൻ ഉതകുന്ന ഒരു സ്വഭാവ രീതി നിങ്ങളുടെ ജീവിതത്തിൽ അതെന്താണെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരണം. ഞാൻ പരിശോധിച്ചിട്ട് കാണാൻ കഴിഞ്ഞു. ആ മനുഷ്യൻ മുത്തായ നബിതങ്ങളുടെ മുമ്പിൽ നിന്ന് തന്റെ ജീവിതം നിരീക്ഷിക്കാൻ ഇറങ്ങി വന്ന സഹാബിയോട് പറഞ്ഞുകൊടുത്തു, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സ്വർഗത്തിലേക്ക് ആ മനുഷ്യനെ എത്തിക്കുമെന്ന് അള്ളാന്റെ റസൂല് പഠിപ്പിച്ചു കൊടുത്ത ആ മഹത്തരമായ സ്വഭാവം ഏതാണ് എന്ന് ആ പ്രിയപ്പെട്ട കൂട്ടുകാരൻ പറഞ്ഞുകൊടുത്തു. ഇൻഷാ അല്ലാഹ് സ്വഭാവം ഏതാണെന്ന് നിങ്ങൾ ഈ വിഷയം കഴിയുമ്പോൾ നിങ്ങൾ എന്നോട് പറയും. അതാണല്ലോ ഈ വിഷയം. ശ്രദ്ധിക്കാതിരുന്നാൽ പറയാൻ പറ്റില്ല. മൊബൈലിലും നോക്കി ഇടുപ്പിലിരിക്കുന്ന വീഡിയും തപ്പിയിരുന്നാൽ സംഭവം നടക്കൂല. വളരെ ശ്രദ്ധയോടെ ഈ സരസിന്റെ അകത്ത് സമയം ചെലവഴിക്കണം, ശ്രദ്ധ തരണം, മനസ്സ് തരണം. എന്തിടിഞ്ഞു വീണാലും നമ്മൾ തിരിഞ്ഞു നോക്കൂല. ഇത് ലയിച്ചിരുന്നാലേ ഈ വിഷയത്തിന് ഈ കൂട്ടുകാരൻ കൊടുത്ത മറുപടി എന്നത് നിങ്ങൾക്ക് പറയാൻ പറ്റും. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഈ സഹാബിക്കുണ്ടായ സ്വഭാവമാണ് 2 ദിവസം ഞാനും നിങ്ങളും ചർച്ച ചെയ്യാൻ പോകുന്നത്. ലോകത്ത് അല്ലാഹു പടച്ച സൃഷ്ടികളിൽ ഏറ്റവും ഉത്കൃഷ്ടർ ആരാണ്? ഒരുപാട് ജീവജാലങ്ങൾ, നടക്കുന്നതും ഇഴയുന്നതും പറക്കുന്നതും ചലിക്കാത്തതും ചലിക്കുന്നതും സംസാരിക്കുന്നതും സംസാരിക്കാത്തതും ഭക്ഷണം കഴിക്കുന്നതും കഴിക്കാത്തതുമായ, ഭംഗിയുള്ളതും ഭംഗിയില്ലാത്തതും അവയവങ്ങൾ പുറത്ത് കാണുന്നതും കാണാത്തതുമായ കോടാനുകോടി സൃഷ്ടിചരാചരങ്ങളെ അള്ളാഹു പടച്ച തമ്പുരാൻ ഈ ലോകത്ത് പടച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു വിഭാഗം ആരാണ്? ഏറ്റവും ശ്രേഷ്ഠമായ വിഭാഗം അറിയില്ല? ആരാണ് മോനെ? പറയടാ. നമ്മള് തന്നെ. നമ്മളെപ്പോലെ ഗ്ലാമർ അല്ലേ? നമ്മളെപ്പോലെ നമ്മുടെ ബിംബറന്നൂത്തിയെ പോലെ ഗ്ലാമർ ലോകത്താർക്കവിടെ? നമ്മള് കണ്ണാടിയുടെ മുമ്പിൽ ചെന്ന് നിൽക്ക് സഹോദരങ്ങളെ. നമ്മുടെ കണ്ണിന്റെ മനോഹാരിത, നമ്മുടെ മുഖത്തിന്റെ ഭംഗിയുണ്ടല്ലോ, നമ്മുടെ ശരീരത്തിന്റെ സൗകുമാര്യത ലോകത്തിലാന പടച്ച തമ്പുരാൻ ഒരു സൃഷ്ടിചരാചരങ്ങൾക്കും കൊടുത്തിട്ടില്ല. അതും മനുഷ്യരായ നമുക്ക് മാത്രം അല്ലാഹു തന്നതാണ്. ഏറ്റവും ഉദാത്തമായ ഉത്തമമായ സൃഷ്ടി നമ്മളാണ്.
ഷാഫി ഇമാം റളിയല്ലാഹു തആല അൻഹുവിന്റെ കുഞ്ഞുനാളിൽ നടന്ന ഒരു സംഭവം. ഒരു വീട്ടിൽ ഭാര്യ ഭർത്താവ് പരസ്പരം തർക്കത്തിലാണ്. ഭർത്താവ് പറഞ്ഞു, അല്ലാഹു ലോകത്ത് പടച്ചിരിക്കുന്നതിൽ ഏറ്റവും സൗന്ദര്യവും ഉത്തമരുമായ സൃഷ്ടി ഏതെന്ന് നീ എന്നോട് പറഞ്ഞു തരണം, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ ത്വലാഖ് ചെയ്യും. അങ്ങനെ പിന്നെ ആ ഭാര്യക്ക് പോകാനുള്ളത് എവിടെയാണ്? പള്ളിയിലെ ഉസ്താദിന്റെ അടുത്താണ്. നേരെ ബഹുമാനപ്പെട്ട മാലിക് ഉസ്താദിന്റെ ഹദറത്തിലേക്ക് ചെന്നു. റളിയല്ലാഹു അൻഹു അദ്ദേഹം ദർസെടുത്തുകൊണ്ടിരിക്കുകയാണ്. ചെന്ന ഉടനെ ചോദിച്ചു, പ്രിയപ്പെട്ട ഉസ്താദേ, അല്ലാഹു ലോകത്ത് പടച്ചിരിക്കുന്ന സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമരും ഉത്കൃഷ്ടരും ആരാണെന്ന് പറഞ്ഞില്ലെങ്കിൽ എന്റെ ജീവിതത്തിൽ വളരെ അപകടം സംഭവിക്കാൻ പോകും. ഉടനെ മാലിക് ഉസ്താദ് പറഞ്ഞു, അതൊന്ന് വിചിന്തനം നടത്തി ഒരു പഠനം നടത്താൻ. മാലിക് ഉസ്താദ് പറഞ്ഞിരിക്കുന്നു, നോക്കണം. ഇറങ്ങി വരുമ്പോൾ ആ ക്ലാസിന് പുറത്ത് നിൽക്കുന്നവരാരാണ്? ആലിമു ഖുറൈശിൻ യംലൂ തിബാഖുൽ അർളിൽ മാ. ഒരു ഭൂഖണ്ഡം നിറയെ ഇൽമു കൊണ്ട് അല്ലാഹു അനുഗ്രഹിച്ച ഒരു പണ്ഡിതനുണ്ടെന്ന് ലോകത്തിന്റെ നായകൻ പറഞ്ഞ ബഹുമാനപ്പെട്ട ഇമാമുനാ ശാഫിഈ റഹിമഹുല്ലാഹ്. ശാഫിഈ ഇമാം കൊച്ചുകുട്ടിയാണ് റളിയല്ലാഹു തആല അൻഹു. ആ സഹോദരിയോട് പറയുകയാണ്, നിങ്ങൾ ഉസ്താദിനോട് ചോദിച്ച ചോദ്യത്തിന്റെ മറുപടി എന്റെ മനസ്സിന്റെ അകത്ത് അല്ലാഹു തോന്നിപ്പിച്ചു തരികയാണ്. അത് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം. ഉസ്താദ് പരിശോധന നടത്തി പറഞ്ഞു തരുന്ന മറുപടിയും ഞാൻ പറയുന്ന മറുപടിയും ഉറപ്പായും ഒന്നായിരിക്കും, സംശയമില്ല. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, والزيتون وطور سينين وهذا البلد الأمين لقد خلقنا الإنسان في أحسن تقويم. മഹത്തരമായ വസ്തുക്കളെ കൊണ്ട് സത്യം ചെയ്തുകൊണ്ട് കരുണക്കടലാര പടച്ചതമ്പുരാൻ പറയുകയാ, ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. ഒരു മനുഷ്യനെ അല്ലാഹു പടച്ചിരിക്കുന്നത്, ഒരു മനുഷ്യനെ പടച്ചതമ്പുരാൻ പടച്ചിരിക്കുന്നത് ഏറ്റവും ഉത്കൃഷ്ടമായ സൃഷ്ടിയുടെ രൂപത്തിലാണ്, ഭാവത്തിലാണ്. അതിനോട് തുല്യമായ മറ്റൊരു സൃഷ്ടിയില്ല, അതിനോട് സമമുള്ള മറ്റൊരു സൃഷ്ടിയില്ല. മനുഷ്യന്റെ തലച്ചോറ് പോലെ ലോകത്ത് സകലതും സർവ്വതും കേന്ദ്രീകരിച്ച് വെക്കാനുള്ള ഒരു യന്ത്രവും എന്റെ പ്രിയപ്പെട്ടവരെ, അത്യന്താധുനിക സജ്ജീകരണങ്ങൾ കാൽമുട്ടിൽ തട്ടിക്കളിക്കുന്ന രാജ്യങ്ങളുടെ വടിത്തത്തിൽ മനുഷ്യന്റെ തലച്ചോറിനോളം തുല്യമായ ഇന്ന് വരെ ഒരു മനുഷ്യൻ പോലും കണ്ടുപിടിച്ചിട്ടില്ല. അങ്ങനെ മനുഷ്യന്റെ അവയവങ്ങൾ, മനുഷ്യന്റെ രോമകൂപങ്ങള്, മനുഷ്യന്റെ ചിന്തകൾ, മനുഷ്യന്റെ ശബ്ദങ്ങള്, ലോകത്തെ സകലതും എന്റെ പ്രിയപ്പെട്ടവര് അതിന്റെ കാൽക്കീഴിലാണ്, യാതൊരുവിധ സംശയവുമില്ല. ആ മനുഷ്യൻ തന്നെയാണ് ലോകത്തുള്ള പടച്ച സൃഷ്ടിച്ച രാജരങ്ങളിൽ